ഫൗണ്ടേഷൻ മേഖല 500 എത്തുന്ന മേഖല ആളുകളൊക്കെ വരുന്നവരേക്ക് AD 500 എത്തുന്ന മേഖലയിലേക്ക് വരാം. ജസ്റ്റ് ഓൺലി സഹോദരങ്ങളെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ജയജ ഇവിടെ പറഞ്ഞു. ഞാൻ ജയജ പറഞ്ഞ ഫുള്ള് കേട്ടില്ല, അതിനിടയിൽ ചെറിയൊരു കാര്യത്തിൽ പോയി. മിക്കവാറും ജയജ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ 500 മുതലുള്ള ചരിത്രം എങ്ങനെയാണ്, അവിടെ യാക്കോബായ സഭ ഉണ്ടോ എന്നൊരു ചരിത്രം അന്വേഷിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇതിനു മുമ്പ് എടുത്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തപ്പിയത് ആദ്യത്തെ 500 നൂറ്റാണ്ടുകളുടെ ഇടയിൽ എവിടെയെങ്കിലും യാക്കോബയ എന്ന് പേരുള്ള ഒരു സഭ എവിടെയെങ്കിലും ലോകത്ത് കാണുന്നുണ്ടോ? സഭയുടെ ചരിത്രം ഞങ്ങൾ ആരെ ചലഞ്ച് ചെയ്ത് പറയാണ്, യാക്കോബയ സഭയുടെ പ്രസൻസ് 1-ാം നൂറ്റാണ്ട് മുതൽ AD 500 വരെയുള്ള കാലഘട്ടം ഒരിടത്തും യാക്കോബയ എന്ന സഭയുടെ പേരോ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചോ ഒരു സൂചന പോലും ഇല്ല. എന്ന് മാത്രമല്ല, ആദ്യത്തെ ഫസ്റ്റ് സെഞ്ചുറികളാകുമ്പോഴത്തേക്ക് ആദ്യത്തെ ഫസ്റ്റ് സെഞ്ചുറിയിൽ സഭയുടെ പ്രധാന ആസ്ഥാനം റോമ ഉണ്ടായിരുന്നത്. അതിന് ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്രൂഫ് ഉണ്ട്. മാത്രമല്ല, യാക്കോബായ സഭയുടെ തന്നെ തക്സയിൽ അവരുടെ പ്രാർത്ഥനാക്രമത്തിൽ പോലും, അല്ലെങ്കിൽ അവരുടെ യാക്കോബായ സഭയുടെ ചരിത്രകാരന്മാരുടെ റൈറ്റിംഗിൽ നമുക്ക് കാണാൻ പറ്റും പത്രോസ് റോമിൽ പോയിരുന്നു എന്നും 25 വർഷത്തോളം അവിടെ താമസിച്ച് സുവിശേഷ പ്രഘോഷണം നടത്തിയെന്നും മറ്റാരുമല്ല യാക്കോബായ സഭയുടെ ചരിത്രം, പുറമേയുള്ള ചരിത്രമല്ല, യാക്കോബായ സഭയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചു കേൾപ്പിക്കാൻ പറ്റും. അപ്പൊ സഭയുടെ ആദ്യ നൂറ്റാണ്ടിൽ റോമിന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു, തുടർന്നുള്ള കാലഘട്ടത്തിലുമുണ്ട്. എന്നാലും ഒരു അപ്പസ്തോലിക് സിംഹാസനം. എന്തുകൊണ്ടാണ് അങ്ങനെ റോമിന് പ്രാധാന്യം വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രോസ് തന്റെ ജീവിതത്തിന്റെ അവസാന 25 വർഷത്തോളം റോമിൽ നിന്ന് സുവിശേഷം അവിടെ താമസിച്ച് സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ റോമിനെ കുറിച്ച് ആദ്യത്തെ സെഞ്ചുറിയിൽ പറയാനല്ല, അതിൽ നിന്ന് നേരെ നമ്മൾ 5-ാം നൂറ്റാണ്ട് കടക്കാൻ വേണ്ടി മാത്രമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, യാക്കോബായ സഭയുടെ പ്രമുഖ സഭയ്ക്കകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബിഷപ്പ്മാര് 9-ാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട, ഇന്നും യാക്കോബായ സഭയ്ക്ക് അത് ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള രചനകൾ നിർവഹിച്ച 9-ാം നൂറ്റാണ്ടിലെ ഒരു ബിഷപ്പാണ് മോസസ് ബാർ കെഫ എന്ന് പറഞ്ഞ ഒരു ബിഷപ്പ്. അതായത് 3 സിറ്റികളുടേതായിരുന്നു. ഏതാണ്ട് നമ്മുടെ മസൂൾ ടിഗ്രീസിലെ ഉള്ള മസൂളിലെയും അതുപോലെ തന്നെ ബേത് റമാൻ ബേ കുനായ എന്ന് പറഞ്ഞ 2 സ്ഥലത്തെയും ബിഷപ്പായിരുന്നു. അദ്ദേഹം ബിഷപ്പ് മാത്രമല്ല ഒരു മഫ്രയാൻ കൂടിയായിരുന്നു, ഒരു ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ബിഷപ്പായിരുന്നു. അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവരുടെ തന്നെ റൈറ്റിംഗ്, യാക്കോബായ സഭയുടെ തന്നെ റൈറ്റിംഗിൽ എഴുതി വെച്ചിരിക്കാൻ, കീഫ എന്ന് പേര് വിളിക്കപ്പെടുന്ന യോനയുടെ പുത്രനായ ശിമിയോൻ, അതായത് സ്ലീഹന്മാരെ തലവനായ പത്രോസ് റോമായ്ക്ക് പോയി അവിടെ സഭ സ്ഥാപിച്ചു. അതിനെ ശിഷ്യന്മാരുടെ തലവന്റെ സിംഹാസനമാക്കി 25 വർഷം അതിനെ ഭരിച്ചു. ഇവിടെ കൃത്യമായിട്ട് ഈ എഴുതി വെച്ചിരിക്കുന്ന ഈ റൈറ്റിംഗ് ഉള്ളത് യാക്കോബായ സഭയ്ക്ക് പോയിട്ട് 5-6-ാം നൂറ്റാണ്ടിൽ വന്ന സഭ, അവർക്ക് ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടി. അവർ കോപ്റ്റ് സഭയുടെ അടുത്തുനിന്നും അല്ലെങ്കിൽ അവിടെ നിലവിലുണ്ടായിരുന്ന അന്ത്യോക്യ സഭയുടെ അടുത്തുനിന്നുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റിയതെന്നും ഇദ്ദേഹം വളരെ ആധികാരികമായിട്ട് 9-ാം നൂറ്റാണ്ടിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന യാക്കോബായ സഭയുടെ ബിഷപ്പ് തന്നെ മോസസ് മാർ കെഫ എഴുതി വെച്ചിരിക്കുന്ന ഈ യാക്കോബായ സഭയുടെ പെന്തക്കോസ്തി നമസ്കാരത്തിനകത്തും സ്ലീഹന്മാർ പുറംജാതികളെല്ലാവരും ശിക്ഷപ്പെടുത്തുവാൻ അയക്കപ്പെട്ടു. അവരിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥലം ദൈവപുത്രൻ ഏൽപ്പിച്ചു കൊടുത്തു. ഷിമിയോന് റോമ, അങ്ങനെ പറഞ്ഞ് തുടങ്ങുന്നത്. അതായത് ഓരോ സ്ലീഹന്മാർക്കും ഓരോ സ്ഥലം ദൈവപുത്രൻ, അതായത് യേശുക്രിസ്തു തന്നെ മിശിഹ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നും ശിമിയോന് റോമ കൊടുത്തു എന്നും കൃത്യമായിട്ടും യാക്കോബായ സഭയുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന പെന്തക്കോസ്താ ദിനത്തിലുള്ള നമസ്കാര പ്രാർത്ഥനയ്ക്കകത്തുള്ള പ്രാർത്ഥന കൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 1-ാം നൂറ്റാണ്ടിൽ റോം ഉണ്ടായിരുന്നു. AD അതുപോലെ തന്നെ 2nd സെഞ്ചുറിയുടെ ഭാഗത്തേക്കും ഏതാണ്ട് ഈജിപ്റ്റ്, നമ്മുടെ ഈ ഏകദേശം നമ്മുടെ പോണ്ടിയസ് എന്ന് പറഞ്ഞ മറ്റേ ഏരിയ, നമ്മുടെ ഗലീലിയുടെ കുറെ ഏരിയ, അതുപോലെ തന്നെ ലിബിയ, അങ്ങനെ ഏരിയ ഒക്കെ അലക്സാണ്ട്രിയ സഭ ശക്തമായി. നൈസിൻ കൗൺസിൽ നടക്കുന്ന സമയമായപ്പോഴത്തേക്കും മറ്റ് 2 സഭകളും കൂടി തന്നെ പ്രധാനപ്പെട്ട മെട്രോപോളിസ് ആയിട്ട് ഉയർത്തപ്പെട്ടു. ഒന്ന് അന്ത്യോക്യയിലെ സഭയാണ്. നൈസിൻ കൗൺസിലിന്റെ കാനോൻ നമ്പർ 6 അനുസരിച്ച്, കഴിഞ്ഞ തവണ ബെഞ്ചിബർ നിങ്ങൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ബെഞ്ചിബർ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അലക്സാണ്ട്രിയ സഭയ്ക്ക് മാത്രം ഉണ്ടായിരുന്ന ടെറിട്ടറി പോലെ ലിമിറ്റഡ്, റോമിലെ സഭയ്ക്ക് ലിമിറ്റഡ് ടെറിട്ടറി വെക്കുന്നില്ല, അൺലിമിറ്റഡ് ആയിട്ട് വെക്കുമ്പോൾ തന്നെ അലക്സാണ്ട്രിയ സഭയ്ക്ക് ലിമിറ്റഡ് ടെറിട്ടറി ഉണ്ടായിരുന്നത് പോലെ തന്നെ അന്ത്യോക്യയും ആ ലെവലിലേക്ക് ഉയർത്തുന്നു. അതുപോലെ തന്നെ ആലിയ എന്ന സ്ഥലത്തെ ബിഷപ്പിനെയും ആ ലെവലിലേക്കായിട്ട് ഉയർത്തുന്നതായിട്ട് നൈസിൻ കൗൺസിൽ AD 7-ാം കാനോൻ. ആലിയ എന്ന് പറഞ്ഞാൽ ജെറുസലേം നഗരം തകർക്കപ്പെട്ടപ്പോൾ അതിന്റെ സ്ഥാനത്ത് പകരം പണിയപ്പെട്ട പുതിയ പട്ടണമാണ്. അപ്പൊ ആലിയം അങ്ങനെ ഉയർത്തപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു സമ്മപ്പ് ഇതാണ്. ഏതാണ്ട് ആദ്യത്തെ 4-ാം നൂറ്റാണ്ട് കാലഘട്ടം ആയപ്പോഴത്തേക്കും സഭയ്ക്ക് 4 പ്രധാന ശക്തി കേന്ദ്രമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് റോം ഉണ്ടായിരുന്നു, അതിനൊരു ലിമിറ്റഡ് ടെറിട്ടറി പോലും അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. രണ്ടാമതുണ്ടായത് അലക്സാണ്ട്രിയ ഉണ്ടായിരുന്നു. അലക്സാണ്ട്രിയക്ക് 3 പ്രധാനപ്പെട്ട ടെറിട്ടറി ഉണ്ടായിരുന്നു. പെൻഡാസ് എന്ന് പറഞ്ഞ ഏരിയ, അതായത് നമ്മുടെ ഗലീലിയയുടെ ഒക്കെ, നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഗാസയുടെ അങ്ങനെ ഒരു ഏരിയയും,
ഈജിപ്റ്റ് നിലവിലുള്ള ഇപ്പോൾ ഉള്ള ഈജിപ്റ്റും ലിബിയയും അങ്ങനെയുള്ള ഏരിയയും കൂടി ചെന്ന് അലക്സാണ്ട്രിയക്ക് കൊടുത്തു. അതുപോലെ തന്നെ അന്ത്യോക്യ ഉയർത്തി. അതുപോലെ ജെറുസലേമിന്റെ സ്ഥാനത്ത് ജെറുസലേം AD 70 തകർക്കപ്പെട്ടതിന് ശേഷം പുതിയൊരു പട്ടണം ഉയർത്തപ്പെട്ടു, ആലിയ എന്ന് പറഞ്ഞ ഒരു പട്ടണം. ആ പട്ടണം ജെറുസലേം, പരമ്പരാഗത ജെറുസലേമിന് അവരെ ഉയർത്തി. അതിനുശേഷം AD 690, ഇപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ ഈ നൈസിൻ കൗൺസിൽ നടക്കുന്നതിനൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കോൺസ്റ്റന്റിനോപ്പിൾ ചക്രവർത്തി മാനസാന്തരപ്പെട്ട് AD 312 കിങ് കോൺസ്റ്റന്റൈൻ മാനസാന്തരപ്പെട്ടു. 311 എഡിക്റ്റ് ഓഫ് മീലാൻ പ്രഖ്യാപിച്ചു. അതോടുകൂടെ സഭയ്ക്ക് എന്താ പറയാ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. 324 ആയപ്പോഴത്തേക്ക് ചക്രവർത്തി റോമൻ പട്ടണം വിട്ടുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് തന്റെ ആസ്ഥാനം ഉറപ്പിക്കാൻ തീരുമാനിച്ചു. അത് അങ്ങനെ അദ്ദേഹം 324 തന്നെ ബൈസന്റൈൻ എന്ന് പറഞ്ഞ അന്നത്തെ പട്ടണം, ഇതായി നിലവിൽ ഇന്നുള്ള ഇസ്താംബൂൾ, തന്റെ ആസ്ഥാനം മാറ്റാൻ തീരുമാനിച്ചു. അതിനിടയിൽ 325 സഭയ്ക്കകത്ത് വലിയ തർക്കമുണ്ടായി. റോമൻ സാമ്രാജ്യത്തെ തന്നെ ഡിവൈഡ് ചെയ്യും ജനത്തിന്റെ ഈ സഭയ്ക്കകത്തുള്ള തർക്കം വന്നതുകൊണ്ട് ചക്രവർത്തിയുടെ നേരെ നൈസിൻ കൗൺസിൽ വിളിച്ചുകൂട്ടി. ചക്രവർത്തി പറഞ്ഞു, നിങ്ങളുടെ ഇടയിലെ തർക്കം നിങ്ങൾ കൗൺസിൽ കൂടി ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് നൈസിൻ കൗൺസിൽ കൂടിയതും ആര്യനിസം എന്ന പാഷണ്ഡതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള വാദത്തിനെതിരെ സഭ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അത് 330 ചക്രവർത്തി റോം വിട്ടുപോയി കോൺസ്റ്റന്റിനോപ്പിൾ എന്ന പട്ടണത്തിലേക്ക് വന്നു. കോൺസ്റ്റന്റിനോപ്പിൾ ന്യൂ റോം എന്നറിയപ്പെട്ടു. രാജകീയ ആസ്ഥാനമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ AD 690 കൗൺസിൽ ഓഫ് ട്രൂൾ ആയപ്പോഴത്തേക്കും സഭയുടെ സ്ട്രക്ചർ, ഹൈറാർക്കൽ സ്ട്രക്ചർ ഈ തരത്തിൽ മാറി. 1 റോം, 2 കോൺസ്റ്റന്റിനോപ്പിൾ, 3 അലക്സാണ്ട്രിയ, 4 അന്ത്യോക്ക്, 5 ജെറുസലേം. അപ്പോ അങ്ങനെ പരമ്പരാഗത സഭയുടെ 5 ആസ്ഥാനം 7-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും വന്നിട്ടുണ്ട്. റോം, കോൺസ്റ്റന്റിനോപ്പിൾ, അലക്സാണ്ട്രിയ, അന്ത്യോക്ക്, അതുപോലെ തന്നെ ജെറുസലേം. അങ്ങനെ 5 പാട്രിയാർക്ക് മുതൽ മെട്രോപൊളിറ്റൻ സംഭവത്തിലേക്ക് സഭയുടെ ആസ്ഥാന മേഖലകൾ. അതിൽ മറ്റു സ്ഥലങ്ങളിൽ ബിഷപ്പ്മാരതൊന്നും ഇല്ലാന്നല്ല. മറ്റു ഉദാഹരണം പറഞ്ഞാൽ എഡേസയിൽ നിന്ന് ബിഷപ്പ് നൈസിൻ കൗൺസിൽ പങ്കെടുത്ത കൃത്യം രേഖയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയെയും ചർച്ച് ഓഫ് ദി ഈസ്റ്റിനെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് ബിഷപ്പ് നൈസിൻ കൗൺസിൽ പങ്കെടുത്തായിട്ട് നൈസിൻ കൗൺസിൽ അറ്റൻഡ് ചെയ്ത ബിഷപ്പ്മാരുടെ ലിസ്റ്റ് റോമൻ ഗവൺമെന്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഡോക്യുമെന്റഡ് ആണ്. അതിനകത്ത് എഴുതി വന്ന ആളുകളുടെ പേരുകളെല്ലാം. അപ്പൊ ഇന്ത്യയെയും ചർച്ച് ഓഫ് ദി ഈസ്റ്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, പേർഷ്യൻ സഭയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ബിഷപ്പ് പങ്കെടുത്തായിട്ടും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടാൻ പറയാണ്. ആദ്യ നൂറ്റാണ്ടിൽ അന്ത്യോക്യ സഭ പ്രധാനപ്പെട്ട ഒന്നല്ലെങ്കിൽ 3-ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 4-ാം സ്ഥാനത്തുള്ള സഭയായിട്ട് ഒരു 4-ാം നൂറ്റാണ്ട് മുതലുള്ള കാലഘട്ടം മുതലേ അന്ത്യോക്യ സഭ വന്നു. ആദ്യം 3-ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു, പിന്നീട് 4-ാം സ്ഥാനത്തേക്ക് ഹൈറാർക്കി സ്ട്രക്ചർ അനുസരിച്ച് മാറ്റപ്പെട്ടു. എങ്കിലും സഭയുടെ കാലഘട്ടത്തിൽ 2 പ്രധാന സ്കൂൾ ഓഫ് തോട്ടുകൾ ഉണ്ടായിരുന്നേ. ഒന്ന്, അതായത് ആത്മീയമായിട്ട് ചിന്തകളുടെ മേഖലകളിൽ ദൈവശാസ്ത്രമായ വിഷയങ്ങളിൽ 2 പ്രധാനപ്പെട്ട സ്കൂളുകൾ ഉണ്ടായ. ഒന്ന് അലക്സാണ്ട്രിയ ആസ്ഥാനമായിട്ടുള്ള സ്കൂള്, 2 അന്ത്യോക്യ ആസ്ഥാനമായിട്ടുള്ള സ്കൂള്. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞേക്കാൻ മുമ്പ് ഒരു ചെറിയ കാര്യമായിട്ട് ഫസ്റ്റ് സെഞ്ചുറിയോടുമായിട്ട് നമ്മൾ ഈ എന്തുകൊണ്ടാണ് ഈ സഭയുടെ വിഭജനം ഉണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമല്ല. ഈ കുൽസിന്തോസ് സുനോദോസിൽ സത്യവിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു എന്നൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളെ സഭയിൽ എപ്രകാരമാണ് ഈ പാഷണ്ഡതകൾ ഉണ്ടായേ, അല്ലെങ്കിൽ ഈ കുൽസിന്തോസ് സുനോദോസ് കൂടാനുള്ള സാഹചര്യം എന്താന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സഭയിലെ ഏറ്റവും ആദ്യം വന്ന പ്രധാനപ്പെട്ട ഒരു അനേകം പാഷണ്ഡത പല കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. എങ്കിലും ഏറ്റവും ആദ്യം വന്ന ഒരു പ്രധാനപ്പെട്ട പാഷണ്ഡതയായിരുന്നു ആര്യനിസം. ഈ ആര്യനിസം എന്ന പാഷണ്ഡതയിലൂടെ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പൊതു അറിവിന് വേണ്ടി നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് ആര്യനിസം. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ആര്യൂസ് എന്ന് പറഞ്ഞ ഈ അലക്സാണ്ട്രിയയിൽ ഉണ്ടായിരുന്ന ഒരു വൈദികൻ, ഒരു കത്തനാരോ അച്ഛൻ, അദ്ദേഹം വാദിക്കാൻ തുടങ്ങി യേശുക്രിസ്തു പിതാവിനോടൊപ്പമുള്ള കോൺസെപ്ഷൻഷ്യൽ ആയ ഒരാളല്ല, പിതാവിനോട് തുല്യതയുള്ള ആളല്ല, പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പിതാവിന് കീഴിലുള്ള ഒരു എൻറ്റിറ്റി എന്ന അർത്ഥത്തിലാണ് ഈ ആര്യൂസ് എന്ന് പറഞ്ഞ ഒരു അച്ഛൻ വാദിക്കാൻ തുടങ്ങി. ആ വാദം ഈ പറഞ്ഞ അലക്സാണ്ട്രിയ സഭയിലെ മുഴുവൻ പിടിച്ചെടുത്തു. ആ ഒരു ഘട്ടത്തിൽ ആ സഭ തന്നെ നിയന്ത്രിക്കുന്നവരായി മാറി. അപ്പോഴാണ് അത്തനീഷ്യസിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ ശക്തമായ വാദം വന്നു. ഇത് സഭയുടെ കൗൺസിൽ കൂടി ആ രാജ്യം തന്നെ ഡിവൈഡ് ചെയ്യേണ്ട സ്റ്റേജ് വന്നു. സഭയുടെ കൗൺസിൽ കൂടി തീരുമാനിക്കേണ്ട സ്റ്റേജ് വന്നു. അങ്ങനെയാണ് രാജ്യത്തെ ഡിവൈഡ് ചെയ്യപ്പെടും. കാരണം അന്ന് ചർച്ചും സ്റ്റേറ്റും ഒരുപോലെ മുന്നോട്ട് പോയിക്കൊണ്ട കാലത്ത് റോമൻ ഗവൺമെന്റ് ദൂരത്തിരുന്ന് ഈജിപ്തിനെയും കൂടി അടക്കം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈജിപ്തും അങ്ങനെ ഈ വൈഡർ ടെറിട്ടറി ഭരിക്കുമ്പോൾ ഈ ഡിവിഷൻ തന്റെ രാജ്യത്തിന്റെ സ്വസ്ഥതയ്ക്ക് തടസ്സം വരാം എന്ന് വിചാരിച്ചുകൊണ്ട് ചക്രവർത്തി കൗൺസിലിൽ നിങ്ങൾ കൂടി നിങ്ങളുടെ കാര്യം തീരുമാനിക്കുക, ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തർക്കം ഒഴിവാക്കുക എന്ന അർത്ഥത്തിൽ വിളിച്ചു കൂട്ടിയതും ആര്യനിസം എന്ന പാഷണ്ഡതയ്ക്കെതിരായിട്ടാണ് ആദ്യത്തെ കൗൺസില് കൂടിയത്. അത് നൈസിൻ കൗൺസിൽ പ്രധാനമായിട്ട്, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതിന്റെ പ്രൈം ഫോക്കസ് ആയിട്ട് വന്നത് യേശു ക്രിസ്തുവിന് പിതാവിനോട് കൂടെ തുല്യത ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. അതായത് കോ എസെൻഷ്യൽ വിത്ത് ദ ഫാദർ എന്ന അർത്ഥത്തിലല്ല. അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് നൈസിൻ കൗൺസിൽ ക്രീഡിലൂടെയൊക്കെ പിതാവിനോട് തുല്യനായ ഒരു വ്യക്തിയായിട്ടാണ് നൈസിൻ കൗൺസിൽ ക്രീഡിലൂടെ അത് വാദിക്കപ്പെടുന്നത്.
രണ്ടാമത് ഈ ആര്യനിസം രണ്ടാമത് സഭയുടെ ഒരു കൗൺസിൽ 325 ഈ പറഞ്ഞ നൈസിൻ കൗൺസിൽ നടന്നത്. 381 ആയപ്പോഴത്തേക്കും കോൺസ്റ്റന്റിനോപ്പിളിലുള്ള ഒന്നാമത്തെ കൗൺസിൽ കൂടി. അവിടെയും മറ്റൊരു വാദം ഇതുപോലെ തന്നെ സഭയ്ക്കകത്ത് വന്നു. ഒന്ന് ആര്യനിസം, അപ്പോഴും അതിന്റെ എലമെന്റ് അവിടെ ശക്തമായിട്ടുണ്ട്, അതിനെതിരെ വന്നു. രണ്ട്, അപ്പോളിനാരിസം എന്ന് പറഞ്ഞ ഒരു ആശയം, അത് ലൗദീക്ക എന്നൊരു നിലവിലുള്ള സിറിയയിലുള്ള ഒരു ബിഷപ്പാണ്. ലൗദീക്കയിലെ ബിഷപ്പ് അപ്പോളിനാരിയസ് എന്ന് പറഞ്ഞ ബിഷപ്പാണ്. അദ്ദേഹം ടീച്ച് ചെയ്യാൻ തുടങ്ങി യേശുക്രിസ്തുവിന് ഒരു ഹ്യൂമൻ ബോഡി ഉണ്ട്, ഒരു സെൻസിറ്റീവ് ഹ്യൂമൻ സോൾ ഉണ്ടെങ്കിലും ഒരു ദൈവിക മനസ്സുള്ള ഡിവൈൻ മൈൻഡാ ഉള്ളത്. അത് നമ്മുടെ മാനുഷികമായ റാഷണൽ ഹ്യൂമൻ മൈൻഡ് അല്ല, എല്ലാ കാര്യം ദൈവം കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈൻ മൈൻഡാണ്. അപ്പൊ യേശുവിന് ഹ്യൂമൻ ബോഡിയും ഹ്യൂമൻ സോളൊക്കെ ഉണ്ടെങ്കിലും യേശുവിന്റെ മൈൻഡ് ഡിവൈൻ ആയിട്ടുള്ള കംപ്ലീറ്റ് ദൈവത്വം ഒരു വിഘ്ന ആര്യനുസ് വാദത്തിന് എതിരായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന വാദമാണ്. പക്ഷെ അതിന്റെ തന്നെ ഒരു എക്സ്ട്രീം ലെവലിൽ പോയതോടി സഭ അതിനെ അഡ്രസ് ചെയ്യേണ്ടി വന്നു. അത് തെറ്റാന്ന് സഭ പഠിപ്പിച്ചു. കാരണം പാപം ഒഴികെ എല്ലാ കാര്യം നമുക്ക് സദൃശ്യന യേശുക്രിസ്തു. അപ്പൊ സഭയിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പാഷണ്ഡതയായിരുന്നു ഈ അപ്പോളിനാരിസം എന്ന സംഭവം. അതിനൊക്കെ എതിരായിട്ടാണ് ഈ കോൺസ്റ്റന്റിനോപ്പിൾ ഒന്നാമത്തെ കൗൺസിലൂടെ സഭ തീരുമാനിച്ചു. അപ്പൊ അവിടെ ഇവിടെ പറയാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു കൗൺസിൽ കൂടുന്ന സമയത്തൊക്കെ സഭ കൂടുമ്പോഴൊക്കെ സഭയുടെ പ്രധാനപ്പെട്ട ബിഷപ്പ്മാരെല്ലാവരും ഒരുമിച്ച് കൂടുന്നു. ഈ കൗൺസിലുകളൊന്നും യാക്കോബേ സഭയുടെ റെപ്രസെന്റേറ്റീവ് ആരുമില്ല. ഇപ്പൊ നൈസിൻ കൗൺസിൽ കൂടുമ്പോഴും, നൈസിൻ കൗൺസിൽ കൂടുന്ന സമയത്ത് ഇന്ത്യനെ പേർഷ്യനെ റെപ്രസെന്റേറ്റ് ഒരു ബിഷപ്പുണ്ട്, എഡേസേനെ റെപ്രസെന്റേറ്റ് ചെയ്ത് എഡേസയിലെ ബിഷപ്പ് അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴൊക്കെ യാക്കോബേ സഭയുടെ ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ പങ്കെടുത്തിട്ടില്ല. അന്ത്യോക്യൻ സഭയുടെ ബിഷപ്പ് ഉണ്ട്. അന്ത്യോക്യൻ സഭ ഒരു യാക്കോബേ സഭ രണ്ടാണെന്നുള്ള തെളിവ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അടുത്ത സമയത്ത് നിങ്ങൾക്ക് അല്പസമയത്തിന് ബെഞ്ചിബ്രദർ കൃത്യമായിട്ട് പറയും, ചേച്ചിയും പറഞ്ഞോളൂ, ഞാനും കൂടി പറയാം. അപ്പോ ഇവിടെ ഈ രണ്ടാമത്തെ കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിൽ നടക്കുമ്പോഴും അവിടെയും യാക്കോബേ സഭയില്ല. ആര്യനിസം എന്ന പാഷണ്ഡതയ്ക്ക് എതിരായിട്ട് അതിശക്തമായിട്ട് പഠനം കൊണ്ടു. അതുപോലെ അപ്പോളിനാരിസം എന്ന പാഷണ്ഡയ്ക്ക് വന്നു. മൂന്നാമതായി ആ കാലഘട്ടം ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടി വർഷം കൂടി കഴിയുമ്പോൾ സഭയിൽ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പാഷണ്ഡത ഉദിച്ചുയർന്നു വന്നു. അതാണ് നെസ്റ്റോറിസം. നിങ്ങളിപ്പോ മൂന്നാമത്തെ, ഞാൻ ഒരുപാട് പാഷണ്ഡത വന്നിട്ട് അതിന്റെ ഏറ്റവും ക്രീം നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഈ നെസ്റ്റോറിയസത്തിന്റെ ടീച്ചിങ് അനുസരിച്ച് യേശുക്രിസ്തുവിന് എന്ന് പറഞ്ഞുള്ള ഒരു ദൈവിക വ്യക്തിയുണ്ട്, മാനുഷിക വ്യക്തിയുണ്ട്. ഈ മാനുഷിക വ്യക്തിയുടെ അമ്മയാണ് മറിയം. അപ്പൊ യേശുവിലുള്ള ഒരു ദൈവിക വ്യക്തിയുണ്ട്, മാനുഷിക വ്യക്തി. അപ്പൊ അതിനകത്ത് യേശു രണ്ട് വ്യക്തിത്വത്തോട് കൂടി ചേർന്ന ഒരു ഷിബു പിടികളൊക്കെ പലപ്പോഴും കത്തോലിക്കരെ കളിയാക്കിയ ഷിബുവിന് യാതൊരു ഈ വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് പുള്ളി വിളിച്ചു പറയുന്ന കാര്യമുണ്ട്, ഈ അന്യൻ പോലെ. അതായത് ഈ മാനുഷ്യ വ്യക്തിയും ദൈവ വ്യക്തിയും ഉണ്ട്, അതിനകത്ത് മാനുഷ്യ വ്യക്തിയുടെ മാത്രം ആദാവുള്ളൂ യേശു. അപ്പൊ യേശുവിനെ രണ്ട് വ്യത്യസ്ത വ്യക്തികളായിട്ട്, രണ്ട് വ്യത്യസ്ത വ്യക്തികളുണ്ട് യേശുവിൽ ഉണ്ട്. അതായത് ഒരു ദൈവത്തിന്റെ ഒരു വ്യക്തിയുണ്ട്, മാനുഷ്യ വ്യക്തിയുണ്ട്. അതിങ്ങനെ അതിനകത്ത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണു എന്നുള്ള അർത്ഥത്തിലാണ് നെസ്റ്റോറിസം ലളിതമായിട്ട് മനസ്സിലാക്കാൻ സമ്മറൈസ് ചെയ്ത് പറയുന്നതാണ്. ആ ഒരു തലത്തിൽ പഠനം വന്നു കഴിഞ്ഞപ്പോൾ അതും സഭയ്ക്കെതിരെ പാഷണ്ഡയായിട്ട് വന്നു. അതിനെതിരെ സഭ ശക്തമായിട്ടൊരു തീരുമാനമായിരുന്നു. എഫേസ്യസ് കൗൺസിൽ ദൈവമാതാവാണെന്ന് പറയുന്നത് അതിന്റെ അൾട്ടിമേറ്റ് തിയോടോക്കസ് എന്ന പദത്തിലൂടെ സഭ അവിടെ പഠിപ്പിക്കാനുള്ള കാരണം, അവിടെ യേശു മറിയത്തിന്റെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ പരിപൂർണ ദൈവമാണ്, പരിപൂർണ മനുഷ്യനുമാണ്. ഈ ഹ്യൂമാനിറ്റിയും ഡിവിനിറ്റിയും ഒരിക്കലും ഇൻസെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും മിങ്കിൾ ചെയ്യുന്നതല്ല. പരിപൂർണമായിട്ട് മിക്സപ്പ് ആയിട്ടിരിക്കുന്നു. രണ്ടും വേർതിരിക്കപ്പെടാത്ത വണ്ണം ഹ്യൂമാനിറ്റിയും ദൈവിക വ്യക്തിത്വത്തിന്റെയും പരിപൂർണത യേശുക്രിസ്തുവിൽ കുടികൊള്ളുന്നു. മാനുഷികതയുടെയും ദൈവികതയുടെയും കുറെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷിക വ്യക്തിത്വം, പേഴ്സൺ, അവിടെ ശരിക്കും അവിടെ ഉപയോഗിച്ചത് കുറെ കൂടി അതിന്റെ ക്രീം ഭാഗം കൊണ്ടുവന്നത് സിറിൽ അലക്സാണ്ട്രിയ സഭയിലെ അന്നത്തെ പാത്രീന സിറിൽ ഓഫ് അലക്സാണ്ട്രിയാണ്. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന വാദം സിറിൽ ഓഫ് അലക്സാണ്ട്രിയ കൊണ്ടുവന്ന, ഒരു മിനിറ്റ് ജസ്റ്റ് ആ വാദം, സിറിൽ ഓഫ് അലക്സാണ്ട്രിയ കൊണ്ടുവന്ന വാദം ഇപ്രകാരമാണ്: ദർ ഇസ് ഓൺലി വൺ ഫിസിസ്. ഫിസിസ് എന്ന് പറഞ്ഞ പേഴ്സൺ, ലാറ്റിനിൽ അതൊരു പേഴ്സോന എന്ന് പറയും, ഇംഗ്ലീഷിൽ നമുക്ക് പേഴ്സൺ എന്ന് പറയും. ദർ ഇസ് ഓൺലി വൺ ഫിസിസ് സിൻസ് ഇറ്റ് ഈസ് ദ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് ദ വേർഡ്. അപ്പൊ യേശുവിൽ ഒരു ഫിസിസ്, ഒരു പേഴ്സൺ മാത്രമേ ഉള്ളൂ. അതായത് ദൈവിക വ്യക്തിത്വവും മാനുഷിക പേഴ്സണും രണ്ടും ഒന്നായിട്ട് ഒരു സമയം ഒരു വ്യക്തിയിൽ ഒരുമിച്ച് നിൽക്കുന്നു. പേഴ്സൺ, വ്യക്തിത്വം, പേഴ്സോണ, പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ വ്യക്തി, പേഴ്സണാലിറ്റി അല്ല, പേഴ്സൺ, വ്യക്തി, രണ്ടും ഒരുമിച്ച് ദൈവിക പേഴ്സണും മാനുഷിക പേഴ്സണും യേശു എന്ന സിംഗിൾ പേഴ്സണിൽ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പഠിപ്പിച്ചു. സഭ അത് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. ഇങ്ങനെ സഭ മുന്നോട്ട് പോകുന്ന കാലം അവിടെയും യാക്കോബേ സഭയല്ല, അവിടെ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ ടീച്ചിങ്ങിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സഭ നൈസിൻ കൗൺസിൽ അസന്നിഗ്ധമായിട്ട് നൈസിൻ അല്ല, എഫേസ്യസ് കൗൺസിൽ പ്രഖ്യാപിച്ചു. അവിടെയും ക്ലാരിറ്റി വരുത്തി. പിന്നീട് ഈ പറഞ്ഞ നെസ്റ്റോറിയസിനെതിരായിട്ട് മറ്റൊരു ശക്തമായൊരു വാദഗതി ഉയർന്നു വന്നായിരുന്നു. അതിന്റെ പേര് എന്റെ മെമ്മറിയിലുണ്ട് കേട്ടോ, ഞാൻ ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തോട്ടെ.
യൂറ്റിക്കാറ്റിസം എന്ന് പറഞ്ഞ വാദ. യെസ്, യൂറ്റിക്കാറ്റിസം. അവിടെ എങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഈ പഠിപ്പിച്ചു പോണ കുറേ കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സിറിൽ ഓഫ് അലക്സാണ്ട്രിയയുടെ പഠിപ്പിച്ചു യേശുവിൽ ഒരൊറ്റ ഫിസൻ പേഴ്സോണ എന്ന ലാറ്റിലും അതിനകത്ത് ദൈവിക പേഴ്സണും മനുഷ്യ ഇതും ഒരുമിച്ച് മിക്സപ്പ് ഇടകരയാതെ ഒരിക്കലും ഇത് ചെയ്യാതെ മിങ്കിളാവാതെ ഒരുപോലെ പരിപൂർണ്ണം നിൽക്കുമ്പോ കുറെ വ്യക്തികൾ ഈ പേഴ്സൺ ഫിസിസ് എന്ന വാക്കിനെ നാച്ചുറ എന്ന ഗ്രീക്ക് വാക്കായിട്ട് ചേർത്ത് വായിക്കാൻ തുടങ്ങി. അതായത് ദൈവിക പ്രകൃതി. നാച്ചുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കുന്ന നേച്ചർ. നാച്ചുറ എന്നുള്ളത് ഗ്രീക്കിലാണ്, നാച്ചുറ നമുക്ക് നേച്ചർ. അപ്പോ പേഴ്സൺ എന്നതിനെ മറ്റു കുറച്ച് വ്യക്തികൾ അതിന് തെറ്റായിട്ട് ഈ പറഞ്ഞ നെസ്റ്റോറിയസിനെതിരെ വാദിച്ചു വന്നവരാണ് യേശുവിന് ഈ നാച്ചുറ പ്രകൃതിയുണ്ട്, ഒരൊറ്റ പ്രകൃതി മാത്രമേ ഉള്ളൂ എന്ന, അല്ലെങ്കിൽ ഒരു മാനുഷിക പ്രകൃതി അല്ലെങ്കിൽ ദൈവിക പ്രകൃതി മാത്രമേ ഉള്ളൂ, മാനുഷ്യ പ്രകൃതിനെ ദൈവിക പ്രകൃതി പൂർണ്ണമായിട്ട് വിഴുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാദം. അതാണ് ഇന്ന് പറയുന്ന നമ്മൾ മോണോഫൈസിസം എന്ന് പറയുന്ന വാദം ശക്തമായിട്ട് കൊണ്ടുവന്നു. അവിടെയാണ് കാൽസിഡോണിയൻ കൗൺസിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞത് യേശുവിൽ ഒരു ഫിസിക്സ് മാത്രമേ ഉള്ളൂ, അതായത് ഒരു പേഴ്സൺ മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യക്തിയിൽ ദൈവിക സ്വഭാവമുണ്ട്, നേച്ചർ, ദൈവിക പ്രകൃതിയുണ്ട്, മാനുഷിക പ്രകൃതിയുണ്ട്. പക്ഷെ ഈ രണ്ട് പ്രകൃതിയും പരസ്പരം മിക്സപ്പ് ചെയ്യുന്നില്ല, പരസ്പരം കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നില്ല, മറ്റൊരു തരത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാൽസിഡോണിയൻ കൗൺസിൽ ശക്തമായിട്ട് അതിനെതിരെ തീരുമാനം ഉണ്ടായി. കാൽസിഡോണിയൻ കൗൺസിൽ ഡിഗ്രിയിൽ ഈ പ്രധാനപ്പെട്ട എല്ലാ ഹെറസീനെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയുന്നത്, ഒരു സമയപരിമിതി ഉള്ളതൊന്നും ഇപ്പൊ നമുക്ക് വായിക്കുന്നില്ല, എങ്കിലും ജസ്റ്റ് പ്രധാനപ്പെട്ട ആര്യനിസത്തിനെതിരെ കോ എസെൻഷ്യൽ വിത്ത് ദ ഫാദർ എന്ന് അസന്നിഗ്ധമായിട്ട് കാൽസിഡോണിയൻ കൗൺസിലിന്റെ വിശ്വാസ പ്രമാണത്തെ അവർ ഏറ്റു പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോളിനാനിസത്തിനെതിരായിട്ട് കോ എസെൻഷ്യൽ വിത്ത് നമ്മളെ പോലെ കോ എസെൻഷ്യൽ വിത്ത് ദ ഫാദർ ആൻഡ് കോ എസെൻഷ്യൽ വിത്ത് അസ്, നമ്മളെ പോലെ തന്നെ ഫാദർക്ക് കോ എസെൻഷ്യൽ വിത്ത് ദ ഫാദർ എന്ന് പറഞ്ഞ ആര്യനിസത്തിനെതിരെ പറഞ്ഞു, കോ എസെൻഷ്യൽ വിത്ത് അസ് എന്ന് പറഞ്ഞ അപ്പോളിനാരിസത്തിനെതിരെ പറഞ്ഞു. അതുപോലെ തന്നെ നെസ്റ്റോറിസിനെതിരെ തിയോടോക്കസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യുക്കറ്റിസത്തിനെതിരെ യേശുവിന് രണ്ട് പ്രകൃതിയുണ്ട്, അൺകൺഫ്യൂസ്ഡ്ലി, അൺചേഞ്ചബിളി, ഇൻഡിവിജ്വലി, ഇൻസെപ്പറേറ്റബിളി. അതായത് ഒരിക്കലും ഇത് മിക്സപ്പ് ആവുകയോ ഇതായിട്ട് നിൽക്കാതെ തന്നെ എന്നാൽ യേശു രണ്ട് പ്രകൃതി ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് അലക്സാണ്ട്രിയയിലെ സഭ ഈ അപ്പസ്തോലിക സഭകൾക്കെതിരെ മറ്റെല്ലാ സഭകൾക്കെതിരെ മത്സരിച്ചുകൊണ്ട് അല്ല യേശുവിൽ ഒരു പ്രകൃതി മാത്രം ഉള്ളൂ. അന്ന് അവർ ആദ്യം വാദിച്ചത്, മിക്കവാറും ജെ ബെഞ്ചിം അത് കൃത്യമായിട്ട് പറയും, ആദ്യം അന്നത്തെ സഭ വാദിച്ചത്, അലക്സാണ്ടർ സഭ വാദിച്ചത് യേശുവിന്റെ മാനുഷ്യ പ്രകൃതിനെ ദൈവിക പ്രകൃതി വിഴുങ്ങി മോണോഫൈസിറ്റിസം എന്ന വാദത്തിലേക്ക് അവർ പോയ യുക്തിക്കാനിസം എന്ന വാദത്തിന്റെ അതേ ശൈലി അത് തന്നെ അങ്ങനെ എടുത്തുകൊണ്ട് അലക്സാണ്ട്രിയ സഭ മറ്റുള്ള നിലവിലുണ്ടായിരുന്ന അന്ത്യോക്യൻ സഭയ്ക്കോടും കോൺസ്റ്റന്റിനോപ്പിൾ സഭയോടും റോമിലെ സഭയോടും ജെറൂസലേമിലെ സഭയോടും കലഹിച്ച് സഭകളുടെ കൂട്ടായ്മയിൽ നിന്ന് പിൻവാങ്ങി. പിന്നീട് അവരൊരൊറ്റ കൗൺസിലും അലക്സാണ്ട്രിയയിലെ സഭ വിളിച്ചു കൂട്ടിയില്ല. തുടർന്ന് എഫേസസ് കൗൺസിലിന് ശേഷം തുടർന്നും സഭയുടെ കൗൺസിലുകൾ മുന്നോട്ട് പോയി. കോൺസ്റ്റന്റിനോപ്പിളിൽ തന്നെ വീണ്ടും കാൽസിഡോണിയൻ കൗൺസിലിന് ശേഷം കോൺസ്റ്റന്റിനോപ്പിളിൽ തന്നെ രണ്ടും, കോൺസ്റ്റന്റിനോപ്പിളിലെ മൂന്നാമത്തെ കൗൺസിൽ, അതുപോലെ നൈസിയയിലെ രണ്ടാമത്തെ കൗൺസിലൊക്കെ മറ്റ് സഭകളെല്ലാം, അതായത് കോൺസ്റ്റന്റിനോപ്പിളിലെ സഭയും അന്ത്യോക്യയിലെ സഭയും റോമിലെ സഭയും എല്ലാം ഒരുമിച്ച് പോകുമ്പോൾ ഒരേ ഒരു സഭ മാത്രം ഇതിനോട് മറുതലിച്ചു പോയി. ആ സഭയുടെ പേര് അലക്സാണ്ട്രിയൻ സഭയാണ്. അവർ പോയി യേശുവിന്റെ ഒരു വാക്കുണ്ട്, ഈശോ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കപ്പെടും. ഈ സഭ ചിതറിക്കപ്പെട്ട സ്റ്റേജിലേക്ക് പോയി. ആ സഭ അതിനുശേഷം ഒരു കൗൺസിൽ പോലും ഈ സഭയ്ക്ക് വിളിച്ചു ചേർക്കാൻ പറ്റില്ല. സഭ അവിടെ അവരെ പ്രാദേശിക കൗൺസിൽ കൊടുത്തു, ഒരു എന്താ പറയാ സാർവത്രിക കൗൺസിൽ ഈ സഭയ്ക്ക് വിളിച്ചു കൂട്ടാൻ പറ്റിയില്ല. എന്തുകൊണ്ടാ? സാർവത്രിക സഭയിൽ നിന്ന് ഇവര് സ്വയം പുറത്തുപോയി. ഈ സഭ, ആ വെറുപ്പ് സൂക്ഷിച്ച സഭ തുടർന്ന് എന്താ പറയാ അന്ത്യോക്യയിലെ സഭേനെയും കോൺസ്റ്റന്റിനോപ്പിളിലെ സഭയിലെ റോമിലെ സഭേനെ തകർക്കാൻ വേണ്ടി എല്ലാ വഴിക്കും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് യാക്കോബേ സഭേനെ കാണാൻ പറ്റുന്നത്. ഒരിക്കലും മനസ്സിലാക്കുക, മൊത്തത്തിലുള്ള ആകമാന സഭയിൽ നിന്ന് അലക്സാണ്ട്രിയയിലെ സഭ മാത്രം കലഹിച്ച് പിന്തിരിഞ്ഞ് അടിയുണ്ടാക്കി പിരിഞ്ഞുപോയി മറ്റു സഭകളുമായിട്ടുള്ള കൗൺസിലിൽ കൂടുന്നു ചേരാതെ നിന്ന അലക്സാണ്ട്രിയയിലെ സഭ, ആ സഭയ്ക്ക് ഈ മറ്റു സഭകളോടുള്ള വെറുപ്പാണ് ഈ പറഞ്ഞ യാക്കോബേ സഭയുടെ സൃഷ്ടിയിലേക്ക് നയിക്കപ്പെട്ട ഒരു ഘടകം. അത് മനസ്സിലാക്കണമെങ്കിൽ അലക്സാണ്ട്രിയയിലെ സഭ ഇവര് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവര് മുസ്ലിം എങ്ങനെയാണ് ഈജിപ്തിൽ വന്നത്. അലക്സാണ്ട്രിയ സഭ റോമ സാമ്രാജ്യത്തെ ദുർബലപ്പെടുത്തുക, ആ ദുർബലപ്പെടുത്തുക വഴി കോൺസ്റ്റന്റിനോപ്പിളിലെ സഭേനെ തകർക്കാൻ പറ്റും എന്നതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം മതത്തെ അവരവിടേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന. ലോകത്ത് ഇസ്ലാം മതം വാളെടുക്കാതെ കീഴ്പ്പെടുത്തിയ ഒരേ ഒരു രാജ്യം ഈജിപ്റ്റാ. ഇന്ന് ഈജിപ്തിൽ 90% മുസ്ലിങ്ങളുള്ള, 100% ക്രിസ്ത്യൻ രാജ്യമായിരുന്ന ഈജിപ്റ്റ് 90% മുസ്ലിമുള്ള രാജ്യമായി മാറി. ക്രിസ്ത്യൻസ് 10% താന്നുപോയി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
കോൺസ്റ്റന്റോപ്പിളിലെ സഭേനെയും അന്ത്യോക്യയിലെ സഭേനെ ദുർബലപ്പെടുത്താൻ വേണ്ടി കാരണം റോമൻ ഗവൺമെന്റ് കോൺസ്റ്റന്റോപ്പിൾ ആസ്ഥാനമായിട്ടുള്ള ആ സഭയ്ക്ക് പ്രാബല്യത്വമുണ്ട്, രണ്ടാം സ്ഥാനത്തുണ്ട്. ആ സഭേനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ആ രാജ്യത്തെ തന്നെ റോമാ സാമ്രാജ്യത്തെ തന്നെ ഡിവൈഡ് ചെയ്യിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ അങ്ങോട്ട് ഇവർ ഇൻവൈറ്റ് ചെയ്തു. മുസ്ലിങ്ങൾ കുറെ നാൾ ഇവരുടെ കൂടെ സൗഹാർദ്ദത്തിലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ തനി സ്വഭാവം കാണിച്ചു. അതുപോലെ തന്നെ ആദ്യഘട്ടങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചു, അലക്സാണ്ട്രിയയിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, അന്ത്യോക്യയിൽ മറ്റൊരു സ്കൂളുണ്ട്. ഈ രണ്ട് സ്കൂളുകൾ തമ്മിൽ ആശയപരമായിട്ട് ഭിന്നത ഉണ്ടായിരുന്നത്. അപ്പോ ഡിയോഫൈസിറ്റിസം എന്ന യേശുവിൽ രണ്ട് പ്രകൃതികളുണ്ട്, രണ്ട് നേച്ചുറ ഉണ്ട്, രണ്ട് നേച്ചർ, അതായത് ഡിവൈൻ നേച്ചറും ഉണ്ട്, ഹ്യൂമൻ നേച്ചറും ഉണ്ട്. ഈ രണ്ടും ഒരിക്കലും മിക്സപ്പ് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യാതെ പെർഫെക്റ്റ് ആയി പോകുന്നു എന്ന ആ വാദത്തിനെതിരെ ശക്തമായിട്ട് അത് അന്ത്യോക്യൻ സ്കൂളിന്റെ തോട്ടായിരുന്നു. എന്നാൽ യേശുവിൽ ഒരു വ്യക്തിയും ഉണ്ട്, അതോടൊപ്പം ഒരു വ്യക്തിത്വം മാത്രമേ ഉള്ളൂ, പെർസോണ മാത്രമേ, നേച്ചർ മാത്രമേ ഉള്ളൂ. ഈ ഡിവൈൻ നേച്ചർ മാത്രം ഹ്യൂമൻ നേച്ചർ ആണെങ്കിലും അത് ഒരൊറ്റ ഇത് മാത്രമാണ്. ആ ഡിവൈൻ നേച്ചർ ഹ്യൂമൻ നേച്ചറിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മോണോഫൈസിറ്റിസം എന്ന സ്റ്റേജിലേക്ക് പോയി വാദിച്ചുകൊണ്ടിരുന്നത് അലക്സാണ്ട്രിയൻ സ്കൂളാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ BBC-യുടെ വെബ്സൈറ്റിൽ, റിലീജിയനെ കുറിച്ചുള്ള സൈറ്റിൽ BBC നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. റിലീജിയനെ കുറിച്ചുള്ള വെബ്സൈറ്റിൽ ഭാഗത്ത് നോക്കാൻ പറ്റും. അലക്സാണ്ട്രിയൻ ചർച്ചിനെ കുറിച്ച് നോക്കുമ്പോൾ അവർ കൃത്യമായിട്ടുണ്ട് ആ സഭ മോണോഫൈസിറ്റിസം ആയിരുന്നു. പിന്നീട് അവർ വിദഗ്ധമായിട്ട് തങ്ങളുടെ വാദം നിലനിൽക്കാതായതോടെ മിയാഫൈസിസം എന്ന മറ്റൊരു വാദം കൊണ്ടുവന്നിച്ചുകൊണ്ട് സ്വന്തം മുഖം രക്ഷിക്കുന്നതെന്ന് അവരുടെ വെബ്സൈറ്റിൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ പറഞ്ഞു വരുന്നത് ഈ സഭകളോടുള്ള വെറുപ്പ് മൂലം പിന്നീട് അന്ത്യോക്യൻ സഭയെ ദുർബലപ്പെടുത്തണം. ബെഞ്ചിബ്രോ ആ ഭാഗത്തേക്ക് പയ്യെ നിങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ബെഞ്ചിബ്രോ ഒക്കെ അന്ത്യോക്യൻ സഭയുടെ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി അത് വരും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയാണ് എന്തുകൊണ്ടാണ് ഈ യാക്കോബേ സഭ രൂപപ്പെടുന്നതും ഈ പറഞ്ഞ തിയഡോറ എന്ന സ്ത്രീ വരുന്നതിന്റെ ഭാഗമാണ്. എങ്കിൽ ബെഞ്ചിബ്രോ അല്ലെങ്കിൽ ജയജബ്രോ അതിന്റെ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു കൂടെ ഞാൻ പറഞ്ഞതിലെ ബാക്കി ഭാഗങ്ങളൂടെ കവർ ആക്കിയിട്ട് വേണമെങ്കിൽ ഈ അന്ത്യോക്യൻ സഭ എങ്ങനെ രൂപപ്പെട്ടെന്നുള്ള ഭാഗത്തേക്ക് പയ്യെ എത്തുമായിരിക്കും. നിങ്ങൾക്ക് ഒന്നും കൂടി അതിന്റെ ബാക്കിലേക്ക് പോയിട്ട് അതിനെ പറഞ്ഞതിന്റെ ഏതെങ്കിലും മേലെ ഒന്ന് കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാമോ? ചെറുതായിട്ട് ടച്ച് ചെയ്യാമെന്ന് പറഞ്ഞാല് ഞാൻ അധികം ദീർഘിപ്പിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി 500 600 കവർ ചെയ്യണമല്ലോ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതില് ജെജെ ബ്രോ മൈക്ക് അടുത്ത് വെച്ച് പറയണേ, കുറവാ വോളിയം കുറവ്, കേൾക്കണം അവർക്ക്. അതായത് ഇനി ഞാൻ അധികം പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ കേൾക്കുന്നുണ്ടോ? അപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. ഹലോ. അതായത് ഇനി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെഗ്മെന്റിൽ കവർ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇനി പോകുന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് സിറിൽ ഓഫ് അലക്സാൻഡ്രിയ പഠിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥ സത്യവിശ്വാസമാണ്. സിറിൽ ഓഫ് അലക്സാൻഡ്രിയ പല ഹെരസികളും കൗണ്ടർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇറ്റ് ഇസ് നോട്ട് ഓൺലി നെസ്റ്റോറിയനിസം. സിറിൽ ഓഫ് അലക്സാൻഡ്രിയ ആര്യനിസം കൗണ്ടർ ചെയ്തിട്ടുണ്ട്, പെലേജിയനിസം, അങ്ങനെ പല ഹെരസികളും കൗണ്ടർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്ന സിറിൽ ഓഫ് അലക്സാൻഡ്രിയ. സിറിൽ ഓഫ് അലക്സാൻഡ്രിയ എന്ന് പറയുന്നത് ഹീസ് നോൺ ഇൻ ദ കാത്തലിക് ചർച്ച് ആസ് ദ ഡോക്ടർ ഓഫ് എന്താ പറയാ ഡോക്ടർ ഓഫ് ഇൻകാർണേഷൻ. അതായത് ഈ ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ ഇൻകാർണേഷന് സംബന്ധമായി ഏറ്റവും ആധികാരികതയോട് സംസാരിച്ച ഒരു വലിയൊരു ദൈവശാസ്ത്രജ്ഞനാണ് സിറിൽ ഓഫ് അലക്സാൻഡ്രിയ. ആളുടെ സ്വഭാവത്തിന്റെ ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ വെരി ഷോർട്ട് ടെമ്പേർഡ് ആണ്. ചിലപ്പോൾ ആള് വെരി പ്രൂഡ് ആകാം, ചിലപ്പോൾ ആള് വളരെ ശാന്തനാകാം. പക്ഷെ ആള് ഈ പറയുന്ന ആളുടെ തിയോളജി, ആൾ എക്സ്പൗണ്ട് ചെയ്യുന്ന ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ഈ പറയുന്ന ടയഡോളജി, ട്രിനിറ്റിയുടെ ത്രിത്വശാസ്ത്രമായാലും ക്രിസ്തുശാസ്ത്രമായാലും അതൊക്കെ വളരെ സൂപ്പറാണ്, നല്ല ലാംഗ്വേജ് ആണ്. അപ്പൊ ഈ പറയുന്ന സിറിൽ ഓഫ് അലക്സാൻഡ്രിയ ഈ നെസ്റ്റോറിയനിസം കൗണ്ടർ ചെയ്യുമ്പോൾ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ യൂസ് ചെയ്ത ഒരു ടേം ഉണ്ട്, അപ്പോളിനാരിയൻ ഒരു ടേം ഉണ്ട്, വൺ നേച്ചർ. ഗ്രീക്ക് എങ്ങനെ പറഞ്ഞ നിയ ഫോസിസ് തിയോത്തോ ലോഗോ സെസാർ കൊമേനെ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഈ ടേം ഈ പറയുന്ന സിറിലിയൻസിന് അഗേൻസ്റ്റ്, അതായത് സിറിലിയൻസ് വെച്ചാൽ അലക്സാൻഡ്രിയൻ സഭയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടേമാണ്. പക്ഷെ ഈ ടേമിന് ഒരു പ്രശ്നമുണ്ട്. ഈ ടേം ആദ്യമായി ഉപയോഗിച്ചത് ഇത് അപ്പോളിനാരിയൻ എന്ന് പറയുന്ന ഒരു, നേരത്തെ ജസ്റ്റിൻ ബ്രദർ സൂചിപ്പിച്ചല്ലോ, ആളാണ് ഈ അപ്പോളിനേറിയൻ ആണ് ഈ ടേം ഉപയോഗിച്ചത്. പക്ഷെ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ വൺ നേച്ചർ, വൺ ഫിസിസ്, മിയ ഫിസിസ് തോത്തോ ലോഗോ സെസാർ കോമനെ എന്ന് പറഞ്ഞ് സിറിൽ ഉപയോഗിക്കുന്ന അതൊരു ഓർത്തഡോക്സ് സെൻസിലാണ് സിറിൽ ഉപയോഗിക്കുന്നത്. അത് ദാറ്റ് ടേം ആദ്യമായിട്ട് അപ്പോളിനേറിയൻ ടെർമാണ്. ആ ടേം അപ്പോളിനേറിയൻ ഉപയോഗിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ അത്തനേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവ് ഇങ്ങനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ ഫോർജറി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോളിനേറിയൻ ആളുടെ ഈ പറയുന്ന ഉപദേശത്തിന് ആധികാരികത കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടേം അത്തനേഷ്യസ് പിതാവ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ സിറിൽ
പിതാവ് യൂസ് ചെയ്യുന്നത് കറക്റ്റ് ഓർത്തഡോക്സ് സെൻസിലാണ് ആൾ യൂസ് ചെയ്തത്. പക്ഷെ ഈ ടെർമ് ആള് രണ്ടോ മൂന്നോ വട്ടമാണ് ആകെ കൂടെ ആളുടെ ഈ പറയുന്ന ഈ ഫിസിക്സ് ആയാലും പ്രീ ഫിസിക്സ് ആയാലും ആകെ യൂസ് ചെയ്തിട്ടുള്ള രണ്ടോ മൂന്നോ തവണ. അത് ഒരു തവണയോ രണ്ട് തവണയോ കണ്ടാണ് കോണ്ടെക്സ്റ്റുവൽ ആയിട്ട് ഈ പറയുന്ന നെസ്റ്റോർ ആയിട്ടുള്ള പ്രതിവാദത്തിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ട് പലവരും ഈ പറയുന്ന ടെർമിന് ഡയറക്റ്റ്, അതായത് വൺ നേച്ചർ ഉള്ളൂ ക്രൈസ്റ്റിൽ എന്നുള്ള ഒരു എക്സ്ട്രീം വ്യൂ എടുക്കുന്ന ഒരു പക്ഷക്കാരുണ്ടായിരുന്നു. ചില പക്ഷക്കാര് എടുക്കുന്ന ഒരു വ്യൂ എന്താന്ന് പറയുകയാണെങ്കിൽ, സിറിൽ ഓഫ് അലക്സാൻഡ്രിയ ഈ എഫെസസ് കൗൺസിൽ കഴിഞ്ഞിട്ട് ഈ ജോൺ ഓഫ് ആന്റിയോക്ക് ആയിട്ടുള്ള ഒരു ലയന ചർച്ച ഉണ്ടായി. അതിനാണ് പറയുക ദ ഫോർമുല ഓഫ് യൂണിയൻ എന്ന് പറയും. ആ ഫോർമുല ഓഫ് യൂണിയന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് സിറില് മുമ്പ് എഫെസസിന് മുമ്പും എഫെസസിലും എഫെസിന് ശേഷം പഠിപ്പിച്ചുള്ള പോലെ ഈ ടു നേച്ചർ, ക്രൈസ്റ്റിൽ ടു നേച്ചർ, ക്രൈസ്റ്റ് ഈസ് ഇൻ ടു നേച്ചർ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന സിറിൽ പിതാവ് അത് ആ ഫോർമുല ഓഫ് യൂണിയൻ സൈൻ ചെയ്യുന്നുണ്ട് ജോൺ ഓഫ് ആന്റിയോക്കിന്റെ അടുത്ത്. അപ്പോൾ ഈ പറയുന്ന ജോൺ ഓഫ് ആന്റിയോക്കിന്റെ ഭാഗത്തും അത് ചെറിയ കൺസെഷൻസ് ഒക്കെ ജോൺ ഓഫ് ആന്റിയോക്കും ചെയ്തിട്ട് നെസ്റ്റോറിയസിനെ എന്താ പറയാ, നമുക്ക് മാറ്റി നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതില് അവര് ഒരു ഉടമ്പടി സൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സഭയിൽ ശാശ്വതമല്ല, ഒരു യൂണിയൻ എസ്റ്റാബ്ലിഷ് ആവാണ്, ഒരു ഐക്യം, യൂണിറ്റി വരാണ്. അവിടെയാണ് ഫോർമുല ഓഫ് യൂണിയനിൽ ഒരു യൂണിറ്റി വരാണ്. 433 ഫോർമുല ഓഫ് യൂണിയൻ നിങ്ങൾ അടിച്ചു നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് സിറിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു പാക്ട് ആണ് അത് ജോൺ ഓഫ് ആന്റിയോക്ക് ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ അത് ഈ പറയുന്ന എഗ്രിമെന്റിൽ വളരെ വ്യക്തമായിട്ട് ടു നേച്ചറിന്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെയും നമുക്ക് പറയാം എന്നുള്ളത് സിറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സിറിലിന്റെ ചിന്താഗതികള് വക്രീകരിച്ചും അതിന്റെ ഭയങ്കര എന്താ പറയാ, സിറിലിന്റെ ഏറ്റവും എക്സ്ട്രീം വ്യൂസ്, സിറിൽ പോലും ചിന്തിക്കാത്ത എക്സ്ട്രീം വ്യൂസ് എടുക്കുന്നവര് സിറിലിന്റെ പക്ഷത്തുണ്ടായിരുന്നു. നേരെ മറിച്ച് ഒരു നേച്ചർ മാത്രമേ ക്രൈസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പോലും സിറിലിന്റെ പക്ഷത്തുണ്ടായിരുന്നു. ഇത് മറ്റേ നെസ്റ്റോറിയൻ ഇതിന്റെ അവിടെ എന്ന് വെച്ചാൽ രണ്ട് നേച്ചർ, റാഡിക്കൽ നെസ്റ്റോറിയനിസം എന്ന് പറയും, റാഡിക്കൽ ഡയോഫിസിസം, അതിന്റെ ഒരു എക്സ്ട്രീം വ്യൂ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ സിറിൽ ഓർത്തഡോക്സ് ആണ്. പക്ഷെ ഈ കൂട്ടരാണ് ഈ സഭയിലെ ഈ പറയുന്ന വിഭാഗീയ ചിന്താഗതിയും സിറിൽ പോലും സൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെന്റിന് എഗെയിൻസ്റ്റ് പോയിട്ടുള്ളവരാണ് ഈ പറയുന്ന, എസ്പെഷ്യലി സിറിലിന്റെ സക്സസർ ആയിട്ടുള്ള ഈ ഡയോസ്കോറസ് എന്ന് പറയുന്ന വ്യക്തി. അത് ഞാൻ പറഞ്ഞു, ഡയോസ്കോറസിന്റെ പ്രത്യേകത എന്താണ്, ഒരു ഹെററ്റിക്കിന്റെ കൂടെ ചേർന്നിട്ടാണ് യൂട്ടിക്കിയൻ എന്ന് പറയുന്ന, ഹെറ്റിക്കസ് എന്ന് പറയുന്ന തികച്ചും ഏക സ്വഭാവവാദിയുടെ കൂടെ ചേർന്നിട്ടാണ് ഒരു കള്ള സുനഹദോസ് നടത്തിയത്. ആ കള്ള സുനഹദോസ് നടത്തി ഈവൻ സിറില് പോലും പോവാത്ത ആംഗിൾ, ആ ആംഗിളിലേക്ക് അത്രയ്ക്കും വിഭാഗീയത വളർത്തുവാൻ വേണ്ടിയിട്ട്, സഭയിൽ നിന്ന് വിഭജിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കള്ള സുനഹദോസ് നടത്തിയത്. ആ സുനഹദോസിലും ഈ പറഞ്ഞ പോലെ മാർപ്പാപ്പയുടെ ലെഗേറ്റ്സ്, ഈ പറയുന്ന ടോം കൊണ്ടുവന്നു. മാർപ്പാപ്പയുടെ അന്നുണ്ടായിരുന്ന ലയോ പാപ്പയുടെ ടോപ്പ് കൊണ്ടുവന്നു. ഡയോസ്കോറസ് മനഃപൂർവ്വം അത് വായിച്ചില്ല, അത് മാറ്റിവെച്ചു. അങ്ങനെ ഈ പറയുന്ന അഹങ്കാരിയുടെ ഒരു ധിക്കാരപരമായിട്ടുള്ള ഒരു മനോഭാവം എടുത്തുകൊണ്ട്, അത് എന്താണ് ആ ധിക്കാരപരമായിട്ടുള്ള മനോഭാവം എടുക്കാനുള്ള കാരണം, അതിന്റെ മുന്നത്തെ കൗൺസിലുകളിൽ ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഉയർത്താനുള്ള ഒരു ശ്രമം രാജാവിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന പൊളിറ്റിക്കലായിട്ട് ഇവർക്ക് അത് പിടിക്കുന്നില്ല. അപ്പൊ അവർക്കൊരു വിഭാഗീയ ചിന്ത കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഒരു ഇത് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഈ ഒരു കൗൺസിലോ അല്ലെങ്കിൽ അത്രയും മാത്രം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടുവന്നാൽ മാത്രമേ അവരുടെ ഇത് കിട്ടുള്ളൂ. എന്താ പറയാ, അവരുടെ ആ ഒരു ക്ലെയിമിനും അല്ലെങ്കിൽ അവരുടെ ഫൈറ്റിന്റെ കോസിന് ഒരു അംഗീകാരം കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് മനഃപൂർവ്വമായിട്ട് അവരൊരു വിഭാഗീയ ചിന്താഗതി വിഭാഗീയത സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഡയോസ്കോറസ് കോപ്റ്റിക് സഭ, അതായത് ആദ്യം ഈ അലക്സാൻഡ്രിയൻ സഭയിൽ ഉണ്ടായിരുന്ന ഒരു സ്കിസമാണ്. അതായത് ഡയോസ്കോറസിനെ പുറത്താക്കിയതിനു ശേഷം അവിടെ പ്രൊട്ടീരിയസ് എന്ന് പറയുന്ന യഥാർത്ഥമായിട്ടുള്ള ഒരു പാത്രിയാർക്കീസിന് അവിടെ നിയമിതനായി. ആ പാത്രിയാർക്കീസിനെ ഇവർ കൊന്നു. ആ പാത്രിയാർക്കീസിന് ശേഷം തിമോത്തി സാക്യോഫോലോസ് എന്ന് പറയുന്ന പാത്രിയാർക്കീസ് അവിടെ ഉണ്ടായി. അതായത് അലക്സാൻഡ്രിയൻ സഭ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. ഈ സഭ എന്ന് പറയുന്നത് അതൊരു സഭ പുറത്താക്കിയ ഒരു സഭ, ഒരു ഡിപ്പോസ്റ്റ് ആള് കണ്ടിന്യൂ ചെയ്യുക. ഒരു ഡിപ്പോസ്റ്റ് ആളെന്ന് പറയുകയാണെങ്കിൽ ഒരു സിനഡ് ഡിപ്പോസ് ചെയ്ത ആളാന്ന് പറയുന്നത് സാർവത്രിക സുനഹദോസ് ഡിപ്പോസ് ചെയ്ത ഒരു വ്യക്തിക്ക് പിന്നെ ആള് ഹീ സ്ട്രിപ്റ്റ് ടു എ പൊസിഷൻ ഓഫ് ലേമാൻ. പക്ഷെ ആളെന്ത് ചെയ്തു, ആളവിടെ കണ്ടിന്യൂ ചെയ്തു. ആളപ്പുറത്ത് യഥാർത്ഥ പാത്രിയാർക്കീസ് അവിടെ വരുമ്പോഴും ആളെ ഒന്നെങ്കിൽ മോബ് വെച്ച് കൊല്ലിക്കുക, അല്ലെങ്കിൽ അവിടെ ആൾക്ക് ഭരണം നടത്താൻ ഒരു ഇത് കൊടുക്കാതിരിക്കുക. അങ്ങനെ പല വിഭാഗീയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടര്.
അവരുടെ എന്താ പറയാ, അവരുടെ ചുറ്റും ഒരു വൃന്ദം, അങ്ങനെ ഒരു കൂട്ടരായിട്ട് അവരിങ്ങനെ പോകണ്ടായിരുന്നു. ആ സഭയെ പിൽക്കാലത്താണ് അവരുടെ ഈ പറയുന്ന ഗ്രീക്ക് ലിറ്ററേച്ചർ, പ്യുവർ ഗ്രീക്ക് ലിറ്ററേച്ചർ അവർ അഡോപ്റ്റ് ചെയ്തിട്ട് അത് കോപ്റ്റിക് ഭാഷ. ഇപ്പൊ കോപ്റ്റിക്കും ഗ്രീക്കും നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഭാഷകൾ. ചെറിയൊരു വേരിയന്റ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു വേരിയന്റ് ഉള്ള അവർ തമ്മിൽ ഭാഷാപരമായി എന്ന് വെച്ചാൽ സംസാരത്തിലല്ല, മുമ്പ് അവരുടെ ആൽഫബറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ. അപ്പൊ അത് കോപ്റ്റിക് അവർ അഡോപ്റ്റ് ചെയ്തു. അവര് പതുക്കെ അവരുടെ ലിറ്ററേച്ചറും അവരുടെ എല്ലാതും ഇങ്ങനെ കോപ്റ്റിക് ആയിട്ട് അവര് ട്രാൻസ്ഫോം ചെയ്തു, അങ്ങനെ വന്നു. ഈ സഭ എന്താ പറയുക, ഈ കോപ്റ്റിക് സഭയിൽ തന്നെ പല വിഭാഗീയത ഉണ്ടാവുന്നുണ്ട്. അത് ഞാൻ അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം. ജയജ പോയതാണോ? ജയ മ്യൂട്ടാ, മൈക്ക് മ്യൂട്ടാ. മൈക്ക് മ്യൂട്ടാ ജയ. കേൾക്കണ്ടോ? കേക്കാം. ഹലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വിഭാഗീയ ചിന്താഗതി കൊണ്ടാണ് മെയിൻലി ഡയോസ്കോറസ് പുറത്താക്കിയത്. പിന്നെ യൂട്ടിക്കസ് എന്ന് പറഞ്ഞാണെങ്കിൽ പ്യുവർ ഹെററ്റിക് ആണ്, മോണോഫിസിറ്റിസം ഹോൾഡ് ചെയ്തിരുന്നു. ഇവര് ചേർത്തുകൊണ്ട് നടത്തിയ സിനഡാണ് റോബർട്ട് സിനഡ്. ആ സിനഡ് കംപ്ലീറ്റ്ലി ഇവർ പോലും അംഗീകരിക്കുന്നില്ല ഇപ്പൊ എന്ന് എനിക്ക് തോന്നാം. ഈ പറയുന്ന സഭ, ഈ കോപ്റ്റിക് സഭ പോലും ഇപ്പൊ അവരത് അതോറിറ്റീവായിട്ട് അംഗീകരിക്കുന്നില്ല എന്നാണ്. അതിന്റെ പശ്ചാത്തലമാണ്. അപ്പൊ ഈ പറയുന്ന ഫ്ലാവിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിഷപ്പ്, കോൺസ്റ്റാന്റിനോപ്പിളിലെ ബിഷപ്പിനെ ഇവര് അതിക്രമിച്ച് ഇവര് മാനഹാനിയും അവര് പറഞ്ഞ ദേഹോപദ്രവം ചെയ്ത ആ ഫ്ലാവിയാന് ആള് എക്സൈൽ ചെയ്തു. ആ പർട്ടിക്കുലർ സുനഹദോസ് ആ ഫ്ലാവിയാൻ ആ പറയുന്ന എക്സൈൽ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണം വഴി മധ്യേ ആള് മരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അത്രമാത്രം ദേഹോപദ്രവം ആ കൗൺസിലിൽ വെച്ചിട്ട് അവിടെയുള്ള സന്യാസിമാരായിട്ട് ഈ പറയുന്ന ധിക്കാരപരമായിട്ടുള്ള ഒരു സമീപനമാണ് നമ്മുടെ ഈ പറയുന്ന ഡയോസ്കോറസ്. ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ അത് അങ്ങനെ. പിന്നെ വരുന്ന ഒരു ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ഇടയിൽ വരുന്ന ഈ പറയുന്ന ഡയോസ്കോറസും ആയാലും അവരുടെ പിൻഗാമികളായാലും അവരെടുക്കുന്ന നിലപാട് എന്താന്ന് പറയുകയാണെങ്കിൽ ഈ സിറില് ഈ കൽക്കദോൻ എന്ന് പറയുകയാണെങ്കിൽ പ്യുവർലി അവര് സിറിലിനെ എക്സോണറേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. കൽക്കദോൻ സുനഹദോസിൽ അവര് യൂസ് ചെയ്തത് സത്യവിശ്വാസം തന്നെയാണ് കൽക്കദോൻ സുനഹദോസിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ടോമിലായാലും കൽക്കദോൻ സുനഹദോസിന്റെ ക്രീഡിലായാലും നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ന് അത് ഈ പറയുന്ന നമ്മുടെ ഇന്നത്തെ ക്രിസ്റ്റോളജിക്കൽ ഡിക്ലറേഷൻ ഒക്കെ വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ക്രൈസ്റ്റില് ഹ്യൂമാനിറ്റി ഉണ്ട്, ഡിവാനിറ്റി ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ക്രൈസ്റ്റിൽ ഒരു നേച്ചർ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഉൾച്ചേർന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നില്ല. കോമ്പൗണ്ടഡ് നേച്ചർ എന്നുള്ള ലാംഗ്വേജ് അല്ല പഠിപ്പിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാവാം കൽക്കദോന്റെ ഭാഗമായിരുന്നു ശരി. കൽക്കദോന്റെ അതിലേക്കാണ് എല്ലാവരും വന്നിട്ടുള്ളത്. കൽക്കദോൻ ടോം ഓഫ് ലിയോ ആക്ച്വലി അഗേൻസ്റ്റ് യൂത്തിക്കൻ, അത് അഡ്രസ് ചെയ്തത് യൂത്തിക്കൻ അഗേൻസ്റ്റ് ആണ്. കാരണം യൂത്തിക്കൻ എന്ന് പറയുന്ന ഒരു ആർക്കിമാൻഡ്രേറ്റ് ആണ് ഈ ഫ്ലാവിയന് ധിക്കാരപരമായിട്ട് ഡിപ്പോസ് ചെയ്യുവാനുള്ള എല്ലാ സൂത്രപ്പണി നടത്തിയത്. അതുകൊണ്ട് ടോം ഓഫ് ലിയോ ഫ്ലാവിയാന് എക്സോണറേറ്റും ചെയ്തിട്ട് യൂത്തിക്കൻ എന്ന് പറയുന്ന ഹെററ്റിക്കിന് എഗൻസ്റ്റ് ലിയോ എന്ന് പറയുന്ന മാർപ്പാപ്പ ഈ ഫ്ലാവിയാന്റെ അപേക്ഷ പ്രകാരം ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ സിനഡിന് ശേഷം അതിനുശേഷമാണ് എഫെസസ് ഈ റോബർട്ട് സിനഡ് നടക്കുന്നത്. ആ ടൈമില് ഫ്ലാവിയന്റെ അപേക്ഷ പ്രകാരം ലയോ പാപ്പ ഒരു ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഈ ടോം ഓഫ് ലിയോ എന്ന് പറയുന്നത്. ആ ടോം ഓഫ് ലിയോ പ്യുവർലി ഓർത്തഡോക്സ് ആണെന്നുള്ളത് അവിടെ കൂടിയിരുന്ന ആ സുനഹദോസിൽ കൂടിയിരുന്ന എല്ലാ ബിഷപ്പുമാരും അത് സ്റ്റഡി ചെയ്തിട്ട് സിറിൽ ഓഫ് അലക്സാൻഡ്രിയയുടെ
ടീച്ചിങ്സും എല്ലാം കൂടി കമ്പൈൽ ചെയ്ത് അതും ഇതും കമ്പയർ ചെയ്ത് പഠിച്ചിട്ടാണ് ഈ പറയുന്ന ഇതിലേക്ക് എത്തിയത്. ഏത് ഈ പറയുന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ടോം ഓഫ് ലിയോ ഈസ് ഫുള്ളി ഓർത്തഡോക്സ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഓർത്തഡോക്സ്. അവരുടെ കൂടിയുടെ ബിഷപ്പുമാര് പറഞ്ഞത് പീറ്റർ ഹാസ് സ്പോക്കൺ ത്രൂ ലിയോ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ഈ പ്രയോഗം തന്നെ മുമ്പ് FSCC കൗൺസിലും ഉപയോഗിച്ചിട്ടുണ്ട്. എപ്പോ അവിടെ ഉണ്ടായിരുന്ന ലഗേജ്സും പാപ്പൽ ലഗേജ്സും സിറിലൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ അപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ സെലസ്റ്റിയൻ പാപ്പയെ പ്രകീർത്തിച്ചുകൊണ്ട് പത്രോസ് സെലസ്റ്റിയനിലൂടെ സംസാരിച്ചു. അത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് പത്രോസിന്റെ പരമാധികാരം എല്ലാവിധ സഭാപിതാക്കന്മാരും ഇറ്റ് ഈസ് എ കോമൺ കൺസെൻസസ് അമംഗ് ദ ചർച്ച് ഫാദേഴ്സ്. പത്രോസിന്റെ പരമാധികാരം, റോമയിലെ സിയുടെ പ്രൈമസി, ഇതെല്ലാ സഭാപിതാക്കന്മാരും ഐക്യകണ്ഠേന അവർ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം ദൈവശാസ്ത്ര വിഷയത്തിൽ എന്തെങ്കിലും അന്തിമ തീർപ്പ് എപ്പോഴും റോമയുടെ പാപ്പയുടെ ഇതിലേക്ക് അവർ വെക്കുന്നത് പെറോഗേറ്റീവ് ആണ്, റോമയുടെ പാപ്പയുടെ. കാരണം അവര് അത് ഐഡന്റിഫൈ, ഈവൻ അന്ത്യോക്യൻ പാത്രിയാർക്കീസുമാര് പോലും അവിടെ അന്ന് ഭരിച്ചിരുന്നതും അതിനു മുമ്പും അതിനു പിമ്പും ഭരിച്ചിരുന്ന അന്ത്യോക്യൻ പാത്രിയാർക്കീസുമാര് പോലും അവരിൽ തന്നെ സ്വയം അവർ പരമാധികാരിയാണ്, സഭയുടെ പരമാധികാരി അവരാണ് സഭയുടെ പരമാധികാരി എന്ന് അവർ തന്നെ പോലും കൽപ്പിച്ചിട്ടില്ല. അവർ അതിനെല്ലാം അത് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ദ ബിഷപ്പ് ഓഫ് റോം. ആ ബിഷപ്പ് ആണ് ഈ ഇത്യാദി കാര്യങ്ങളിൽ അന്തിമ തീർപ്പ്, എപ്പോഴും എല്ലാ കാര്യത്തിലും അന്തിമ തീർപ്പ്. സാധാരണഗതിയിൽ ഒരു സഭ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഓക്കെ, എന്തെങ്കിലും ഈ പാപ്പയോട് എന്തെങ്കിലും ഈ ദൈവശാസ്ത്രപരമായിട്ട് ഒരു ഇതുണ്ടാവുമ്പോ ഈ പറയുന്ന രണ്ട് പാത്രിയാർക്കുകൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് സീകൾ തമ്മിലോ രണ്ട് ഭദ്രാസനങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ, സങ്കേതങ്ങളും അല്ലെങ്കിൽ ചർച്ച ഇതൊക്കെ ഉണ്ടാവുമ്പോ, വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുമ്പോ, ഇവരെല്ലാവരും പണ്ട് കാലത്തെ ട്രഡീഷൻ തൊട്ട് തന്നെ കേൾക്കുന്നില്ലല്ലോ ജയജ ബ്രദറെ? എനിക്ക് മാത്രമാണോ കേൾക്കാതെ, അതോ അല്ല, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ബെഞ്ചി ബ്രോ എടുത്തു വന്ന പുള്ളിക്ക് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ. അപ്പം പറഞ്ഞു വന്നത് ഇത് പ്രധാനമായിട്ടും എന്ത് വിഷയങ്ങൾ വന്നാലും കാത്തലിക് അല്ലെങ്കിൽ റോമൻ സഭയിലേക്കാണ് ഈ ഡിസ്പ്യൂട്ട്സ് ഒക്കെ അൾട്ടിമേറ്റ്ലി കൊണ്ടുവന്നിട്ട് സൊല്യൂഷൻസ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ അങ്ങനെ പ്രത്യേകിച്ച് ചക്രവർത്തി ഈസ്റ്റേൺ സൈഡിലേക്ക് മാറിയ കാലഘട്ടത്തിൽ പോലും തുടക്കം മുതലുള്ള ചരിത്രങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞല്ലോ, ടുവേർഡ്സ് ഈ കോൺസ്റ്റന്റിനോപ്പിലേക്ക് ചക്രവർത്തി തന്റെ വസതി മാറ്റിയ കാലഘട്ടത്തിൽ പോലും എല്ലാ വിഷയങ്ങളിലേക്കും അൾട്ടിമേറ്റ്ലി ടുവേർഡ്സ് പോപ്പിലേക്കാണ് നീങ്ങുന്നത്. പോപ്പാണ് ഫൈനൽ അതോറിറ്റി ആയിട്ട് പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന എക്യുമെനിക്കൽ കൗൺസിൽസിന്റെ തുടക്കത്തിൽ പറഞ്ഞ നിക്കിയ കൗൺസിൽ ഒട്ടിങ്ങോട്ടുള്ള കാലയളവിൽ മുഴുവൻ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന കൗൺസിൽസ് വിളിക്കുവാനും അത് കൺഫേം ചെയ്യാനും കൗൺസിൽസ് ഒക്കെ റാറ്റിഫൈ ചെയ്യാനും പോപ്പ് വേണമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഈ ജഷൻ ബ്രദർ പറഞ്ഞതും ജയജ ബ്രദർ പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെ പ്രത്യേകിച്ച് കൺസേണിങ് ദ ഹെറസീസ്, ഈ ആദ്യം വന്ന ഈ അരിയനിസം തൊട്ടുള്ള ഇങ്ങോട്ട് വരുന്ന ഹെറസീസ് ഒക്കെ, എസ്പെഷ്യലി ആ ഹെറസീസ് ഒക്കെ ഈ അലക്സാണ്ട്രിയയിലും അന്ത്യോക്യയിലും ഒക്കെ ബേസ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെയാണ് ഇവരെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കൗൺസിൽ കൂടേണ്ട ആവശ്യം വന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, റോമുമായിട്ട് ബേസ് ചെയ്തിട്ട് അവിടെ ചില ഹെറസീസ് ആ കാലയളവിൽ വന്നതൊക്കെ ഉണ്ട്, ചില ആൾക്കാർ അവിടെ വന്ന് പഠിപ്പിച്ചതുണ്ട്. അപ്പൊ അങ്ങനെ പഠിപ്പിച്ച അന്നത്തെ ഫോർ എക്സാമ്പിൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ മാസിയോണിസം തൊട്ടുള്ളത്, അപ്പൊ അതൊക്കെ ഡയറക്ട്ലി പോപ്പ് തന്നെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഡയറക്ട്ലി ഈ ഹെറസിസിന്റെ പേരിൽ പോപ്പ് ഡയറക്ട്ലി ടുവേർഡ്സ് ഈവൻ ടർക്കിയിലുള്ള ഭാഗങ്ങളിൽ പോലും ആൾക്കാർ എക്സ്കമ്മ്യൂണിക്കേറ്റും ചരിത്രങ്ങളുണ്ട്. അതേസമയം ഈ അലക്സാണ്ട്രിയൻ അന്ത്യോക്യൻ സ്കൂളുകളിൽ നിന്നും വന്ന ഹെറസീസ്, അരിയനിസം തൊട്ടുള്ള ഹെറസീസ് ഒക്കെ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കൗൺസിൽ വിളിച്ച് കോൺസ്റ്റന്റൈൻ ആദ്യമേ കൗൺസിൽ വിളിക്കാൻ കാരണം തന്നെ അലക്സാണ്ട്രിയയിൽ ഉണ്ടായ വിഷയം തന്റെ ഭരണപരമായ കാര്യങ്ങളിൽ പൊളിറ്റിക്കലായിട്ട് പോലും ഇൻവോൾവ് ആകുന്നു എന്നുള്ള വിഷയം ഫൈനലി എല്ലാ വിഷയങ്ങളും തന്റെ രാജ്യത്തിൽ സെറ്റിൽ ചെയ്യണം. യുദ്ധങ്ങൾ അവസാനിച്ചു, ഇനി സമാധാനവും സന്തോഷപൂർവ്വം തന്റെ ഭരണവും തന്റെ സഭയും എല്ലാം മുന്നോട്ട് പോകണം എന്നുള്ള താല്പര്യം. ഇപ്പൊ സഭയിൽ ഒരു വിഷയം ഉണ്ടാകില്ല, സഭയിലെ വിഷയം സോൾവ് ചെയ്യണം എന്നുള്ള താല്പര്യത്തിലാണ് ഈ കൗൺസിൽ എല്ലാം വിളിക്കുന്നത്. അപ്പം അൾട്ടിമേറ്റ്ലി
ഈ ഈ ഈ പിന്നീട് നിക്കിയ കൗൺസിലോടെ കാണുന്ന വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്നതിന്റെ റീസൺ ഇതാണ്. ഈ ഹെറസീസ് ഒക്കെ വന്നിരിക്കുന്നത് ഇവിടുന്നാണ്. അപ്പം പിന്നീട് പ്രധാനപ്പെട്ട വലിയ സ്പ്ലിറ്റിന്റെ കാരണമായ ഈ നെസ്റ്റോറിനിസം ആയാലും പിന്നീട് വന്ന മോണോഫിസൈറ്റിസം അല്ലെങ്കിൽ യൂത്തിക്കൈനിസം ഒക്കെയുള്ള വിഷയങ്ങളൊക്കെ എല്ലാത്തിന്റെ ഉറവിടം ഇവിടെയാണ്. ഈ അന്ത്യോക്യയും അതുപോലെ തന്നെ ഈ അലക്സാൻഡ്രിയുമാണ്. അപ്പം ഇതിന് മുമ്പേ ജയജ ബ്രദർ ഹെനോട്ടിക്കോനെ പറ്റി പറഞ്ഞായിരുന്നു. ഈ കൗൺസിൽ ഓഫ് കാൽസിഡോണിലെ വിഷയങ്ങളുണ്ടായി. ഈ കോപ്റ്റിക് വിഭാഗത്തിൽപ്പെടുന്നവർ അവർ മാറിപ്പോയതിനു ശേഷം അവരുമായിട്ട് ഉണ്ടാക്കിയ ഒരു ട്രൂസ്, കാരണം ഈ സഭ ഇങ്ങനെ സ്പ്ലിറ്റായി പോകരുതല്ലോ എന്നുള്ള താല്പര്യത്തിൽ അവരവിടെ ഉണ്ടാക്കിയ ഒരു ട്രൂസ് ആണ്. ടേംസിലെ വിഷയങ്ങൾ പറഞ്ഞു തീർക്കുന്നതാണ് ഹെനോട്ടിക്കോൺ എന്ന് പറഞ്ഞൊരു സംഭവം. അത് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ അന്ത്യോക്യയിലെ പാത്രിക്കീസായി വരാനുള്ള ഒരു അവകാശം പിന്നീട് കൊടുത്തുള്ളൂ. ആദ്യമേ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം കാരണം അന്ത്യോക്യ സഭ അന്ന് മാക്സിമസ് തൊട്ടുള്ളവർ ഈ കൗൺസിൽ ഓഫ് കാൽസിഡോന്റെ കൂടെ നിന്നവരാണ്. അപ്പം അതിനുശേഷം അപ്പം ഈ ഒരുപാട് ഇപ്പൊ നേരത്തെ അതിന് മുമ്പത്തെ കാലഘട്ടം എടുത്താൽ പോലും മാരിയൻ, ഇപ്പം ആദ്യത്തെ കൗൺസിൽ ഓഫ് നിക്കിയ കൗൺസിലിന് ശേഷം അതിനകത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്ന യൂസ്താത്യോസിന്റെ കാലഘട്ടത്തിന്റെ ശേഷം വരുന്ന ഒരു അഞ്ചാറ് അവിടുത്തെ ഉള്ള പാത്രിക്കീസുമാർ അരിയനിസം ഹോൾഡ് ചെയ്തവരായിരുന്നു. മനസ്സിലായി. അപ്പൊ അവരെ പോലും ഇവർ റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഇവർക്ക് ഉണ്ടായിരുന്നു. അവർക്ക് ഈ അന്ത്യോക്യയിലുള്ള അപ്പൊ അത്രമാത്രം ഒരു ഹെറസീസ് കൊണ്ട് നിബിഡമായ ഒരു 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 എന്താ പറയണ്ടേ ഒരു പാട്രിക്കേറ്റ് ആയിരുന്നു ഈ അന്ത്യോക്യയും അലക്സാണ്ട്രിയയും ഒക്കെ. അപ്പൊ ഇവർക്ക് തന്നെ പാട്രിയാർക്കൽ പദവിയിലേക്ക് നിക്കിയ കൗൺസിൽ തൊട്ട് മുമ്പാണ് കൊണ്ടുവരുന്നത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അതായത് ഇവിടെയാണ് ഈ എല്ലാ ഹെറസീസിന്റെയും ഉറവിടം അലക്സാണ്ട്രിയയും അന്ത്യോക്യയുമായിരുന്നു. അതുപോലെ തന്നെ ഈ മാക്സിമസിന് ശേഷം ഈ കാൽസിഡോൺ കൗൺസിലിന് അനുകൂലമായിട്ട് നിന്ന മാക്സിമസിന് ശേഷം ഈ കോപ്റ്റിക് സഭ മുഖാന്തരം ഈ അന്ത്യോക്യ സഭയിൽ വീണ്ടും ഈ വിഘടനവാദം ഉണ്ടാക്കുകയാണ് ചെയ്തത്. കോപ്റ്റിക്കാരാണ് ഇതിനുള്ള കാരണം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് പിന്നീട് വന്ന കുറെ ആൾക്കാരെ അവിടെ അന്ത്യോക്യയിൽ സഭയ്ക്കകത്ത് ഭിന്നത സൃഷ്ടിച്ചപ്പോഴാണ് അവിടെ അൾട്ടിമേറ്റ്ലി തീരുമാനമുണ്ടായി. അതായത് കൗൺസിൽ ഓഫ് കാൽസിഡോൺ അക്സെപ്റ്റ് ചെയ്യുന്നവരെ മാത്രമേ പാത്രിക്കീസായിട്ട് അംഗീകരിക്കത്തുള്ളൂ എന്നുള്ള കാര്യം തീരുമാനം അവിടെ ഓൾറെഡി വന്നു. ബാക്കിയുള്ളവർ എന്ത്, കോപ്റ്റിക് സഭ സ്കിസം വന്നിട്ട് അവിടെ ഓൾറെഡി അലക്സാണ്ട്രിയൻ പാട്രിക്കേറ്റ് അത് ആസ് എ ഗ്രീക്ക് സഭ അവർ നിലനിൽക്കുന്നു. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ഇപ്പൊ പറഞ്ഞ ഡയസ്കോറസിനെ പോലുള്ളവർ, ഡയസ്കോറസിനെ പറ്റി ജെ കുറച്ചുമേ പറഞ്ഞു. അതായത് അത് അവര് യൂറോപ്പർ സിനഡ് ഒക്കെ വിളിച്ചു. മാത്രമല്ല ആ സിനഡിൽ എന്ത് ചെയ്തു, സഭ ഹെററ്റിക് ആണെന്ന് പറഞ്ഞ യൂത്തിക്കസിനെ വിളിച്ചിട്ട് അവിടെ കൗൺസിൽ നടത്തിയ പാർട്ടിയാണ് ഈ ഡയസ്കോറസ്. അപ്പൊ അവിടെ അതാണ് ഇവർ ഈ ചരിത്രം കിടക്കുന്നത്. അപ്പം അപ്പൊ ഇവരിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഈ രണ്ട് ഭാഗമായിട്ട് അലക്സാണ്ട്രിയ സഭ രണ്ടായിട്ട് മാറിയല്ലോ. ഒന്ന് സഭയോട് ചേർന്ന് നിൽക്കുന്ന ഗ്രീക്ക് പാട്രിക്കേറ്റ് ഉണ്ട്, പിന്നെ അതിൽ നിന്ന് മാറി വിഭിന്നമായിട്ട് നിൽക്കുന്ന ഗ്രീക്ക് സഭയായിരുന്ന അലക്സാണ്ട്രിയൻ സഭ എന്ത് ചെയ്തു, കോപ്റ്റിക് എന്നുള്ള അവരുടെ ഒരു കൊളോക്കിയൽ ഭാഷ, അവരുടെ ഒരു പ്രാദേശിക ഭാഷ, അവരുടെ ഒരു പ്രധാനപ്പെട്ട ലിറ്റർജിക്കൽ ലാംഗ്വേജ് ആയിട്ട് എടുത്തിട്ട് ഇവർ ഗ്രീക്ക് ലിറ്റർജി എന്ത് ചെയ്തു, കോപ്റ്റിക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കോപ്റ്റിക് പോപ്പ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കുമല്ലോ. അപ്പൊ ഈ കോപ്റ്റിക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടാണ് ആ ലിറ്റർജി വളർത്തിക്കൊണ്ടാണ് ഈ കോപ്റ്റിക് സഭ വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അലക്സാണ്ട്രിയൻ സഭ എന്ന് പറയുമ്പോൾ ഇപ്പോഴെല്ലാവരും പറയും അലക്സാണ്ട്രിയൻ ലിറ്റർജിയാണ്. ഈ അലക്സാണ്ട്രിയൻ ലിറ്റർജി പോലും എന്താണ്, റിയൽ സഭ ഇന്നും നിലനിൽക്കുന്നു. റിയൽ അലക്സാണ്ട്രിയൻ സഭ, അത് ഗ്രീക്ക് ലിറ്റർജി. അലക്സാണ്ട്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, സഭയുടെ ബൈബിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെപ്റ്റജന്റ് ബൈബിളാണ്. സെപ്റ്റജന്റ് ബൈബിളിന്റെ ഉറവിടം തന്നെ അലക്സാണ്ട്രിയ ഭാഗത്തു നിന്നാണ്, ടോളമിയുടെ കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പൊ ഈ ബൈബിൾ പോലും ഇറ്റ് വാസ് ഇൻ ഗ്രീക്ക്. അപ്പൊ ഗ്രീക്ക് ആയിരുന്നു അലക്സാണ്ട്രിയയിലെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറഞ്ഞാൽ. അന്ത്യോക്യയിലെയും അലക്സാണ്ട്രിയയിലെയും കോൺസ്റ്റന്റിനോപ്പോളിയും ഒക്കെ പ്രധാനപ്പെട്ട ഭാഷ ആ കാലം, ബിക്കോസ് ഗ്രീക്ക് എംപയർ ആയിരുന്നു മുമ്പേ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ റോമാക്കാർ വരുന്നത്. അപ്പൊ ഈ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് വാസ് വെരി മച്ച്, കാരണം ഗ്രീക്കുകാർ എന്ന് പറഞ്ഞാൽ അവർ ഒരു രാജ്യം മാത്രം കെട്ടിപ്പറ്റി അല്ലെങ്കിൽ ഒരു സാമ്രാജ്യ ശക്തികൾ എന്നുള്ള മാത്രമല്ല, ഗ്രീക്ക് ഫിലോസഫി ഭയങ്കര ശക്തമായിരുന്നു. കാരണം അത് എല്ലാവരും ഈ കാലഘട്ടത്തിൽ പോലും ആൾക്കാരെ സ്വാധീനിക്കുന്നതാണല്ലോ ഗ്രീക്ക് ഫിലോസഫി. അപ്പം അതുകൊണ്ട് തന്നെ കൾച്ചറലായിട്ടും ഇങ്ങനത്തെയുള്ള മതപരമായിട്ടും അതുപോലെ തന്നെ ഈ ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക്കലായിട്ടും ഒക്കെ ഉള്ള എല്ലാ രീതിയിലുള്ള ഒരു അസിമുലേഷൻ, ഒരു അധിനിവേശമാണ് ഗ്രീക്കുകാർ നടത്തിയിട്ടുള്ളത്. അപ്പൊ ഗ്രീക്ക് സ്ഥലങ്ങളായിരുന്നു ഇതെല്ലാം. ഇപ്പം വന്ന് അൾട്ടിമേറ്റ്ലി ഇന്ന് ഈജിപ്റ്റ് ഒക്കെ അറബിക്കാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ ഇന്ന് അറബിക്ക് എത്രമാത്രം പ്രൊമിനന്റ് ആണോ അതുപോലെ അന്ന് ഗ്രീക്ക് ആയിരുന്നു അന്ന് പ്രൊമിനന്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഗ്രീക്ക് സഭ അതേപോലെ തന്നെ നിലനിൽക്കുമ്പോഴാണ് ഈ വിഘടനവാദികളായ കോപ്റ്റിക്കുകാർ അവർ പുതിയൊരു ലിറ്റർജി ഉണ്ടാക്കി. ഇവരുടെ ഒറിജിനൽ ഗ്രീക്ക് ലിറ്റർജി ഇവരെന്ത് ചെയ്തു, കോപ്റ്റിക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ ഒരു പാട്രിക്കേറ്റ് സ്ഥാപിച്ചു. ഇവരെന്ത് ചെയ്തു, ഇവർക്ക് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടോ അവിടെയൊക്കെ. അതിന് പറയാനായിട്ട് പ്രധാന കാരണമുണ്ട്. അതായത് നമ്മൾ ഈ
ഇവിടെ ഇപ്പം കുറച്ചു മുമ്പേ നമ്മുടെ ജഷൻ ബ്രദർ തന്നെ പറഞ്ഞു, ഈ അപ്പല്ലോനറിസിനെ പറ്റി പറഞ്ഞു, അവർ ലവോഡീഷ്യയിലുള്ള അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. ഈ ലവോഡീഷ്യ എന്ന് പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ പിന്നീട് കോൺസ്റ്റന്റിനോപ്പോളിന്റെയും അന്ത്യോക്യയുടെ ഒക്കെ ഭാഗമായിട്ടൊക്കെ വരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരുപാട് അലക്സാണ്ടർ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടായിരുന്നു. യൂസേബിയസ് ഓഫ് ലവോഡീഷ്യ എന്ന് കേട്ടിട്ടുണ്ടോ ചോദിച്ചാൽ യൂസേബിയസ്, അതുപോലെ തന്നെ ജോർജ് ഓഫ് ലവോഡീഷ്യ, ഇവർക്കൊക്കെ അലക്സാണ്ട്രിയൻ ബന്ധം ഉണ്ടായിരുന്നു. ഇവർക്ക് അലക്സാണ്ട്രിയക്കാരും കൂടിയായിരുന്നു. ഈ ലവോഡീഷ്യ എന്ന് പറഞ്ഞ സ്ഥലം പോലും ഈ പറയുന്ന ടർക്കി, വെസ്റ്റേൺ ടർക്കിയുടെ ഭാഗമായിട്ടായിരിക്കുന്നത്. എങ്കിൽ പോലും അതിന് തൊട്ട് താഴെയുള്ള കടലിന്റെ ഭാഗത്തുള്ള സൈപ്രസ്, ഇവിടെ ഒക്കെ കൂടുതൽ അപ്പൊ ഈ അലക്സാണ്ടർ ഇൻഫ്ലുവൻസ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ വന്നതാണ്, ഈ ത്രൂ ഔട്ട് ഈ ടർക്കി ഏരിയയിലും സിറിയൻ ഏരിയയിലും അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ, മെഡിറ്ററേനിയൻ ഭാഗങ്ങളിൽ മുഴുവനും ഈ അലക്സാണ്ടർ ഇൻഫ്ലുവൻസ് വാസ് വെരി മച്ച് ദെയർ. അപ്പൊ ആ അപ്പൊ ഇവർക്കുള്ള അന്ന് മുതലുള്ള ആ ബന്ധങ്ങൾ കോപ്റ്റിക്കാരെന്ത് ചെയ്തു, അവർ വിഘടന പ്രവർത്തനത്തിന് വേണ്ടി ഇവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അന്ത്യോക്യൻ സഭയിൽ ഇവർ ഈ വിഘടന പ്രവർത്തനം കൊണ്ടുവന്ന് ഇവരുടെ ഈ തെറ്റായിട്ടുള്ള മോണോഫിസൈറ്റിസം, ഞങ്ങൾ മിയാഫിസൈറ്റിസം എന്ന് പറയാൻ തന്നെ പാടില്ല, മോണോഫിസൈറ്റിസം തന്നെ പറയണം. കാരണം മിയ എന്നുള്ള കാര്യം തന്നെ പിന്നീട് വളരെ പിൽക്കാലത്താണ് അവർ ഒരു ടേം തന്നെ കൊണ്ടുവരുന്നത്. മിയ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെ, പക്ഷെ ഈ ടെർമിനോളജി എലോങ് വിത്ത് ദ തിയോളജി കൊണ്ടുവരുന്നത് വളരെ മച്ച് ലേറ്റർ ആണ്. അപ്പം മോണോഫിസൈറ്റിസം എന്നുള്ള ഹെറസി അവർ ഹോൾഡ് ചെയ്തത്. ആ ഹെറസി അത് തന്നെ യൂത്തിക്കാനിസം. അപ്പൊ ഈ ഹെറസി ഇവരെന്ത് ചെയ്തു, ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങി ടുവേർഡ്സ് ദ അന്ത്യോക്ക്. അപ്പൊ അങ്ങനെ അന്ത്യോക്യ സഭയിൽ ഇവർ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് കാൽസിഡോണിയയിൽ, കാൽസിഡോണിയൻ കൗൺസിലിൽ സഭയോട് കൂടെ, സത്യസഭയുടെ കൂടെ ഭാഗമായിരുന്ന അന്ത്യോക്യ സഭയിൽ വിഘടനവാദം അങ്ങനെ ഈ പറയുന്ന ഈ അലക്സാണ്ട്രിയൻ സഭയല്ല, ഈ കോപ്റ്റിക് സഭ കൊണ്ടുവന്നു. അങ്ങനെ അവിടുന്ന് കുറെ ആൾക്കാരെ അടർത്തി മാറ്റാനുള്ള ശ്രമം നടത്തിയത്. അപ്പൊ ഈ മാക്സിമസിന് ശേഷം നമ്മൾ ഒരുപാട് ഈ ഒരു ലിസ്റ്റ് ഓഫ് പാട്രിയാക്സിനെ കാണാൻ പറ്റും. അതിനകത്ത് ഈ ഹെനോട്ടിക്കോൺ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം നോൺ കാൽസിഡോൺ വിഭാഗത്തിൽ വന്ന ചില പാട്രിയാക്സിനെയും അവർ പാട്രിയാക്സ് ആയിട്ട് വന്നു. അങ്ങനെ അതിന്റെ നിരയിൽ അവസാനം വന്ന വ്യക്തിയാണ് സെവറിയോസ്. അപ്പം സെവറിയോസിന് തൊട്ട് മുമ്പുള്ള ചരിത്രം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിനകത്ത് ഈ കൂട്ടത്തിൽ വന്നതിനകത്ത് പ്രമുഖനായ ഒരു വ്യക്തിയാണ് പീറ്റർ ദ ഫുള്ളർ. ഇവരുടെ കൂട്ടത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ നോൺ കാൽസിഡോൺ വിഭാഗത്തിൽ പെടുന്ന ഏറ്റവും പ്രമുഖനായ വ്യക്തി പീറ്റർ ദ ഫുള്ളർ ആണ്. അദ്ദേഹമാണ് ഇവരുടെ ലിറ്റർജിക്കൽ കാര്യങ്ങൾ, അതായത് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ള ഭാഗമൊക്കെ ഈ ട്രൈസാഗ്യനിലൊക്കെ ആഡ് ചെയ്ത വ്യക്തി. അതിനെപ്പറ്റി നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ആഡ് ചെയ്തപ്പോൾ അതൊരു കലാപത്തിന് തന്നെ അവിടെ കാര്യമായി. ഇതേ കാര്യം തന്നെ പിന്നീട് ഒരിക്കൽ കോൺസ്റ്റന്റിനോപ്പിൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, അവിടെയും അത് കലാപത്തിന്. അപ്പം അവിടുത്തെ വിശ്വാസ സമൂഹത്തിന് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫെയ്ത്ത് ആയിരുന്നു ഇത്. അപ്പൊ ഇതൊക്കെ ഓരോരോ ഫെയ്ത്ത് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ ഇതിനകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ന്യൂലി ഫൗണ്ട്, നോട്ട് ദ ട്രഡീഷണൽ വൺ, നോട്ട് ദ റിയൽ ഫെയ്ത്ത്. അതുകൊണ്ടാണ് ആൾക്കാർ കലാപത്തിന് വരെ ഇതിനെതിരെ ഇത് ഓരോരോ കാര്യങ്ങൾ ലിറ്റർജി തന്നെ മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ കലാപത്തിന് വരുന്നത്. അപ്പം ആൾക്കാർ റിജിഡ് ആണ്. ബിക്കോസ് അവരെ സംബന്ധിച്ച് അവരുടെ സത്യവിശ്വാസം, നേരെയുള്ള വിശ്വാസം, അവർ അതുവരെ അനുവർത്തിച്ച് പോകുന്ന വിശ്വാസം, അവർ കൈക്കൊണ്ട വിശ്വാസം, ആ വിശ്വാസത്തിൽ നിന്നും വ്യതിയാനങ്ങൾ വരുന്നുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ പോലും കലഹിച്ച കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കൈകടത്തലുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കൂട്ടത്തിൽ അവസാനത്തെ നേരെ വന്ന വ്യക്തിയാണ് സെവറിയോസ്. സെവറിയോസിനെ പാത്രിയാർക്കീസ് ആക്കുന്നത് ഈ ഫ്ലാവിയൻ രണ്ടാമനെ ഡിപ്പോസ് ചെയ്തുകൊണ്ടാണ്, അദ്ദേഹത്തെ റോങ്ലി ഡിപ്പോസ് ചെയ്തുകൊണ്ട്. അത് ഫ്ലാവിയനും അത്ര ഒരു ഫുള്ളി കറക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഹി വാസ് കൈൻഡ് ഓഫ് എ ന്യൂട്രൽ ബിറ്റ്വീൻ ദീസ് ടു പീപ്പിൾ. അതായത് ഇവർ രണ്ടുപേരുടെയും ഇടയ്ക്ക് ഒരു കൈൻഡ് ഓഫ് ന്യൂട്രൽ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഡിപ്പോസ് ചെയ്തിട്ടാണ് സെവറിയോസിനെ പാത്രിയാർക്കീസ് ആകുന്നത്. അപ്പോൾ സെവറിയോസിനെ പാത്രിയാർക്കീസ് ആയതിനു ശേഷം ഉള്ള കാര്യങ്ങളും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വിവരിച്ചിരുന്നു. ആദ്യം തന്നെ അദ്ദേഹം ഹെനോട്ടിക്കോൺ അക്സെപ്റ്റ് ചെയ്തെന്നുള്ള വ്യാജേന അദ്ദേഹം വന്നെങ്കിലും പിന്നീട് അതിന് നേരെ കരകവിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്ത് ദ വെരി മൊമെന്റ് ഹി വാസ് കോൺസെൻട്രേറ്റഡ് ആസ് ദി പാട്രിയാർക്ക് ഓഫ് അന്ത്യോക്ക്, അദ്ദേഹം ആദ്യം ചെയ്തത് തന്നെ മറ്റുള്ളവരെ എല്ലാം അനാത്തമ ചെയ്യുന്നത്, ശാപം ചൊല്ലാൻ വേണ്ടിയാണ്, ശപിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ അവിടെ തുടങ്ങി. അന്ന് തൊട്ടാണ് ഈ സഭയിൽ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തിൽ പല പല വിഘടനവാദങ്ങൾ ഉയർത്തുന്നവരുണ്ടായിരുന്നു, അകത്തോട് പണിയുന്നവരുണ്ടായിരുന്നു. പക്ഷെ അത് ഓപ്പൺലി പ്രൊഫസ് ചെയ്യുകയും ഓപ്പൺലി മറ്റുള്ള പാട്രിയാർക്സിനെയും സഭാപിതാക്കന്മാരെ പോലും ശപിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന വ്യക്തിയാണ് സെവറിയോസ്. അപ്പൊ സെവറിയോസിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, ഈ സഭ പിരിഞ്ഞു പോകാനും അന്ത്യോക്യ സഭയിൽ ഒരു വലിയൊരു ഭാഗത്തെ അടിച്ചുകൊണ്ട് പോകാനും ഒക്കെ പ്രധാന കാരണമായി പോയ ഒരു വ്യക്തിയാണ് ഈ സെവറിയോസ്. അദ്ദേഹത്തിന്റെ ഈ ശാപവാക്കുകളും അദ്ദേഹത്തിന്റെ നാക്കും. അപ്പൊ നാക്കെന്ന് പറയുമ്പോൾ ഈ പ്രസംഗം മുഴുവൻ ഈ ഹെററ്റിക് ആയിട്ടുള്ള പ്രസംഗം ആയിരുന്നു എന്നുള്ളത്. കാരണം അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ഹെറസീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നെസ്റ്റോറിനിസം, ഒന്ന് യൂത്തിക്കേനിസം ആണ്. നെസ്റ്റോറിനിസം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രധാന കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് നിങ്ങളെല്ലാവരും അത് മനസ്സിൽ കുറിക്കൊള്ളണം. കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവര് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അതായത് സംശയം കൂടാതെ ദൈവമാതാവ് എന്ന് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, തിയോളജിക്കലി അത് അവർക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ലെന്നുള്ളത്. കാരണം എങ്ങനെയാണ് നെസ്റ്റോറിനിസം വന്നത്? നെസ്റ്റോറിയൻ പറഞ്ഞു ക്രിസ്റ്റോട്ടോക്കോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ അതുപോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇവരെ തിയോളജിക്കലി പ്രൂവ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല.
മനസ്സിലായോ? അതായത് അതായത് ഈ യേശുക്രിസ്തുവിന്റെ നേച്ചറിനെ പറ്റി പറയുമ്പോൾ ഓൺലി വൺ നേച്ചർ, മോണോഫിസൈറ്റിക് എന്ന് പറഞ്ഞാൽ ഒറ്റ നേച്ചർ, മോണോ നേച്ചർ, ഒറ്റ നേച്ചറേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ഫുള്ളി ഗോഡ് ആണ്, ഫുള്ളി മാൻ ആണ് എന്നുള്ള, മനുഷ്യനാണ്, അല്ലെങ്കിൽ 100% ഗോഡ് ആൻഡ് 100% മാൻ എന്നുള്ള കാര്യം ഒറ്റ നേച്ചറിൽ എങ്ങനെ വരും? അത് ദാറ്റ് ഹാസ് ടു ബി ഫ്യൂസ്ഡ് എന്നുള്ളതായിരുന്നു ഇവരുടെ ഏറ്റവും ബേസിക് ആയിട്ട് ആദ്യമേ ഇവർ പഠിപ്പിച്ച ഡോക്ടറിൻ അത് തന്നെയായിരുന്നു. പിന്നീട് ഇന്ന് അതിന് വ്യതിയാനമൊക്കെ വന്നിട്ട് അതിനകത്ത് ഈ പറയുന്ന പോലെ വേർഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അതിന് മിങ്കിൾ ചെയ്യുന്നില്ല, അതൊക്കെ ഇൻസെപ്പറബിൾ, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ചില കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നീട് പിൽക്കാലത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർ ബേസിക്കലി പഠിപ്പിച്ചത് ഫ്യൂഷൻ തന്നെയാണ്, ഒരു ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു നേച്ചർ അവർ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇവർക്കെതിരെ അതാവും. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഫുള്ളി ഗോഡ് ആണെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് തിയോട്ടോക്കോസ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഇറ്റ് ഹാസ് ടു ബി സംതിങ് എൽസ്. അതുകൊണ്ടാണ് നെസ്റ്റോറിനിസം എന്നുള്ള ആർഗ്യുമെന്റ് അദ്ദേഹത്തിനെതിരെ വന്നത്. പിന്നെ യൂത്തിക്കേനിസം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ, കാരണം ഒറ്റ നേച്ചറേ ഉള്ളൂ എന്നും, അത് മോണോഫിസൈറ്റിസം, അത് തന്നെയാണ് യൂത്തിക്കേനിസം, അതിന്റെ ഒരു വകഭേദമാണ്. അപ്പൊ യൂത്തിക്കേനിസം ഇവർക്കെതിരെ ഉന്നയിക്കാനുള്ള പ്രധാന കാരണം ഡയസ്കോറസ് ഒക്കെ അന്ന് സിനഡ് നടത്തിയിട്ട് വിളിച്ചു വരുത്തി പ്രസംഗിപ്പിച്ചതായാണ് ഈ യൂത്തിക്കേനിയ, അതായത് അന്ന് ശപിച്ചു തള്ളി അവനെയാണ് പിടിച്ചിട്ട് ഈ സിനഡ് വരെ നടത്തിയത്. അപ്പൊ ഇതിനകത്ത് നിന്നാണ് ഇവരുടെ ബേസിക് വന്നത്. അപ്പൊ ഒറ്റ നേച്ചർ ഉള്ളെന്ന് പറയുമ്പോൾ തന്നെ യൂത്തിക്കേനിസം വന്നു. അപ്പൊ ഈ രണ്ട് ഏറ്റവും വലിയ ഹെറസീസ് മുകളിൽ വീണ വ്യക്തിയാണ് ഈ സെവറിയോസ്. അപ്പൊ ഈ സെവറിയോസ് അന്ന് നടത്തിയ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തെ അന്ത്യോക്യയിൽ നിന്നും എക്സൈൽ ചെയ്തു. എക്സൈൽ ചെയ്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ചിട്ട് അദ്ദേഹത്തെ പലതവണ ഈ ജസ്റ്റിൻ വൺ ചക്രവർത്തി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടത്തി. പക്ഷെ അതിനൊന്നും വഴങ്ങാതെ അദ്ദേഹം ശക്തമായിട്ട് നിന്നതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു കെട്ടി അദ്ദേഹത്തെ നാവ് കണ്ടിക്കാൻ പറഞ്ഞു എന്നാ പറയുന്നത്. അതിനൊന്നും ഈ പറയുന്ന ഒരു തെളിവൊന്നുമില്ല, അത് ചരിത്രത്തിൽ ഓറലി പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനകത്ത് എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. ഈ വിഷയം ജസ്റ്റിൻ വൺ ഇങ്ങനെ ഇദ്ദേഹത്തെ അദ്ദേഹത്തെ എക്സൈൽ ചെയ്യാനും പിടിച്ച് ജയിലിലാക്കാനുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്ന് ഇദ്ദേഹത്തെ അറിയിച്ചത് ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട തിയോഡോറയാണ്. തിയോഡോറ എന്ന് അദ്ദേഹത്തിന്റെ മറ്റേ ജസ്റ്റീനിയന്റെ ഭാര്യയാണ് അദ്ദേഹം മുഖാന്തരം. ജസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റിൻ വണ്ണിന്റെ നെഫ്യൂ ആണ്. അപ്പൊ അവർക്ക് അന്ന് രാജകൊട്ടാരമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് അവർ ഈ വാർത്ത അറിഞ്ഞു. അല്ലെങ്കിൽ വാർത്ത എത്രമാത്രം ശരിയാന്നുള്ള കാര്യത്തെ പറ്റിയും സംശയമുണ്ട്. പക്ഷെ വാട്ട് എവർ ഇറ്റ് മേ ബി, എനിവേ ഈ ന്യൂസ് ഇത് സെവറിയോസിനെ അറിയിക്കുന്നത് നമ്മുടെ ഡോറ ആണ്. അപ്പൊ ഈ പുള്ളിക്കാരി ഇത് അറിയിച്ചു. അന്നേരം എന്ത് ചെയ്തു? ഇദ്ദേഹം ഉടനെ അവിടുന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക ചെയ്യുന്നത്. ഓടിച്ചെന്ന് പറഞ്ഞാൽ അവർ ചരിത്രം പറയുന്നത് ഒരു വള്ളത്തിൽ കയറി ആണ് അവിടുന്ന് രക്ഷപ്പെടുന്നതെന്നാണ്, അന്ത്യോക്യ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഈജിപ്തിലേക്ക് പോവുകയും അവിടെ ഈജിപ്തിൽ പിന്നെ അലക്സാണ്ട്രിയയിൽ അവിടെ കോപ്റ്റിക് പോപ്പ് അറിയാമല്ലോ, അവരിപ്പം അവരുടെ തന്നെ തിയോളജിയാണ് ഇദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത്. ഇദ്ദേഹം ബേസിക്കലി ഒരു അലക്സാണ്ട്രിയൻ സ്കൂളിന്റെ ഭാഗമായിട്ടിരുന്ന വ്യക്തിയാണ് ഈ സെവറിയോസ്. അപ്പം അൾട്ടിമേറ്റ്ലി അവരെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ദെയർ മാൻ, അവരുടെ മനുഷ്യൻ തന്നെയാണ്. അകത്ത് ഇവർ ട്രോജൻ കുതിരയായിട്ട് കയറ്റിവിട്ടിയ ഒരു വ്യക്തിയാണ് ഈ സെവറിയോസ്. അപ്പൊ അദ്ദേഹത്തെ വലിയ കാര്യമായിട്ട് അവർ സ്വീകരിച്ചു. അവരുടെ ഭാഗമായിട്ട് സെവറിയോസ് പിൽക്കാലത്ത് അവിടെ വർഷങ്ങൾ നിന്നു. ഈ പലപ്പോഴും അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം ഈ സഭ സിനഡ് കൂടി ഉടനെ അടുത്ത പാട്രിയാർക്കിനെ തീരുമാനിച്ചു. അവരങ്ങനെ മുന്നോട്ട് പോയെന്നുള്ളതാണ്. അപ്പം ആ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ്, അപ്പൊ അതിനകത്തില് അന്ന് തീരുമാനിച്ച ലിസ്റ്റിനകത്തിൽ ഒരു 4-5 പേരുടെ പേര് പോലും ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ നേരത്തെ പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ്. ഇവരുടെ ലിസ്റ്റ് ഓഫ് അന്ത്യോക്യൻ പാട്രിയാക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ ഈ syriac.org ഒരു വെബ്സൈറ്റ് വരും. അതിനകത്ത് എടുത്ത് നോക്കിയാൽ ഈ പറഞ്ഞ അവിടെ ഒരു ലിസ്റ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവർ ഈ സെവറിയോസിന് ശേഷം ഉണ്ടായിരുന്ന പാട്രിയാക്സിന്റെ പേരുണ്ട്. അവർ നമ്പർ ചെയ്തിട്ടില്ല, പക്ഷെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ഈ സെയിം കാര്യം തന്നെ ഇവരുടെ ഈ യാക്കോബായ സഭയുടെ വലിയൊരു ചരിത്രകാരനായ ബാർ എബ്രായ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്റെ ലിസ്റ്റിനകത്തിൽ ശേഷം വന്ന ഗ്രീക്ക് സഭയുടെ ഒറിജിനൽ അന്ത്യോക്യ സഭയുടെ പാട്രിയാക്സിന്റെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒരു കൊടുക്കാനുള്ള ഒരു മാന്യത ബാർ എബ്രായയും കാണിച്ചു എന്നുള്ളതാണ്. ഇവരിപ്പോഴും കാണിക്കുന്നുണ്ട്. ഇവരുടെ ഒരു അമേരിക്കൻ ഡയസിസ് എന്നുള്ള ഒരു വെബ്സൈറ്റ്, അതിനകത്ത് ഇവർ കാണിച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ ബാർ എബ്രായും അത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു സത്യസന്ധത കാണിച്ചതിനകത്ത് നമ്മൾ അഭിനന്ദിക്കണം. പക്ഷെ ബാർ എബ്രായ ഈ പിന്നീട് വന്ന പാത്രികസ്മാരെ പറ്റി മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അത് ഒബ്വിയസ്ലി ബിക്കോസ് അവർക്കെതിരായിട്ടുള്ള ആളല്ലേ, അപ്പം പിന്നെ അത് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എനിവേ, അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളിൽ അവരുടെ സോഴ്സിൽ നിന്ന്, അപ്പൊ ഞങ്ങൾ ഈ പറയേണ്ട കാരണം ഇത് ഇവരുടെ സോഴ്സിൽ നിന്ന്. ഇപ്പൊ ഞങ്ങൾ പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ മറ്റൊരു സോഴ്സിൽ നിന്നല്ല പറയുന്നത്. നമ്മൾ സെക്കുലർ ഹിസ്റ്ററി എന്നും പറയുന്നുണ്ട്, ഇവരുടെ തന്നെ സോഴ്സിൽ നിന്നും പറയുന്നുണ്ട്. അപ്പൊ അതൊരു ഉദാഹരണമാണ്. ഈ സെവറിയോസിന് ശേഷം മറ്റ് പാത്രികസ്മാർ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവരുടെ വെബ്സൈറ്റ്സിൽ തന്നെ ഇറ്റ് ഇസ് വെരി മച്ച് എവിഡന്റ്. അത് നിങ്ങൾക്ക് പോയി നോക്കിയാൽ കിട്ടും. അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ ചരിത്രകാരനായ അവരുടെ മഫ്രിയാനോ ആയിരുന്ന ബാർ എബ്രായയുടെ എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററിക്ക് അതിൽ ഇവരുടെ ലിസ്റ്റ് ഓഫ് പാട്രിയാക്സിന്റെ കൂട്ടത്തിൽ സെവറിയോസിന് ശേഷം ബാക്കി വന്നിരിക്കുന്ന 4 5 പാത്രികസ്മാരുടെ ലിസ്റ്റ് ബാർ എബ്രായ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവരുടെ പുതിയ പാത്രികസിനെ ആദ്യമായിട്ട് യാക്കോബ് പ്രധാനികളുടെ വാഴിച്ച
പാത്രിക്കീസിന്റെ സെക്കസ് ഓഫ് ടെലയുടെ കാര്യങ്ങൾ പിന്നീട് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സെവറിയോസിനെ അങ്ങനെ നാട് കടത്തി ആ സഭ എന്ത് ചെയ്തു? സഭ അടുത്ത സെനറ്റ് കൂടി അടുത്ത പാത്രിക്കീസുമാരെ തെരഞ്ഞെടുത്ത് അവരങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു. അതേസമയം ഇങ്ങേപ്പുറത്ത് വിഘടനവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സെവറിയോസ് അലക്സാണ്ട്രിയയിൽ പോയിട്ട് വെറുതെ ഇരുന്നില്ല. അദ്ദേഹം അവർക്ക് ഓൾറെഡി അവരുടെ പിതാക്കന്മാർ, അതായത് അലക്സാണ്ട്രിയൻ പിതാക്കന്മാർ, കോപ്റ്റിക് പിതാക്കന്മാർ അവർക്ക് കൊടുത്ത അല്ലെങ്കിൽ അവരെ പരിമേൽപ്പിച്ച അല്ലെങ്കിൽ അവർക്ക് തന്ന മാതൃക അദ്ദേഹം പിൻപറ്റിക്കൊണ്ട് ഇവിടെ അന്ത്യോക്യ സഭ എങ്ങനെ പുലർത്തണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം മനമുഖരത്തിൽ അദ്ദേഹം കൂട്ടി. നേരിട്ട് അദ്ദേഹം ചെയ്തില്ലെങ്കിലും ചെയ്യാനുള്ള അവർക്ക് വേണ്ടി റിസോഴ്സസ് ഉണ്ടാക്കി വെക്കാനായിട്ട് സെവറിയോസ് പരിശ്രമിച്ചു എന്നുള്ളതാണ് പിന്നീട് കാണുന്നത്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അലക്സാണ്ട്രിയൻ സഭയുടെ ഒറിജിനൽ ലിറ്റർജി ആയിരുന്ന ഗ്രീക്ക് ലിറ്റർജി അവരെന്ത് ചെയ്തു? മൊഴിമാറ്റം നടത്തി, ഭാഷാന്തരം നടത്തിയിട്ട് കോപ്റ്റിക് ഭാഷയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇന്ന് കോപ്റ്റിക് ഭാഷയിലാണ് ഇന്ന് ഇവരുടെ ലിറ്റർജിക്കൽ ലാംഗ്വേജ് കിടക്കുന്നത്. അതേ കാര്യം തന്നെ അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് ആ അലക്സാണ്ട്രിയൻ കള്ളപ്പിതാക്കന്മാർ ചെയ്ത അതേ പരിപാടി സെവറിയോസ് അവിടെ ചെയ്തു. സെവറിയോസ് അവിടെ ചെന്നിട്ട് ഒറിജിനൽ അന്ത്യോക്യ സഭയുടെ ഒറിജിനൽ ലിറ്റർജി എന്ത് ചെയ്തു? വെസ്റ്റ് സിറിയായിക് ഭാഷയിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തു. ഇദ്ദേഹമാണ് ഇവരുടെ ഈ യാക്കോബായ സഭയുടെ ലിറ്റർജിയുടെ ഒരു ഉപജ്ഞാതാവ് എന്ന് പറയാൻ പറ്റുന്നത്. കാരണം അന്ന് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒറിജിനൽ അന്ത്യോക്യ സഭയുടെ ലിറ്റർജി മാത്രമല്ല, ഈ കോപ്റ്റിക്കുകാരുടെ ലിറ്റർജിയും. അപ്പൊ അദ്ദേഹം അവിടെ ഓൾറെഡി അലക്സാണ്ട്രിയയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ വരവേൽപ്പായിരുന്നു, വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്താണ് അദ്ദേഹത്തെ അവിടെ താമസിപ്പിച്ചത്. അപ്പൊ ആ സമയത്ത് അവിടെ അലക്സാണ്ട്രിയൻ സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും ഇദ്ദേഹം ഇടപെട്ടു. ഹി വാസ് എ ഡിപ്പോസ്ഡ് പാട്രിയാർക്ക് ഫ്രം അന്ത്യോക്ക്, ഹി വാസ് എക്സൈൽഡ് ഫ്രം അന്ത്യോക്ക്. പക്ഷേ ഇദ്ദേഹം ഇവിടെ കോപ്റ്റിക് സഭയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെട്ടു. അങ്ങനെ അവിടുത്തെ പാത്രികീസുമാരുടെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പുള്ളിക്ക് എത്ര നല്ല വോയിസ് ഉണ്ടായിരുന്നു അവിടെ. ബിക്കോസ് വളരെ വെരി മച്ച് ഏബിൾ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു, വളരെ ശക്തനായ പ്രാസംഗികനായിരുന്നു, തന്റെ വാദങ്ങൾ ശക്തമായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള വ്യക്തി തന്നെയായിരുന്നു സെവറിയോസ്, സംശയക്കാര്യത്തില്ല. അങ്ങനെ സെവറിയോസ് അവിടെയും വലിയൊരു ഹീറോ ആയിട്ട് ഈ കോപ്റ്റിക് സഭയിൽ, നോട്ട് ദി അലക്സാണ്ട്രിയൻ റിയൽ സഭ, കോപ്റ്റിക് സഭയുടെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്നു. ആ സമയത്ത് അദ്ദേഹം കോപ്റ്റിക്കാർ നേരത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ച അവരുടെ കോപ്റ്റിക് ലിറ്റർജി എന്നുള്ള ട്രാൻസ്ലേഷൻസ് ചെയ്തു. അപ്പം ഇന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ പലതവണ പറഞ്ഞിരുന്നു, അതായത് ഇന്ന് ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയുമായിട്ടുള്ള തർക്ക വിഷയങ്ങളിൽ ഈ ഭയങ്കര ഓർത്തഡോക്സുകാർക്കെതിരെ ഉന്നയിക്കുന്ന ചില വളരെ മോശമായിട്ടുള്ള ആരോപണങ്ങളിലൊന്നാണ് ഞങ്ങളുടെ ലിറ്റർജി ഇങ്ങ് തിരിച്ചതാ, ഞങ്ങളുടെ ലിറ്റർജി നിനക്കൊക്കെ ഉപയോഗിക്കാൻ നാണമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഇവരുടെ പ്രയോഗങ്ങൾ ഇവരിന്ന് നടത്താറുണ്ട്. പക്ഷെ ഇവരുടെ ലിറ്റർജി ഇവർക്ക് എവിടുന്ന് കിട്ടി എന്നുള്ളതാണ് ഞാനിപ്പോ പറയുന്നത്. ഇത് നിങ്ങൾക്ക് റിഫ്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾ കൂടെ സാധിക്കില്ല. ഇതാണ് ചരിത്രം. കാരണം നിങ്ങളുടെ ലിറ്റർജി നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? ഇവര് വളരെ പുകഴ്പ്പെട്ട് ഇവിടെ ശിവ പീഡികലെ പോലുള്ളവരൊക്കെ ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ള അനേകം ലൈവ് വീഡിയോസ് ചെയ്തിട്ടുള്ള, മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള സെവറിയോസിന്റെ മാനിത്വം, കുർബാനയുടെ തുടക്കത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് അതുപോലെ കുർബാനയുടെ തുടക്കത്തിൽ പറയുന്ന സെവറിയോസിന്റെ മാനിത്വം എന്ന് പറയുന്നത് പോലും അത് അലക്സാണ്ട്രിയയിലെ നേരത്തെ ഉണ്ടായിരുന്ന നിക്കിയ കൗൺസിലിന്റെ തന്നെ ഒരു ചാമ്പ്യൻ ആയിരുന്ന അത്തനേഷ്യസ് പിതാവിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രയറിന്റെ ട്രാൻസ്ലേഷനാണ്. അതുപോലെ തന്നെ ജോൺ ക്രിസോസ്റ്റം, അദ്ദേഹം ഒരു കോൺസ്റ്റന്റിനോപ്പോളിന്റെ പാട്രിയാർക്കായിരുന്നു. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനകളുടെ ഒരു കോമ്പിനേഷൻ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതാണ് ഈ സെവറിയോസിന്റെ മാനിത്വം എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഒറിജിനൽ റൈറ്റേഴ്സ് ആരാ? ഒറിജിനൽ റൈറ്റേഴ്സ് അത്തനേഷ്യസും ജോൺ ക്രിസോസ്റ്റവുമാണ്. അപ്പൊ അവർക്ക് ഡ്യൂ ക്രെഡിറ്റ് കൊടുക്കാതെ ഈ മാനിത്തോ സെവറിയോസിന്റെ ആന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനമായിട്ട് ഇവർ എടുത്തു വെക്കുന്ന ഏറ്റവും മുന്നിൽ സെവറിയോസിന്റെ ലിറ്റർജിക്കൽ റൈറ്റിംഗ്സിൽ ഏറ്റവും മുന്നിൽ വെക്കുന്ന നമ്പർ 1 ഭാഗം എന്ന് പറയുന്ന ഇവർ ഏറ്റവും ഇങ്ങനെ പൊക്കി ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാനിത്തോയുടെ കാര്യം തന്നെ ഇതാണ്. ഇവർ ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പൊ ഇതാണ് സെവറിയോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ്. അദ്ദേഹം വളരെ ശക്തനായ പ്രാസംഗികയായിരുന്നു, കഴിവുള്ള വ്യക്തിയായിരുന്നു. ഹെറസിയാണ് പ്രസംഗിച്ചെന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. മാത്രമല്ല അദ്ദേഹം ചെയ്തത് കൂടുതലും ട്രാൻസ്ലേഷൻസ് ആണ്, മോർ ദാൻ ഈ സ്വന്തമായിട്ട് എഴുതുന്നതിനേക്കാളും കൂടുതൽ ഈ ട്രാൻസ്ലേഷൻസ് ആണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഈ അന്ത്യോക്യൻ സഭയുടെ ഗ്രീക്ക് സഭയുടെ ട്രാൻസ്ലേഷൻസ് അല്ല, ഒറിജിനൽ ലിറ്റർജിയും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ട്രാൻസ്ലേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒറിജിനൽ ലിറ്റർജി ഉപയോഗിക്കുന്നവരിൽ നമുക്ക് ലിറ്റർജിക്കലി നോക്കുന്നുണ്ടെ ഇവരുടെ തിയോളജിയിൽ ഒത്തിരി ഹെറസി ഉണ്ടെങ്കിലും ലിറ്റർജിക്കലി നോക്കുന്നുണ്ടെ ഈ ഹെറസീസ് കാര്യമായിട്ട് കാണാനില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ഒറിജിനലി ഡയഫിസൈറ്റിസം ഹോൾഡ് ചെയ്ത അല്ലെങ്കിൽ ഒറിജിനൽ സഭയുടെ തിയോളജിയുടെ ഭാഗമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതാണ് ഇതൊക്കെ എന്നുള്ളതാണ്. അപ്പൊ ഇവർ ഈ ഭാഷാന്തരം ചെയ്യാനുള്ള പ്രധാന കാരണം ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരാൻ വേണ്ടി, വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയാണ്. പിന്നെ അവർക്ക് മനസ്സിലായ മറ്റൊരു കാര്യം കൂടിയാണ്, സാധാരണ
സാധാരണ ആയിട്ടുള്ള ആൾക്കാർ, പെസൻസ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ വലിയ ഔന്നിത്യത്തിലല്ലാതെ സാധാരണഗതിയിൽ വളരെ സാധാരണപ്പെട്ടവരായി ജീവിക്കുന്നവർ, അവരുടെ സംസാര ഭാഷയായിരുന്നു സുറിയാനി, വെസ്റ്റ് സുറിയാനി, ഈ സുറിയാനി, അപ്പൊ അങ്ങനെയുള്ള ഭാഷ. അപ്പൊ ഈ അതിനകത്തിലെ വെസ്റ്റ് സുറിയാനി ഭാഷ തെരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം അവരിലേക്ക് കൂടെ എത്താൻ എളുപ്പമാണ്. ഇപ്പൊ നമ്മളിപ്പം തന്നെ അറിയാമല്ലോ, നേരത്തെയൊക്കെ ഇവിടെ കേരളത്തിൽ ഈസ്റ്റ് സിറിയായിക് ലിറ്ററേച്ചർ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. യാക്കോബക്കാർ വന്നതിന് ശേഷം ഈ ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള ഒരു വെസ്റ്റ് സിറിയായിക് ലിറ്ററേച്ചർ ഉപയോഗിക്കാൻ തുടങ്ങി. അതിന്റെ തുടക്കകാലത്തൊക്കെ ഈ പറയുന്ന സുറിയാനി ഭാഷയിൽ ചൊല്ലുന്ന പല കാര്യങ്ങളും എല്ലാവർക്കും അറിവുള്ളതല്ലല്ലോ, എല്ലാവർക്കും അറിയത്തില്ല. ചില കാര്യങ്ങളെ പറ്റി അറിയാം, പക്ഷെ എല്ലാം ഇപ്പം മുഴുവൻ അർത്ഥം മനസ്സിലാക്കി അല്ല പലപ്പോഴും ആ കുർബാനയുടെ ഭാഗങ്ങളൊക്കെ ചൊല്ലുന്നത്. അറിയാത്തവരില്ല എന്നല്ല, മഹാഭൂരിപക്ഷം ആൾക്കാർക്കും എല്ലാ കാര്യങ്ങളും അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ മലയാളത്തിലേക്ക് ഇത് മുഴുമാറ്റം ചെയ്ത് അല്ലെങ്കിൽ ഭാഷാന്തരം ചെയ്ത് കഴിഞ്ഞിട്ട് ചൊല്ലുന്ന ഒരു വ്യത്യാസമുണ്ട് അല്ലേ? അത് നമ്മൾ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചൊല്ലാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഇവരെ സംബന്ധിച്ച് ഗ്രീക്കിൽ പറയുന്ന, അല്ലെങ്കിൽ അതൊരു ഒരു ഒരു എന്താ പറയണ്ടേ, ഒരു അന്നത്തെ ഫിലോസഫിക്കൽ അല്ലെങ്കിൽ അങ്ങനെ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ട് പീപ്പിൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണത്. അപ്പൊ എഴുത്തും വായനയൊക്കെ അറിയാവുന്ന അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഔന്നിത്യത്തിൽ ജീവിക്കുന്നവർ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഷയിൽ നിന്നും അവർക്ക് ഗ്രീക്ക് അറിയത്തില്ല എന്നല്ല, പക്ഷെ അന്നത്തെ അതിന്റെ ഫിലോസഫിക്കൽ ടച്ചിൽ നിന്ന് മാറി കുറച്ചുകൂടെ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ഭാഷ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനോട് വലിയൊരു സ്വീകാര്യത സാധാരണ ജനങ്ങൾക്കുണ്ടാവും. മനസ്സിലായി? അപ്പൊ അതാണ് അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചത്. കോപ്റ്റിക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തപ്പോഴും അത് അവർ ചെയ്തത്. അതുപോലെ തന്നെ വെസ്റ്റ് സിറിയക്കിലേക്ക് ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ സെവറിയോസ് മുഖാന്തരമാണ് മഹാഭൂരിപക്ഷം ഇവരുടെ ലിറ്റർജിയൊക്കെ ഇവര് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അദ്ദേഹം സ്വതവേ എഴുതിയതിനേക്കാളും സ്വതവേ എഴുതിയെന്ന് നമുക്ക് എത്രമാത്രം പറയാൻ പറ്റത്തില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പ്രധാന സെവറിയോസിന്റെ മാനിസോ ഉൾപ്പെടെയുള്ള അതൊക്കെ ഡയറക്ട്ലി ഒരു ട്രാൻസ്ലേഷൻ, ഡ്യൂ ക്രെഡിറ്റ് കൊടുക്കാതുള്ള ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണ് ഈ സെവറിയോസ് ആ കാലഘട്ടങ്ങളിൽ ഈ ഒരു സഭ ഉണ്ടാക്കണം എന്നുള്ള താല്പര്യത്തിൽ തന്നെയാണ് ഇതൊക്കെ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സിറിയക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ സെവറിയോസിന്റെ ഒരു താല്പര്യമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും അത് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ദൈവികമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കാം. കാരണം താന് ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ യാക്കോബക്കാരുടെ ലിസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സെവറിയോസ് ഹീസ് ആൻ അന്ത്യോക്യൻ പാത്രിയർക്കീസ് തന്നെയായിരുന്നു, സംശയമില്ല. കാരണം ലെജിറ്റിമേറ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഒറിജിനൽ കൈവപ്പുള്ള അന്ത്യോക്യൻ സഭയുടെ കൈവപ്പുള്ള പാത്രിയർക്കീസ് ആയിരുന്നു ഈ സെവറിയോസിന് വേണമെങ്കിൽ താൻ തെറ്റായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തെ പുറത്താക്കിയതാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ലീനേജ് അദ്ദേഹത്തിന് ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ കൈവപ്പുള്ള ഒരു വ്യക്തി പുതുതായി ഒരു സഭ സ്ഥാപിച്ചു വരുന്നുവെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന പോലെ ഇപ്പം സെവറിയോസും പിന്നെ അന്നുള്ള കോപ്റ്റിക് പാത്രിയർക്കീസും അവരെല്ലാവരും ചേർന്നിട്ടൊരു പുതിയ കുറച്ച് അച്ഛന്മാരെയൊക്കെ ബിഷപ്പ്മാരായിട്ട് വാഴിച്ച് അവരൊരു സഭ സമാന്തരമായിട്ട് തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ആ ഒറിജിനൽ പാത്രിയർക്കീസിന്റെ കണ്ടിന്യൂഷൻ ആണെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം അതിനുവേണ്ടിയുള്ള, അങ്ങനെ ഇവർ ചെയ്യുന്നെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള റിസോഴ്സസ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളൊരു കാര്യം ചെയ്തു. അപ്പം മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ അത് ദൈവം അനുവദിച്ചില്ല എന്നുള്ളത് ഉണ്ട്. അപ്പൊ ദൈവിക ഒരു കൈകടത്തൽ, ദൈവത്തിന്റെ ഒരു പ്രവർത്തനമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുകയാണ്. അപ്പം ഈ സെവറിയോസിന്റെ കാര്യത്തിൽ പിന്നീട് സംഭവിച്ചത്, സെവറിയോസിനെ ഈ ജസ്റ്റിൻ വണ്ണിന്റെ മരണശേഷം ജസ്റ്റീനിയൻ ചക്രവർത്തി രാജഭരണം ഏറ്റെടുത്തു കോൺസ്റ്റാന്റിനോപ്പിളിൽ. അപ്പം ഈ ഏറ്റെടുക്കുന്ന സമയത്ത് അവർക്ക് നമ്മുടെ തിയോഡോറയാണ് രാജ്ഞിയായിട്ടുള്ളത്. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് പ്രത്യേകിച്ച് ഈമിയ ഫിസൈറ്റിക് അല്ലെങ്കിൽ നോൺ കാൽസിഡോണിയൻ വിഭാഗത്തിന് അന്ന് മുതലേ ഉണ്ട്. വലിയ ശക്തമായ അവർക്കെതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതിനും ചക്രവർത്തി വിമുഖതനായിരുന്നു. അതിന് പ്രധാന കാരണം ഈ തിയോഡോറ രാജ്ഞിയുടെ ഒരു ഇതായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് പലപ്പോഴും ഇവരെ വിളിച്ചിട്ട് ഒരു ചർച്ച നടത്തുകയും അല്ലെങ്കിൽ ഈ എക്സൈലിൽ പോയ ഇവരെയും അതുപോലെ തന്നെ തിരിച്ച് ഈ സ്കിസത്തിൽ പോയ ഭാഗത്തെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അത് AD 534 34-35 കാലഘട്ടങ്ങളിൽ ഈ സെവറിയോസിനെ തിരിച്ച് കോൺസ്റ്റാന്റിനോപ്പിളിൽ വിളിച്ചു. ആദ്യം അദ്ദേഹം വരാൻ വിമുഖത പാലിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം വന്നു. AD 535 അദ്ദേഹം 34-35 കാലഘട്ടത്തിൽ അദ്ദേഹം വന്നു. അദ്ദേഹം അവിടെ വന്നത് സത്യം പറഞ്ഞാൽ സഭയ്ക്ക് ഒരു വലിയൊരു നെഗറ്റിവിറ്റിയാണ് ഉണ്ടായത്. കാരണം അന്ന് അവിടെ ഇദ്ദേഹം വന്നതിന് ശേഷമാണ് അവിടെ കോൺസ്റ്റാന്റിനോപ്പിളിൽ പുതിയൊരു പാത്രിയർക്കീസ് വാഴിക്കപ്പെട്ടു. അത് അന്തിമോസ് എന്നുള്ളൊരു അന്തിമോസാണ്. ഈ അന്തിമോസിനെ ഈ സെവറിയോസ് കോൺസ്റ്റാന്റിനോപ്പിൾ തിരിച്ച് എക്സൈലിൽ നിന്ന് തിരിച്ചു വന്ന കാലഘട്ടത്തിൽ, അപ്പൊ ഓൾറെഡി എക്സൈലിൽ തിരിച്ചു വന്നെന്ന് പറയുമ്പോൾ പാത്രിയർക്കീസായി വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഓൾറെഡി അന്ത്യോക്യ സഭയിൽ പുതിയ പാത്രിയർക്കീസ് ഉണ്ട്, അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലീനേജിൽ ആ സഭ മുന്നോട്ട് പോകുന്നുണ്ട്. അന്ത്യോക്യയിലും അല്ല സെവറിയോസ് വന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലാണ് വന്നത്.
അപ്പൊ അത് തെറ്റിദ്ധരിക്കില്ല അങ്ങനെ. അപ്പം അദ്ദേഹം കോൺസ്റ്റന്റിനോപ്പിൾ വന്നപ്പം അവിടെ ഉണ്ടായിരുന്ന ഈ പ്രവർത്തനം എന്ന് പറഞ്ഞ പോലെ ഈ ഹെററ്റിക് പ്രവർത്തനം അദ്ദേഹം അന്ന് നടപ്പിലാക്കി എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ അന്തിമോസിനെ പറഞ്ഞ് ഈ ഒരു ഐഡിയയിലേക്ക്, നോൺ കാൽസിഡോണിയൽ ഐഡിയയിലേക്ക് ഈ അന്തോമോസിനെ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു രഹസ്യ ശിഷ്യനായി മാറിയാറ് ഈ അന്തിമോസ്. അദ്ദേഹം പരസ്യമായിട്ട് അത് പറയാൻ റെഡിയായില്ല, പക്ഷേ ഇൻ ആൻഡ് ഔട്ട് ഹി വാസ് നോൺ കാൽസിഡോണിയൻ. അതിലേക്ക് അദ്ദേഹത്തെ സ്വേ ചെയ്യാനായിട്ട് ഈ സെവറിയോസിന് സാധിച്ചെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇവര് വീണ്ടും ഒരു കോൺസ്പിറസി ഇദ്ദേഹം ചെയ്യുവാണ്. അതായത് ഈ ബാക്കി കോൺസ്റ്റന്റിനോപ്പിൾ സഭയും കൂടി പറ്റുമെങ്കിൽ ഒരു പാത്രിക്കസിനെ കൈ കിട്ടിയപ്പോൾ വേണമെങ്കിൽ പിടിച്ചെടുക്കാമെന്നൊക്കെ ഒരു കോൺസ്പിറസി നടക്കുന്ന സമയത്താണ് പോപ്പ് അഗപ്പറ്റസ് ഒന്നാമൻ അദ്ദേഹം ഈ വിഷയങ്ങൾ അറിയുകയും അദ്ദേഹം നേരെ അതായത് റോമൻ ബിഷപ്പ് പോപ്പ് നേരെ കോൺസ്റ്റന്റിനോപ്പിൾ വരികയും ഈ വിഷയങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹം വന്നിട്ട് അന്തിമോസിനെയും ഈ പറയുന്ന അവരുമായിട്ട് കോൺസ്പിറസി ചെയ്ത ആൾക്കാരെയൊക്കെ ഡിപ്പോസ് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ പോപ്പ് നേരിട്ട് വന്ന് കോൺസ്റ്റന്റിനോപ്പിളിലേക്ക് നേരിട്ട് വന്ന് ജസ്റ്റീനിയൻ ചക്രവർത്തിയെ കൊണ്ട് അദ്ദേഹം അതിന് ഫുൾ സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ അന്തിമോസിനെ ഡിപ്പോസ് ചെയ്തു. മെനാസ് എന്ന് പറഞ്ഞ അടുത്ത ഒരു പാത്രിക്കസിനെ അവിടെ അവരോധിച്ചു. അപ്പം അങ്ങനെ ഒരു നോൺ കാൽസിഡോണിയൻ പാത്രിക്കസ് ഈ പറഞ്ഞ ഇയാള് ഈ സെവറിയസ് മുഖാന്തരമായ അദ്ദേഹത്തെ ഡിപ്പോസ് ചെയ്തപ്പോൾ എന്ത് ചോദിച്ചു വെച്ചാൽ നമ്മുടെ ഈ തിയോഡോറ ഈ അന്തിമോസിനെ പിടിച്ച് അന്തപുരത്തിൽ താമസിപ്പിക്കുക ചെയ്തത്. പിന്നീട് ഏകദേശം ചരിത്രം പറയുന്നത് 10 മുതൽ 12 വർഷം വരെ ഈ തിയോഡോറോയുടെ അന്തപുരത്തിലായിരുന്നു ഈ ഡിപ്പോസ്ഡ് ആയിട്ടുള്ള പാത്രിക്കസായ അന്തിമോസ് താമസിച്ചത്. അപ്പം അങ്ങനെ തിയോഡോറോയുടെ അന്തപുരത്തിലായിരുന്നു ഈ എക്സൈൽഡ് ആയിട്ടുള്ള ഈ നോൺ കാൽസിഡോൺ, അതായത് സെവറിയോസ് സ്വേ ചെയ്ത ഈ പാത്രിക്കസ് പിന്നീട് ഈ ഡിപ്പോസ്ഡ് ആയിട്ടുള്ള പാത്രിക്കസ് പിന്നീട് താമസിച്ചത്. അങ്ങനെ ഈ മെനസ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം വന്ന പാത്രിക്കസ് എന്ത് ചെയ്തു, സിനഡ് വിളിച്ച് കൂട്ടിയിട്ട് നേരത്തെ നിങ്ങൾ ചിന്തിക്കണം, നേരത്തെ സെവറിയോസ് വാസ് ഓൺലി ഡിപ്പോസ്ഡ് ആൻഡ് വാസ് എക്സൈൽഡ്. സെവറിയോസിനെ ഡിപ്പോസ് ചെയ്തു, സഭയിൽ പുറത്തൊന്നും ആക്കിയിട്ടില്ല, ഡിപ്പോസ് ചെയ്ത് സ്ഥാനഭ്രഷ്ടനാക്കി സെവറിയോസിനെ ആദ്യമേ. അപ്പൊ ആദ്യമേ സ്ഥാനഭ്രഷ്ടനാക്കി, അതുപോലെ തന്നെ ഹി വാസ് എക്സൈൽഡ്. അങ്ങനെ പുള്ളി തന്നെ എക്സൈൽ ചെയ്ത് പുള്ളി തന്നെയാണ് പോകുന്നത്. അപ്പൊ ഹി വാസ് എക്സൈൽഡ്. അപ്പൊ അങ്ങനെ ഡിപ്പോസ്ഡ് ആയിരുന്നു, എക്സൈൽഡ് ആയിരുന്നു. പക്ഷെ ഇങ്ങനെ ഈ മെനസ് വിളിച്ചു കൂട്ടിയ കോൺസ്റ്റന്റിനോപ്പിൾ നടന്ന ആ സിനഡിൽ എന്ത് ചെയ്തു, ഇവരെ സെവറിയോസിനെയും അന്തിമോസിനെയും ഒക്കെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതുവരെ ദേ വർ നോട്ട് എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം ദ ചർച്ച്. പക്ഷേ ഈ മെനസ് കൂടി വിളിച്ചു കൂട്ടിയ സെനഡിൽ, കോൺസ്റ്റന്റിനോപ്പിൾ നടന്ന സെനഡിൽ ഈ സെവറിയോസിനെയും അന്തിമോസിനെയും സത്യസഭയിൽ നിന്നും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അനാഥമ ചെയ്തു. അപ്പൊ ഇതാണ് സെവറിയോസ് നേരത്തെ ഹി വാസ് ഡിപ്പോസ്ഡ് ആൻഡ് ഹി വാസ് എക്സൈൽഡ്, അത്രേ ഉള്ളായിരുന്നു. പക്ഷെ മെനസ് എന്ത് ചെയ്തു, അദ്ദേഹം അവർ സിനഡ് കൂടിയിട്ട് ഈ ഹെറസി കാരണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന 2 ഹെറസി നേരത്തെ പറഞ്ഞു, നെസ്റ്റോറിനിസം ആൻഡ് യൂത്തിക്കേനിസം, ഈ 2 ഹെറസി അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ടായിരുന്നു. ഇത് രണ്ടിന്റെ പേരിൽ പിന്നെ സെവറിയോസിനെതിരെ പറയുന്നത്, നേരത്തെ ആദ്യത്തെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ സെവറിയോസിനെതിരെ ചില കൊലപാതക ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല, ഡസന്റ് മാറ്റർ. കാരണം അതിനെപ്പറ്റി നമ്മളിവിടെ വളരെ അക്കാഡമിക് നിലവാരത്തിലുള്ള എവിഡൻസസ് ഉള്ള കാര്യങ്ങൾ മാത്രം. അപ്പൊ ഈ കാര്യത്തിന് എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് കൃത്യമായ തെളിവുകളൊക്കെ തരാൻ പറ്റും. അക്കാഡമിക് നിലവാരത്തിന് അപ്പുറം ആരോപണങ്ങൾ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ആഡ് ചെയ്യാൻ വേണ്ടിട്ട്. സെവറിയോസ് ജനിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ 465 AD to 538 AD ആണ്. അപ്പൊ ഈ സെവറിയോസ് ജനിച്ചത് സോസിയോപോളിസ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അത് ടർക്കിയാണ്. ഓക്കെ, സെവറിയോസ് എഡ്യൂക്കേറ്റ് ചെയ്തത്, അതായത് ആള് ഒരു എത്രയോ 10-18 വയസ്സാകുമ്പോൾ ആൾ എഡ്യൂക്കേഷന് വേണ്ടി വന്നിട്ടുള്ളത് അലക്സാൻഡ്രിയയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ബെഞ്ചി ബ്രദർ പറഞ്ഞത് അലക്സാണ്ടറിന്റെ ഇൻഫ്ലുവൻസ്, ഹീസ് എ പ്രൊഡക്റ്റ് ഓഫ് അലക്സാൻഡ്രിയ എന്ന് പറയാൻ കാരണം വെച്ചാൽ ടർക്കിയിൽ ഉള്ള ഒരു ആള്, ഇന്നത്തെ മോഡേൺ ഡേ ടർക്കി, അല്ലെങ്കിൽ അന്ന് സോസിയോപോളിസ്, ആ സോസിയോപോളിസ് എന്ന ആള് വരുന്നത് അലക്സാൻഡ്രിയയിലാണ്. എന്ത് പഠിക്കാൻ വേണ്ടിയിട്ട്? ഫോർ ഗെറ്റിംഗ് എക്സ്പെർട്ടൈസ് ഇൻ ലോ, നിയമം, റെട്രിക്, നിയമം, ഗ്രീക്ക് ഫിലോസഫി. അപ്പൊ ഗ്രീക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആള് വരുന്നത് എവിടെയാണ്? അലക്സാൻഡ്രിയയില്. അപ്പൊ അലക്സാൻഡ്രിയൻ സ്കൂൾ അവിടെ, അലക്സാൻഡ്രിയൻ സ്കൂൾ ഭയങ്കര ഒരു പ്രോമിനന്റ് സ്കൂളായിരുന്നു, ആന്റിയോക്യൻ സ്കൂൾ, അലക്സാൻഡ്രിയൻ സ്കൂൾ. അലക്സാൻഡ്രിയൻ സ്കൂളിലേക്കാണ് ഇങ്ങേര് വന്നിട്ടുള്ളത് ഈ പറയുന്ന റെട്രിക്, ഗ്രീക്ക്, ലോ, ഫിലോസഫി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. റെട്രിക് അവിടുന്ന് പഠിച്ച് പിന്നെ ഈ പറയുന്ന ഒരു 488 കാലത്തിലാണ് ഈ സെവറിയോസ് ഈ പറയുന്ന മാമോദീസ സ്വീകരിക്കുന്നത്. അത് എന്തുകൊണ്ട് ഇത്ര ലേറ്റ് ആയെന്ന് അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹത്തിന് 23 വയസ്സുള്ളപ്പോൾ മാത്രമാണ് അദ്ദേഹം ക്രിസ്ത്യാനിയായ വ്യക്തിയാണ്.
അതായത് അതെ അതെ സേവ്യർ എന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ഒരു ക്രിസ്ത്യൻ ബിഷപ്പായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അപ്പനും അമ്മയും രണ്ടുപേരും പേഗൻ മതക്കാരായിരുന്നു. ക്രിസ്ത്യ വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയേ അല്ല. ഇദ്ദേഹം ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്ന വ്യക്തിയുമല്ല. നിരീശ്വരവാദികൾ അല്ലെങ്കിൽ മറ്റു മതത്തെ ദൈവത്തെ, നിരീശ്വരവാദികളല്ല, പേഗൻ മതത്തെ, മറ്റു ദൈവത്തെ, അന്യദൈവത്തെ ആരാധിക്കുന്നവരുടെ മകനായിരുന്നു. ഇപ്പൊ നേരെ ജയജ പറഞ്ഞോണം തന്നെ സക്കറിയ അലക്സാണ്ട്രിയയിൽ വെച്ച് ഇയാൾ ഫിലോസഫി പഠിക്കാൻ, അലക്സാണ്ട്രിയ സ്കൂളിൽ അവിടെ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് സക്കറിയ എന്ന് പറഞ്ഞ ഒരു മോങ്ക്, ഒരു സന്യാസി വൈദികനോട് പരിചയപ്പെട്ടു. അദ്ദേഹവുമായിട്ട് ഭയങ്കര ആത്മബന്ധമായി. പിന്നീട് ഈ മോങ്ക് ഒരുമിച്ച് ഇവര് ബെയ്റൂട്ടിൽ പോയിട്ട് ലോയും പഠിക്കുന്ന സമയത്താണ് ഈ മോങ്കിന്റെ ഇൻഫ്ലുവൻസിലാണ് 23-ാമത്തെ വയസ്സിൽ പുള്ളി ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. അപ്പൊ പിന്നെ പുള്ളി മോങ്കിന്റെ കൂടെ പുള്ളി സന്യാസിയായിട്ട് ചേരുകയും ചെയ്തു. 23-ാമത്തെ വയസ്സിൽ മാത്രം ക്രിസ്തു മതത്തിന്റെ ഭാഗമായ വ്യക്തിയാണ് സേവേരിയോസ്. ഒരു വിജാതീയ മാതാപിതാക്കളുടെ മന്ത്രവാദ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കുടുംബത്തിലും അത് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി കൂടിയായിരുന്നു. 23-ാം വയസ്സിൽ ക്രിസ്ത്യാനി ബാപ്റ്റിസം സ്വീകരിച്ച ക്രിസ്ത്യാനി വ്യക്തി. വിജയത്തെ കണ്ടിന്യൂ ചെയ്തോ. അപ്പൊ ഈ പറയുന്ന അപ്പൊ അവര് വേറൊരു അതിന്റെ ട്രഡീഷൻ അവര് പറയണത് എന്താണെന്ന് വെച്ചാല് അവിടെ പിസിദിയയില് ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് താടി വളർന്നാൽ മാത്രമേ ഇത് സ്വീകരിക്കുള്ളൂ എന്നുള്ള ഒരു ട്രഡീഷന്റെ ബന്ധം ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആൾ ഈ പറയുന്ന ലേറ്റ് ആയിട്ട് ബാപ്റ്റിസം സ്വീകരിച്ചതെന്നാണ് അവരൊരു വാദഗതി കൊണ്ടു വെക്കുന്നത്. ഒരു ന്യായീകരണ വാദം എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും ആള് 465 ജനിച്ച ആള് മാമോദീസ സ്വീകരിക്കുന്നത് വെറും 488 ആണ്. ആളുടെ ഈ പറയുന്ന ഗ്രാൻഡ് ഫാദർ ഒരു ബിഷപ്പായിട്ട് ഈവൻ FSS പങ്കെടുത്തു എന്ന രേഖകൾ പോലും ഉണ്ട്. അപ്പൊ ഞാൻ പറയാണ്, ചില അഭിപ്രായക്കാര് പറയുന്നത് വെച്ചാല് ഇത്രയും ലേറ്റ് ആയിട്ട് മാമോദീസ സ്വീകരിക്കുകയാണെങ്കിൽ ഹി കുഡ് ബി പ്രോബബ്ലി എ പേഗൻ ഒറിജിൻ. പക്ഷെ ഇതിന്റെ നിശ്ചിത എന്താണെന്ന് വെച്ചാൽ ആൾക്ക് പേഗൻ ഒറിജിനും ഉണ്ടായിരുന്നു. മാത്രമല്ല ആള് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഒരു ട്രഡീഷൻ ഇതാക്കിയിട്ടാണ് അവർ ഈ പറയുന്ന താടി വളർന്നതിന് ശേഷം മാമോദീസ സ്വീകരിക്കുക എന്നുള്ള ട്രഡീഷൻ. എന്ത് ട്രഡീഷനാണ് അത്? അതിനേക്കാളും മുമ്പൊക്കെ ഇഷ്ടം പോലെ പിതാക്കന്മാര് വളരെ വ്യക്തമായിട്ട് ഈ സാർവത്രിക സുനാദോസിൽ തന്നെ ഈ പറയുന്നതിനെ കുറിച്ചിട്ട് വളരെ ടീച്ചിങ്സ് ഒക്കെ എക്സ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ താടി വളർത്തുന്നവരെ മാമോദീസ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഐ ഡോണ്ട് തിങ്ക് ഇതൊരു ക്രിസ്ത്യൻ ട്രഡീഷൻ ആണെന്നോ തോന്നുന്നില്ല. അതായത് താടി വരുന്നവരെ മാമോദീസ സ്വീകരിക്കില്ല എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ട്രഡീഷൻ അല്ല, അത് ഒരിക്കലും അല്ല. അപ്പോ അതിന് ലോജിക്കും ഇല്ല. ഒരാൾ ചിലപ്പോൾ ലേറ്റ് ബാപ്റ്റിസം എടുക്കായിരിക്കാം, പക്ഷെ താടി വളർന്നവരെ ക്രിസ്ത്യൻ ബാപ്റ്റിസം വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ട്രഡീഷൻ അല്ല. അപ്പൊ അതൊരു എവിടുന്ന് കിട്ടിയ വാദമാണെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് അങ്ങനെ ഒരു വാദം അവർ കൊണ്ടു വെക്കുന്നുണ്ട് ഈ പറയുന്ന ആളുകൾ ന്യായീകരണ തൊഴിലാളികൾ വാട്ടെവർ. ഈ പറയുന്ന സെവേറിയോസ് അലക്സാൻഡ്രിയ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബെയ്റൂത്തില് അന്നത്തെ സ്ഥലത്തിന്റെ പേര് ബൈത്രൂത്ത് എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര്. പിന്നെ ആള് വന്നത് മയൂമ എന്ന് പറയുന്ന സ്ഥലത്താണ് മങ്കായിട്ട് ഇവാഗ്രിയസ് എന്നൊരു മങ്കനെ പരിചയപ്പെട്ട ആള് മയൂമ എന്ന് പറഞ്ഞ സ്ഥലം. അതായത് നിലവിലുള്ള ഗാസയാണത്. നിലവിലുള്ള ഗാസ. അതായത് നമ്മൾ നാളെ പറഞ്ഞിരുന്നു അലക്സാൻഡ്രിയൻ സഭയുടെ പ്രവിശ്യകൾ ഏതൊക്കെയാണ്. അതായത് അലക്സാൻഡ്രിയയിൽ ഈജിപ്റ്റ്, അലക്സാൻഡ്രിയ ഭാഗം, പിന്നെ നോർത്തേൺ ലിബിയ, അൾജീരിയ, അവിടെ കുറച്ച് ഭാഗം, അൾജീരിയ ഇല്ല, നോർത്തേൺ ലിബിയ, പിന്നെ വരുന്നത് പെന്റാപോളിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ആ പെന്റാപോളിസ് എന്ന് പറഞ്ഞതാണ് ഈ ഗാസ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഒരു മൊണാസ്ട്രിയിലായിരുന്നു ആള് മങ്കായിട്ട് ഉണ്ടായിരുന്നത് അവിടെ തുടക്കകാലം. പിന്നെ അവിടുന്ന് ഈ കുറച്ച് നാൾ അവിടെ ഉണ്ടായി. പിന്നെ അവിടെ കുറച്ച് പിൽഗ്രിമേജ് അവിടെയൊക്കെ പോയി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പീറ്റർ ദ ഐബേരിയന്റെ മൊണാസ്ട്രിയിലായിരുന്നു ആള് മങ്കായിട്ട് ഈ പറയുന്ന മയൂമ എന്ന സ്ഥലത്ത്, അതായത് ഗാസയിൽ, കറണ്ട് ഗാസയിൽ ആള് അവിടുത്തെ ഒരു മൊണാസ്ട്രിയില് മങ്കായിരുന്നു. അപ്പൊ അന്ന് തൊട്ടേ ഈ ഭയങ്കര വിഭാഗീയ ചിന്ത ഈ പറയുന്ന രീതിയിൽ ഈവൺ ഹെനോട്ടിക്കോൺ പോലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ആള്. അതായത് ഹെനോട്ടിക്കോൺ എന്ന് പറയുമ്പോൾ അന്നത്തെ ഒരു കോംപ്രമൈസ് ഫോർമുല പോലും ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം തീവ്ര ചിന്താഗതി. ഈ പറയുന്ന സെവേറിയോസ് ആയാലും സെവേറിയോസിന്റെ ഈ പറയുന്ന അലക്സാൻഡ്രിയൻ സഭയിലുള്ള കോപ്റ്റിക് സഭ, അലക്സാൻഡ്രിയൻ സഭ അവിടെ ഉള്ളപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന കോപ്റ്റിക് വിഭാഗത്തിലെ ഒരു പാത്രിയാർക്കീസിന്റെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ ഈ സിറിൽ വളരെ നന്നായിട്ട് സഭയുടെ വിശ്വാസ സത്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചു. എന്നിട്ട് ഈ പറയുന്ന ജോൺ ഓഫ് ആന്റിയോക്കായിട്ട് ലയന ചർച്ച നടത്തി എഗ്രിമെന്റിൽ എത്തി. അതുകൊണ്ട് സിറിൽ അതോ ആള് സത്യവിശ്വാസം ആദ്യം പഠിപ്പിച്ചാലും പിൽക്കാലത്ത് ആള് ഈ പറയുന്ന ലയന ചർച്ചകളും ഈ പറയുന്ന എഗ്രിമെന്റിൽ എത്തിയത് കൊണ്ട് സിറിലിന് ഈ പറയുന്ന ജീവന്റെയും മരണത്തിന്റെയും പുസ്തകത്തിൽ നിന്ന്, അതായത് ഡിക്റ്റിക്സിൽ നിന്ന് സിറിലിന്റെ പേര് മരിച്ച പിതാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേരെടുത്ത് മാറ്റിയ വ്യക്തിയാണ് ഈ പറയുന്ന ടിമോത്തി ഓഫ് അലക്സാൻഡ്രിയ, അതല്ലെങ്കിൽ ടിമോത്തി ഓഫ് ഓറേലൂസ് എന്ന് പറയുന്ന കോപ്റ്റിക് പാത്രിയാർക്ക്. അപ്പൊ അത്രമാത്രം അവർക്ക് അവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുകയാണെങ്കിൽ
അത് ഞങ്ങൾ ചിന്തിച്ചു വെച്ചത് മാത്രം ശരി. പിന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ളവരോടൊക്കെ വെറുപ്പ്. ഞങ്ങൾക്ക് ആ പറയുന്ന ബാക്കിയുള്ള സംവിധാനങ്ങളോടൊക്കെ വെറുപ്പ്. അതിപ്പോ ഞങ്ങളുടെ ഓൺ പാത്രിയാർക്കീസ് ആയാൽ പോലും മുൻഗാമി ആയാൽ പോലും ഞങ്ങൾക്കത് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാല് ഞങ്ങൾക്കത് പറ്റില്ല. ആ ഒരു കോംപ്രമൈസ് ഫോർമുല ഞങ്ങൾക്ക് പറ്റില്ല. കോംപ്രമൈസ് അല്ല, ഒരു കറക്റ്റ് കോംപ്രമൈസ്, സിറിൽ അച്ചീവ് ചെയ്ത കോംപ്രമൈസ് പോലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത്രമാത്രം തീവ്ര ചിന്താഗതിക്കാരായിരുന്നു ഈ തിമോത്തി എന്ന് പറയുന്ന പാത്രിയാർക്ക്. അപ്പൊ അതേപോലത്തെ സമാന ചിന്താഗതിക്കാരനായിരുന്നു ഈ പറയുന്ന സെവേറിയൂസ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ പാത്രിയാർക്കീസ് ആവുന്നേക്കാൾ മുമ്പൊക്കെ ഉള്ള കാലഘട്ടങ്ങളിൽ ആള് ഈ ഹെനോട്ടിക്കോൺ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന പത്രോസ് മൊങ്കോസ് എന്ന് പറയുന്ന പിൽക്കാലത്ത് വന്നിട്ടുള്ള ഈ തിമോത്തി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അവിടെ വന്നിട്ടുള്ള പത്രോസ് മൊങ്കോസ് എന്ന് പറയുന്ന കോപ്റ്റിക് പാത്രിയാർക്കീസാ. ആ പാത്രിയാർക്കീസിന് പോലും അനാത്തിമ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സെവേറിയൂസ്. കാരണം അവർക്ക് ഈ കോംപ്രമൈസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചരിത്രം വേറെ മാറുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സെവേറിയൂസ് പിന്നെ ഈ പറയുന്ന ഈ സ്ഥലത്തിൽ നിന്ന് പിന്നെ ആള് നീങ്ങുന്നത് മയൂമയിൽ നിന്ന് പിന്നെ ആള് നീങ്ങുന്നത് എലൂത്രിയോപോളിസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പൊ സോസിയോപോളിസ് ആള് ജനിച്ചത്, ആള് വന്നത് പിന്നെ അലക്സാൻഡ്രിയയിലേക്ക്, പിന്നെ ആള് ബെയ്റൂത്തിലേക്ക് പോയി, പിന്നെ താഴെ വീണ്ടും മയൂമയിലേക്ക് വന്നു. മയൂമ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പെൻഡാപോളിസ് അല്ലെങ്കിൽ ഗാസ. പിന്നെ ആള് പോകുന്നത് എലൂത്രിയോപോളിസ് ആണ്. അവിടുന്നാണ് ആളെ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങിയത്. കാരണം ആള് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വിഭാഗീയ ചിന്തയും ഇതൊക്കെ വെച്ച് പുറത്തുന്നത് കൊണ്ട് ആളെ പെട്ടെന്ന് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങി. ഓക്കെ, ഇതൊരു പൊട്ടൻഷ്യൽ ഒരു കാൻഡിഡേറ്റ് ആണ്, ഒരു റിവോൾട്ട് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്നുള്ളത് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങി ആളെ. എസ്പെഷ്യലി ഫിലോക്സനോക്സ് ഓഫ് മബൂഗ് അങ്ങനത്തെ പറയുന്ന ബിഷപ്പുമാരൊക്കെ അന്നുണ്ടായിരുന്നു. അന്ന് കാൽക്കഡോണിന് പൂർണ്ണമായിട്ട് അംഗീകരിക്കാത്ത അവരാണ് ഈ പറയുന്ന മബൂഗ് എന്ന് പറയുമ്പോൾ സിറിയ ഭാഗത്ത് വരുന്നതാണ്. അപ്പൊ അവർക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇതില് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്തു, ഓക്കെ, ഹീസ് വൺ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്. നമുക്ക് അതേപോലെ ജൂലിയസ് ഓഫ് ഹാലികർണോസസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പ്, ആ ഹാലികർണോസസ് എന്ന് പറയുമ്പോൾ അർമേനിയ ആ ഭാഗത്തൊക്കെയാണ് തോന്നുന്നത്. അപ്പൊ അവിടുന്ന് ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു ബിഷപ്പാണ് ഈ പറയുന്ന ജൂലിയസ് എന്ന് പറഞ്ഞ ഒരു ബിഷപ്പ്. ആ ബിഷപ്പ് ഐഡന്റിഫൈ ചെയ്തു. നെഫേലിയസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു മങ്ക് വന്നിട്ട് ഈ പറയുന്ന മൊണാസ്ട്രിയില് അന്നുണ്ടായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് പറഞ്ഞു ഈ നോൺ കാൽസിഡോണിയൻസിന് ഈ മൊണാസ്ട്രിയിൽ നിന്നെല്ലാം എക്സ്പെൽ ചെയ്യണം. നോൺ കാൽസിഡോണിയൻസിന് ഇവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞപ്പോ, കാരണം ആ കാലഘട്ടങ്ങളിൽ ചില പാത്രിയാർക്കീസ്മാര് വളരെ റിഗറസ് സ്റ്റാൻഡ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ നെഫാലിയസ് ഈ പറയുന്ന ഒരു ഇതെഴുതി കാൽക്കഡോണിയൻസിനെ കാൽക്കഡോണിയൻ അപ്പോളജി എഴുതിയപ്പോ അതിന് എഗിൻസ്റ്റ് ഈ പറയുന്ന സെവേറിയസ് അതിന് ആഡ് നെഫേലിയസ് എന്ന് പറയുന്ന അതിന്റെ മറുവാദം എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആഡ് ഒറേഷ്യൻസ് ആഡ് നെഫേലിയസ് എന്ന് പറയുന്ന ഒരു മറുവാദം അപ്പോളജിക്ക്, കാൽക്കഡോൺ അപ്പോളജിക്ക് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സെവേറിയസ്. പിന്നെ മനിക്കിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ മനിക്കിയൻസിന് എഗിൻസ്റ്റ് ഫിലലത്തസ് എന്ന് പറയുന്ന വലിയൊരു പുസ്തകം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന സെവേറിയസ് ഒക്കെ. അപ്പൊ ആ നിലയ്ക്ക് ആള് റെക്കഗ്നൈസ്ഡ് ആയെന്ന് ഞാൻ പറയാണ്. മനിക്കൻ നമുക്കറിയാലോ, ഈ പറയുന്ന മാനി മതക്കാര്, ആ മാനി മതക്കാര് ഉണ്ടാവുന്നത് തന്നെ 235 AD ഒക്കെയാണ്, 235 270 AD. പക്ഷെ അതിന്റെ അത് സർവൈവ് ചെയ്തു. ആ ഹെരസി കുറച്ച് നാളത്തേക്കോളം സർവൈവ് ചെയ്തു. എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്ന ഒരു 6th 7th സെഞ്ചുറിയോട് കൂടിയിട്ടാണ് ഫുള്ളായിട്ട് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നത്. പിന്നെ അത് വളരെ ശുഷ്കമായി പോയി. അങ്ങനെ ചില ഹെരസികളൊക്കെ അങ്ങനെയാണ്, കുറച്ച് സെഞ്ചുറീസിൽ നിലനിൽക്കും, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഫോക്കസിലായി പോകും, പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ആയി പോകും. ഇപ്പൊ മനിക്കൻസ് നമ്മൾ കേൾക്കാൻ പോലുമില്ല. അതേപോലെ അന്ന് ഈ മനിക്കേനിസത്തിന് എഗെയിൻസ്റ്റ് ഒരു റെഫ്യൂട്ടേഷൻ, ഫിലാലത്തസ് എന്ന് പറയുന്ന റെഫ്യൂട്ടേഷൻ എഴുതിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സെവേറിയസ്. അതേപോലെ ഈ പറയുന്ന ജൂലിയസ് ഹാലികർണോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ബിഷപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ ഈ പറയുന്ന എന്താ പറയാ അപ്പൊ അങ്ങനെ ഈ പറയുന്ന അവിടെ അന്ത്യോക്കില് പിന്നെ ആള് അവിടെ എത്തിപ്പെടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അന്നത്തെ അവിടുത്തെ പാത്രിയാർക്കീസ് ആയിരുന്നത്, അല്ല, കോൺസ്റ്റാന്റിനോപ്പിളിൽ പാത്രിയാർക്കീസ് ആയിരുന്നത് മസിഡോണിയസ് എന്ന് പറഞ്ഞ പാത്രിയാർക്കീസ് ആണെന്ന് തോന്നുന്നത്. അപ്പൊ ആ മസിഡോണിയസ് ആയിട്ട് ആളുടെ റെട്രിക് ഒക്കെ നടക്കുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദി പ്രതിവാദം. അത് നമ്മുടെ അനസ്തേഷ്യസ് എന്ന് പറയുന്ന എംബറാണ് ആ പർട്ടിക്കുലർ വാദപ്രതിവാദം ഇത് ചെയ്യുന്ന ആൾക്ക്. സ്ലൈറ്റ് ആയിട്ട് ആൾക്ക് ഈ പറയുന്ന നോൺ കാൽസിഡോണിയൻ ഹൈഡിയോളജി ആയിരുന്നു എന്ന് തോന്നുന്നു ഈ അനസ്തേഷ്യസിന്. എന്താ പറയാ, ഈ പറയുന്ന ഫ്ലാവിയന്റെ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ബെഞ്ചി ബ്രദർ, ആ ഫ്ലാവിയനെ ഡിപ്പോസ് ചെയ്തിട്ട് ആൾ ആ സ്ഥാനത്തേക്ക് കയറി പറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സെവേറിയൂസ് ഈ പാത്രിയാർക്കീസ് ആയപ്പോ ആദ്യം ചെയ്ത പണികളിൽ ഒരു പണി ചെയ്തെന്ന് വെച്ചാല്, ആളും പീറ്റർ ഓഫ് അപ്പാമിയ എന്ന് പറഞ്ഞ ഒരാളും ആയിട്ട് ചേർന്നിട്ട്, ഒരു മങ്കും ഈ പറയുന്ന സെവേറിയൂസ് ആയിട്ട് ചേർന്നിട്ട് 250ഓളം വരുന്ന കൽക്കദൂൺ ഈ പറയുന്ന എന്താ പറയാ
ആഹ് തീർത്ഥാടകരെ ആള് കൊന്നൊടുക്കുകയാണ്. കൊന്നൊടുക്കുക എന്ന് പറയുമ്പോൾ യഹൂദ കൊലയാളികളെ ഏൽപ്പിക്കുകയാണ്. കാശും കൊടുത്ത് ഏൽപ്പിക്കുകയാണ് ഇവരെ കൊന്നൊടുക്കാൻ. അങ്ങനെ ഈ പറയുന്ന ഈ ജെറൂസലമിലേക്ക് പിൽഗ്രിമേജ് നടക്കുന്ന കൽക്കത്തൂൺ പക്ഷക്കാരായിട്ടുള്ള തീർത്ഥാടകരെ കൊന്ന് അവരുടെ ബോഡി അങ്ങനെ തന്നെ വഴി മധ്യേ ഈവൻ മറവ് ചെയ്യാതെ അങ്ങനെ തന്നെ 250 പേരുടെ ബോഡി മറവ് ചെയ്താതെ അവരെ കൊന്നൊടുക്കിയെന്നാണ് അവരുടെ കോപ്റ്റിക് എൻസൈക്ലോപീഡിയ പോലും സാക്ഷ്യപ്പെടുത്തുന്നത്. ലിൻഡ നെസവിക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനെ കുറിച്ചിട്ട് വളരെ ഇതായിട്ട് ഹെർനാക്ക് ലിൻഡ നെസവിക്ക് അപ്പൊ പിന്നെ ഈ പറയുന്ന അവിടെയുള്ള ഒരു മൊണാസ്ട്രിയിൽ തീ വെച്ചു. അവിടെ കുറെ ആൾക്കാർ അവിടുന്ന് പുറത്തു പോയ മങ്സിനെ എല്ലാവരും കൊന്നൊടുക്കി. കാരണം ആ മൊണാസ്ട്രി കംപ്ലീറ്റ് കൽക്കത്തൂൺ പക്ഷക്കാരായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ കുറെ ക്രൂവൽറ്റീസ് ഒക്കെ അതിന്റെ ഒക്കെ ഒരു ഇതും കൂടിയായിരുന്നു ഈ പറയുന്ന സെവേറിയോസ്. ഈ സെവറിയൂസ് അങ്ങനെ ഈ പറയുന്ന അതിലുള്ള അവശേഷിക്കുന്ന മങ്കനെ അവര് ഉള്ളിൽ ചെന്നിട്ട് ആക്രമിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. കാരണം ആളുടെ ആ ചിന്താഗതി അതാണ്. ഒരു ചില നമ്മുടെ ഇസ്ലാമിക തീവ്രവാദികളൊക്കെ പോലെ ഇത് ഇങ്ങനെ അവസാനിപ്പിച്ചേ തീരുള്ളൂ, ഇത് ശരിയല്ല, ഇതിന് വെച്ച് പുലർത്താൻ പറ്റില്ല. ഈ സെവേറിയസ് പോലും ഒരു കാലഘട്ടത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നത് സിറില് അങ്ങനെ ഒരു എഗ്രിമെന്റ് സിറില് ചെയ്തിട്ടുണ്ടെങ്കിൽ, സിറിൽ അതിന് തെറ്റാണെങ്കിൽ സിറിലിനും നമ്മൾ അനാത്തിമ ചെയ്യണം. ഇതൊക്കെയായിരുന്നു ആളുടെ ചിന്താഗതി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് സിറില് പോലും അന്നത്തെ, അതായത് സിറിലും ആളും തമ്മിൽ അറൌണ്ട് ഒരു 10, 70, 80 വർഷത്തെ ഡിഫറൻസ് ഉണ്ട്. ആ സിറിലിന് ശേഷം വന്നിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ടിമോത്തി പാത്രിയാർക്കീസ്, ആറോലോസ് അല്ലെങ്കിൽ ആറോലോസ് എന്ന് പറഞ്ഞ കാറ്റ്. അപ്പൊ ആള് വേറെ നിക്നെയിമാണ് അസാസിൻ എന്ന് പറയുന്നത്, ടിമോത്തി ഓറേലോസ്. അപ്പൊ ഈ ടിമോത്തി ഓറേലോസ് ആയാലും പിന്നെ ഈ സെവേറിയോസ് ഒക്കെ ആയാലും ഇവര് അവര് കണ്ടിരുന്നതെന്ന് വെച്ചാല് ഈവൻ സിറില് പോലും അന്ന് എഗ്രിമെന്റിന് പോയി, അതുപോലും ശരിയല്ല, ഇത് തെറ്റാണ്, സിറിലിന് പോലും നമ്മൾ ഡിപ്പോസ് ചെയ്യണം എന്നുള്ള ചിന്താഗതിക്കാരായിരുന്നു ഇവര്. ഇന്നത്തെ മീഡിയ അവരെ പൊട്രേ ചെയ്യുന്ന വെച്ചാൽ ഈ ഏറ്റവും കൂടുതൽ സിറിലിന്റെ വാദം ഏറ്റവും പിൻപറ്റുന്നത് സെവറിയോസ് എന്നുള്ളതാണ്. പക്ഷെ ചരിത്രം അങ്ങനെയല്ല പറയുന്നത്. ചരിത്രം പറയുന്നത് വെച്ചാല് ഇവര് യഥാർത്ഥമായിട്ട് വിഭാഗീയ ചിന്താഗതി, സഭയില് വിഘടനവാദം മനഃപൂർവ്വമായിട്ട് കൊണ്ടുവരാൻ ചെയ്യുന്ന കുറെ ട്രോജൻ കുതിരകളാണ് ഈ ടീമുകൾ. അങ്ങനെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹെനോട്ടിക്കോൺ ആദ്യം സെവറിയോസ് അക്സെപ്റ്റ് ചെയ്തില്ലാന്ന്. പിന്നെ സെവറിയോസ് എങ്ങനെ ഈ ത്രോണിൽ കയറുമ്പോൾ ഹെനോട്ടിക്കോൺ അക്സെപ്റ്റ് ചെയ്തു, അതെങ്ങനെയാന്ന് വെച്ചാല് അന്നുണ്ടായിരുന്ന അത്തനേഷ്യസ് എന്ന് പറയുന്ന രാജാവിനെ, എംപററിനെ സ്വാധീനിച്ച് അതിൽ ഒരു ഭേദഗതി വരുത്തി. അതായത് ആ ഹെനോട്ടിക്കോൺ ക്യാൻ ബി ഇന്റർപ്രറ്റഡ്. കാരണം ഹെനോട്ടിക്കോൺ എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രൽ ഡോക്യുമെന്റ് ആണ്. അതിൻ്റെ അകത്ത് ഈ കൽക്കതൂനും പറയില്ല, മറ്റേ കാര്യങ്ങളൊന്നും പറയില്ല, ഫിസിക്സോ അല്ലെങ്കിൽ നേച്ചറിന്റെ കാര്യങ്ങളൊന്നും പറയാതെ അത് ഒരു കർത്താവ് 1 ആണ്, ഈശോ 1 ആണെന്ന് മാത്രം പറഞ്ഞിട്ട് അതൊരു ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ട്രൂസ് കൊണ്ടുവരാനുള്ള ഒരു ന്യൂട്രൽ ഡോക്യുമെന്റ് ആണ്. അപ്പൊ സത്യവിശ്വാസം മറച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് തൽക്കാലം നമുക്കൊരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കാം ഫോർ ദ സേക്ക് ഓഫ് പീസ് എന്നുള്ള ഒരു ഇതായിരുന്നു എംപററിന്റെ അന്നത്തെ ഒരു സ്റ്റാൻഡ്. പക്ഷെ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡാണെന്ന് മനസ്സിലാക്കി ആ പാട്രിയാർക്ക് അല്ലെങ്കിൽ ആ ഇത് തന്നെ അവർ ആ ഹെനോട്ടിക്കോൺ തിരുത്താണ് പിൽക്കാലത്ത് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഹെനോട്ടിക്കോണിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അത് നമുക്ക് പ്രോ എഫേസിസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മോണോഫിസിറ്റ് റീഡിംഗിൽ നമുക്ക് അത് വായിച്ചെടുക്കാന്നുള്ള രീതിയിൽ ഒരു ഭേദഗതി, ഒരു എഡിക്റ്റ് പാസ്സാക്കിപ്പിച്ചിട്ട് ആ ഹെനോട്ടിക്കോൺ കൊണ്ടുവന്ന് ഈ എംപററിനെ കൊണ്ട് അങ്ങനെ സ്വാധീനം ചെലുത്തി പാത്രിയാർക്കിയായ വ്യക്തിയാണ്. പാത്രിയാർക്കീസ് ആയപ്പോൾ ആള് കൽക്കദോൻ സുനഹദോസിനെയും ലയോര ടോമിനെയും അവിടെ ഉണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന പാത്രിയാർക്കുമാരും ഇവരൊക്കെ ശപിച്ചു. ആ കൊമോഷൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ആളുടെ ഈ പറയുന്ന കോൺസെക്രേഷന്റെ ടൈമിൽ. ആളുടെ കോൺസെക്രേഷന്റെ ടൈമിൽ ഈ സൗണ്ടുകളെല്ലാം കാരണം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ഈ പറയുന്ന ആർപ്പുവിളികളും അല്ലെങ്കിൽ അവിടെയുള്ള ഇതൊക്കെ കാരണം ഇയാളുടെ ശാപ അസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോ അവിടെ ഈ പറയുന്ന ജെറൂസലമിലെ പാത്രിയാർക്കീസും അല്ലെങ്കിൽ വേറെ പാത്രിയാർക്കീസുമാരും സിറിയ പ്രൈമേന്റ് സിറിയ സെക്കുന്തി ഉണ്ടെന്ന്, ആ സിറിയ സെക്കുന്തിയിലുള്ള ബിഷപ്പുമാരും അങ്ങനെ കുറെ പേരും ഈ പറയുന്ന നിലപാടിനോട്, ഈ പറയുന്ന വിഭാഗീയ ചിന്തയോട് അവർക്ക് ഒത്തുതീർപ്പ് പറ്റില്ല. അവര് പറഞ്ഞ് ഇങ്ങനെ പുറത്താക്കണം എന്ന് പറഞ്ഞ് എംപററിനോട് ആവശ്യപ്പെട്ട് അങ്ങനെ ഈ അനസ്തേഷ്യസിന്റെ കാലഘട്ടം വരെ ആള് പ്രൊലോങ് ചെയ്തു എന്ന് മാത്രം. കഷ്ടി ആള് മാറിയതോടുകൂടി പുതിയ ജസ്റ്റിൻ 1 വന്നതോടുകൂടി ഈ പറയുന്ന സെവേറിയോസിന് അപ്പോഴത് മാറ്റാണ്. അവിടെ മാർപ്പാപ്പയുടെ ഹോർമിസ്ഡാസ് എന്ന് പറഞ്ഞ മാർപ്പാപ്പയുടെ ഫോർമുല സൈൻ ചെയ്തവർക്ക് മാത്രമേ, അതായത് കൽക്കദോൺ അക്സെപ്റ്റ് ചെയ്യണം, ഈ പറയുന്ന ക്രൈസ്റ്റ് 2 നേച്ചറിലാണ് ഇത് ചെയ്യണം, അങ്ങനെയുള്ളവർ ആ ഫോർമുല ഫോർമിസ്ഡാസ് അക്സെപ്റ്റ് ചെയ്തവർക്ക് മാത്രമേ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങേര് ആ രാഖി രാമായണം ബോട്ടിൽ കയറി അലക്സാണ്ട്രിയയിലേക്ക് രക്ഷപ്പെട്ട കക്ഷിയാണ് ഈ പറയുന്ന സെവേറിയോസ്.
അങ്ങനെ സെവറിയസ് അവിടെ പോയി, അവിടെ അവർക്ക് വലിയ സ്വീകരണം കിട്ടിയെന്നൊക്കെയാണ് ഇവരുടെ സോഴ്സസ് ഒക്കെ എല്ലാം പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന സെവറിയസ് അവിടെ ചെന്നിട്ട് എന്തുണ്ടായി, ഈ പറയുന്ന ഞാൻ നേരത്തെ ഒരു ജൂലിയൻ ഹലിക്കർണസൂസിന്റെ ഒക്കെ കാര്യം പറഞ്ഞു, ആ ടീമായിട്ട് സെവറിയോസ് തെറ്റാണ്. അതായത് ക്രിസ്റ്റോളജി ഈ സെവറിയോസിന്റെ റൈറ്റിങ്സ് ഫിലാലത്തസ് കോട്ട് ചെയ്തിട്ടുള്ള ജൂലിയസ് ഹാലിക്കർണസൂസ് പറഞ്ഞ ക്രിസ്തുവില് ഇതില്ല, എന്താ പറയാ, ആളുടെ ബോഡി ഇൻകറപ്റ്റിബിൾ ആണ്, റിസറക്ഷൻ വരെയും ഇൻകറപ്റ്റിബിൾ ആണ്, അതിനുശേഷം ഇൻകറപ്റ്റിബിൾ ആണെന്ന് പറഞ്ഞു. അത് സെവറിയസ് പറഞ്ഞു, ഏയ് അങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഈ പറയുന്ന ജൂലിയസ് അലിക്കർണൂസ് ആളുടെ ഈ പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തു കൊടുത്തപ്പോ, ഓ അപ്പൊ സെവറിയസ് അങ്ങനെയല്ല ഞാൻ അത് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ഒരു വാദപ്രതിവാദം, സഭ അവിടെ കോപ്റ്റിക് സഭ തന്നെ വിഭജിക്കുകയാണ്. അവർ രണ്ട് ഗ്രൂപ്പ് ആവുകയാണ്. ഒന്ന് ഗയ്യാനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, ഒന്ന് സെവറിയൻസ് എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പ് ആവുകയാണ്. എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് ആവുകയാണ്. ആ ഗയ്യാനൈറ്റുകൾ കുറച്ച് പാത്രിയാർക്ക് അവരുടെ ലൈനിൽ വരുന്നുണ്ട്. എത്രയാണ്ട് ഒരു നൂറ്റാണ്ടോളം ഇങ്ങനെ പാത്രിയാർക്കുമാരെ അവർ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇവര് വേറെ സെവറിയൻസ് എന്ന് പറഞ്ഞ വേറെ ഗ്രൂപ്പ്. ആ സെവറിയൻസ് തന്നെ പിന്നെ തെനിസ്റ്റിയൻസും സെവറിയൻസും തമ്മിൽ സ്പ്ലിറ്റ് ആയി അവർ വേറെ ഗ്രൂപ്പ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഈ ഈ ആൾ അവിടെ അലക്സാണ്ടറിലും ചെന്നിട്ട് അവിടെയും ഈ പറഞ്ഞ പോലെ വിഭാഗീയത വളർത്തി പല വിധ്വംസന ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് അവിടെയും അതൊരു വിഭാഗീയ അന്തരീക്ഷമായിരുന്നു. അവിടെ അത് പ്രശ്ന കലുഷിതമായിരുന്നു. ഈ പറയുന്ന അർമേനിയൻ സഭ ഈ സെവറിയോസിന് ആദ്യം കുറെ നാള്, സെവറിയോസ് മാത്രമല്ല അതിന്റെ ആളുടെ പിൻഗാമികളൊക്കെ ശപിക്കപ്പെട്ടവരായിരുന്നു അവർക്ക് കുറെ നാള്. ഈ പറയുന്ന അർമേനിയൻ, ഈ പറയുന്ന മിയാഫിസിസം ഹോൾഡ് ചെയ്യുന്ന സഭ, അവർക്ക് പോലും സെവറിയോസ് ശപിക്കപ്പെട്ടവനാണ്. അവര് പോലും അവരുടെ ഡിറ്റിക്സിൽ കയറ്റിയിട്ടില്ല. അവര് എത്രയാണ്ട് 300-400 വർഷത്തിന് ശേഷം ഒരു സിനഡ് നടന്നിട്ട്, ഡ്വീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സിനഡിന് ശേഷമാണ് അവർക്ക് ഒരു ഇതായത്. അതായത് സെയിന്റ് ആയിട്ടൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല, അവര് ന്യൂട്രൽ സിറ്റുവേഷനിൽ തന്നെ. അപ്പൊ ഞാൻ പറയാണ്, അങ്ങനത്തെ ഒരു കഥയുണ്ട് അതിന്റെ ഉള്ളില്. പിന്നെ ഈ ഹെനോട്ടിക്കോൺ ഞാൻ പറഞ്ഞു, ഭേദഗതി വരുത്തിയിട്ടുള്ള എഡിക്റ്റ് കൊണ്ടുവന്നിട്ടുള്ള, അതായത് ഈ പറയുന്ന എഡിക്റ്റ് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന അവരുടെ രീതിയിൽ മോണോഫിസൈഡ് തരത്തിൽ നമുക്ക് ഹെനോട്ടിക്കോൺ ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ള ഒരു എഡിക്റ്റ് കൊണ്ടുവന്നിട്ട് ഈ ഹെനോട്ടിക്കോൺ അങ്ങനെയാണ് ഈ കക്ഷി അക്സെപ്റ്റ് ചെയ്തത്. പിന്നെ ആള് ഈ പറയുന്ന ജൂലിയസ് ഹലിക്കർണൂസസ് കൂടാതെ ഈ പറയുന്ന അന്നുണ്ടായിരുന്ന ഗ്രമേറിയൻ, ജോൺ ദ ഗ്രമേറിയൻ, സെർജിയസ് ദ ഗ്രമേറിയൻ, പിന്നെ ജോൺ ഓഫ് ലെയോണ്ടിയസ് ഓഫ് ജെറൂസലം, ഈ കക്ഷികളൊക്കെ ആയിട്ട്, അതായത് ഈ സെർജിയസ് ദ ഗ്രമേറിയൻ എന്ന് പറയുകയാണെങ്കിൽ പ്യുവർ ആയിട്ട് യുദ്ധീക്കാനാണ് ആളായിട്ട് വാദപ്രതിവാദം ഇങ്ങേര് നടത്തിയിട്ടുണ്ട്. കത്തടപാടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൂടാതെ ഈ പറയുന്ന ലയോണ്ടിയസ് ഓഫ് ബൈസാൻഡിയം, ലയോണ്ടിയസ് ഓഫ് ജെറൂസലം എന്നൊക്കെ പറയുന്ന അന്നത്തെ ഉണ്ടായിരുന്ന ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ തിയോളജിയൻസ് ഒക്കെ ആയിട്ടുള്ള ആള് പ്രതിവാദമൊക്കെ കത്തടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു വാദം അങ്ങോട്ടായിട്ടുള്ള ഒരു പ്രതിവാദം, അങ്ങനെ പ്രതിവാദം വാദമൊക്കെ ആയിട്ട് ഈ പറയുന്ന സെവറിയോസിനെ അവരുടെ റൈറ്റിങ്സിൽ നിന്ന് തന്നെ ഈ പറയുന്ന ഡീബങ്ക് ചെയ്യുന്നുണ്ട്. അതായത് മുൻകാല പിതാക്കന്മാര്, അത്തനേഷ്യസ് ഓഫ് അലക്സാണ്ട്രിയ ആയാലും അതിന് മുമ്പുള്ള പിതാക്കന്മാരെ ആയാലും അതിനുശേഷമുള്ള പിതാക്കന്മാര് സിറിൽ ഓഫ് അലക്സാണ്ട്രിയ ആയാലും ഈ അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അവരുടെ ലെറ്ററുകളിൽ നിന്ന് ആൾക്ക് തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് എന്നിട്ട് പോലും ഹെസിറ്റന്റ് ആയിട്ട് ആളുടെ സ്റ്റാൻഡിൽ നിലനിൽക്കുകയാണ് ചെയ്തത്. ഇല്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്നുള്ള ഇതാണ് ആള് കൺവിൻസ് ചെയ്യിച്ചിട്ട് പോലും, അതായത് ഈ പറയുന്ന ആളുടെ പ്രെഡിസിസേഴ്സോ അല്ലെങ്കിൽ ആളുടെ ക്രിസ്റ്റോളജി, ആള് വിചാരിക്കുന്ന ക്രിസ്റ്റോളജിയുടെ പ്രൊപ്പോണൻസ് ആയിരുന്ന എന്ന് നമ്മൾ വിചാരിക്കുന്ന പ്രൊപ്പോണൻസ് ആയിരുന്ന സിറിലായാലും അവരുടെ പിൻഗാമികളായാലും അത്തനേഷ്യസ് ഓഫ് അലക്സാണ്ടർ ആയാലും അതിന്റെ പിൻഗാമികൾ ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ക്രിസ്റ്റോളജി അല്ല നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും ഇൻടോളറൻസ് കാണിക്കരുത്. നിങ്ങൾ ഭയങ്കര ഇങ്ങനെയല്ല, അവരെ കുറേം കൂടി ഫ്ലെക്സിബിൾ ആയിരുന്നു, അവരുടെ തിയോളജിക്കൽ ലാംഗ്വേജ് കുറേം കൂടി ഫ്ലെക്സിബിൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആളെ കാണിച്ചിട്ട് പോലും ആൾക്ക് അത് റിക്കൺസൈൽ ചെയ്യാൻ പറ്റിയില്ല. അതാണ് സെവറിയോസിന്റെ ഇതുള്ള ഇത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ആള് വലിയ ബെഞ്ചി ബ്രദർ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു ഇതായിരുന്നു. നമ്മുടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാം, ഒരു തോമസ് അക്വിനാസ്. പക്ഷെ എന്ത് പറ്റി, അത് ഈ പറയുന്ന വിഭാഗീയ ചിന്താഗതിയിൽ വിട്ടുപോയി. അല്ലെങ്കിൽ ഒരു തോമസ് അക്വിനാസിന്റെ പോലത്തെ ഒരു വലിയൊരു ചിന്താഗതനും കുറെ എഴുത്തുകളും കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്ത് പറ്റി, ആള് സത്യസഭയിൽ അല്ല ആള് നിൽക്കാൻ ആഗ്രഹിച്ചത്. ആൾക്ക് വിഭാഗീയ ചിന്താഗതി കൊണ്ടാണ് ആള് ഇത് ചെയ്തത്. അപ്പൊ ഇതാണ് ഞാൻ ആ സെവറിയസിന്റെ ആ ചെറുതായിട്ടൊന്ന് ഞാൻ ബെന്നി ബ്രദർ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആളുടെ കാലഘട്ടം 538, ആ 532 ഇടയിൽ 518 ആളെ പുറത്താക്കി പോപ്പിന്റെ ഹോർമിസ്ഡാസിന്റെ ഫോർമുല വരെയാണ്. ആ ഹോർമിസ്ഡാസിന്റെ ഫോർമുല അംഗീകരിച്ച ബിഷപ്പുമാർക്ക് മാത്രമേ, പിന്നെ കൽക്കതൂൺ അംഗീകരിച്ചവർക്ക് മാത്രമേ ഇനി അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ അത് രാജദ്രോഹമാണ്. അങ്ങനെ അതിനുശേഷം കൽക്കതൂൺ അംഗീകരിച്ചില്ലെങ്കിൽ രാജദ്രോഹമാണ്. അതാണ് പിന്നെ ഈ ആളെ ഏതാണ്ട് ഈ ജസ്റ്റീനിയൻ രാജാവ് കയറിയപ്പോ ഒരു വാദപ്രതിവാദത്തിന് ഓക്കെ അന്ന് പിന്നെ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ജസ്റ്റീനിയൻ രാജാവ്
27 ത്രോണിൽ കയറിയപ്പോ ജസ്റ്റിൻ രാജാവ് മരിച്ചതിന് ശേഷം ആളുടെ അനന്തരവൻ കയറാണ് ജസ്റ്റീനിയൻ രാജാവ് തിയഡോറയുടെ അപ്പൊ ജസ്റ്റീനിയൻ രാജാവ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് 5 പേരെ കൊണ്ടുപോവാം, ഞങ്ങളുടെ ഈ പറയുന്ന കൽക്കതവും പക്ഷത്തു നിന്ന് 5 പേരെ വെച്ചിട്ട് നമുക്കൊരു വാദപ്രതിവാദം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഡിബേറ്റ് ചെയ്തിട്ട് ഇതങ്ങോട്ട് തീർക്കാം, ഈ വിഭാഗ ചിന്താഗതികളൊക്കെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ആളെ വിളിച്ചപ്പോൾ ആള് വന്നില്ല, ആള് പ്രസന്റ് ആയില്ല. കാരണം ആള് വിചാരിച്ചു ആളുടെ പുറത്ത് ഒരു ഫിനാൻഷ്യൽ അക്യൂസേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ അക്യൂസേഷൻസ് ഒക്കെ ആളുടെ പേരിലുണ്ട്, അതുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ അകത്താക്കുന്നുള്ള പേടി കൊണ്ട് ആള് വന്നില്ല 527. പിന്നെ നടന്നതാണ് ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ ഒരു 536 ഒരു കൗൺസിൽ. അതാണ് ഈ നേരത്തെ ബെഞ്ചി ബ്രദർ പറഞ്ഞ ആ മെന്നാസ് എന്ന് പറഞ്ഞ പാത്രിയാർക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ അന്തിമൂസിനും ഈ പറയുന്ന സെവറിയൂസിനും അങ്ങനെ കുറെ ഹെററ്റിക്സിനും ഒക്കെ പുറത്താക്കി. സഭ ഔദ്യോഗികമായിട്ട് പറഞ്ഞു ഇത് നമുക്ക് വെച്ച് പുറത്താൻ പറ്റുന്നതല്ല. അപ്പൊ അതുവരെ ആള് അബ്സെൻഷ്യ നമ്മുടെ ഈ പറയുന്ന അലക്സാണ്ട്രിയയിലായിരുന്നു. ഈ 518 ആള് പോയതിനു ശേഷം ആള് അലക്സാണ്ട്രിയയിലായിരുന്നു. അലക്സാണ്ട്രിയയില് എനാറ്റോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇത് 537 കൂടിയിട്ട് ആള് കാലം ചെയ്യുകയാണ് ചെയ്യുന്നത്. 538 ആവുമ്പോഴേക്കും ഈ സെവറിയോസ് എനാറ്റോൺ എന്ന് പറഞ്ഞ ഈജിപ്തിലെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടുത്തെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആള് കാലം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് സെവറിയോസിന്റെ ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, ബെഞ്ചി ബ്രദറെ ക്ലിയർ അല്ലേ? ഹലോ, കേൾക്കണ്ടോ? പിന്നെ അപ്പൊ അതിന്റെ ചുരുക്കം പറഞ്ഞാൽ സെവറിയൂസിന്റെ അങ്ങനെ അവിടുന്ന് അദ്ദേഹത്തെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ മുമ്പ് ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചു. എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സെവറിയോസിനെയും അന്തിമോസിനെയും ഒക്കെ സഭയിൽ നിന്നും എക്സ്കമ്മ്യൂണിക്കേറ്റ്. അതുവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഹി വാസ് ഡിപ്പോസ്ഡ് ആൻഡ് ഹി വാസ് എക്സൈൽഡ്. അതിനുശേഷമാണ് ഇപ്പൊ ജെ പറഞ്ഞ പോലെ വിളിച്ചു വരുത്തി, ജസ്റ്റിനിയൻ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ആ സമയത്താണ് ഇദ്ദേഹം അവിടുത്തെ ഒരു പാത്രിക്കീസിനെയും തലതിരിപ്പിച്ചു. അവസാനം ആ പാത്രിക്കീസ് വാസ് എക്സൈൽഡ്. അങ്ങനെ അൾട്ടിമേറ്റ്ലി ഇവരെ എല്ലാവരെയും, അദ്ദേഹത്തിന്റെ കൂടെ വേറെ കുറച്ച് പേരെയും ഉണ്ട്, അവരെയൊക്കെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓൾ ഹിസ് ബുക്സ് വേ ബാനിഷ്ഡ്. അദ്ദേഹത്തിന്റെ എല്ലാ ബുക്സുകളും, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ അതൊക്കെ ബാൻ ചെയ്തെന്ന് മാത്രമല്ല, ഈ റോമൻ എംപയറിൽ മേജർ സിറ്റീസിലൊന്നും അദ്ദേഹം കയറിപ്പോകരുത് എന്നുള്ള കൽപ്പനയും ചക്രവർത്തി ജസ്റ്റിനിയൻ ചക്രവർത്തി പുറപ്പെടുവിച്ചു. അപ്പൊ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തിരിച്ച് അലക്സാണ്ട്രിയയിൽ പോകാൻ സാധിക്കാതെ പോയത്. അദ്ദേഹം പിന്നെ സാക്ക എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് അദ്ദേഹം പോയി. ഒരു സിറ്റി അല്ല, ഒരു സ്ഥലമാണ്. ഇന്ന് അതൊരു കുറച്ചൊരു വലിയൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ പോയിട്ട് അദ്ദേഹം താമസിക്കുക, അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തത്. അപ്പം തിരിച്ച് അലക്സാണ്ട്രിയയിൽ പോകാൻ പറ്റാഞ്ഞതിന്റെ കാരണം ഇതാണ്. he was banned from all the major സിറ്റീസിൽ എല്ലാം ബാൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ച് ഈജിപ്തിൽ അലക്സാണ്ട്രിയയിൽ പോകാൻ പറ്റിയില്ല. അദ്ദേഹം തിരിച്ച് ഇവിടെ സാക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസിച്ചു. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെയാണ് സെവറിയോസിന്റെ. ഇപ്പൊ സെവറിയോസിന്റെ അവസാന കാലഘട്ടത്തിലും സെവറിയോസ് ഒരിക്കലും മറ്റൊരാളെ, ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ലിറ്റർജിക്കൽ ട്രാൻസ്ലേഷൻസ് ഒക്കെ ചെയ്തു. ലിറ്റർജി വെസ്റ്റ് സിറിയക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ വിഭാഗീത പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ വേണ്ടി കുറഞ്ഞ ഒരു പക്ഷേ ഇങ്ങനൊരു സഭ ഇങ്ങപ്പുറത്ത് തുടങ്ങുന്നെങ്കിൽ അവർക്ക് സഹായകരമാകട്ടെ എന്നുള്ള നിലയിൽ അദ്ദേഹം ലിറ്റർജി ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ വെച്ചു. എല്ലാ റിസോഴ്സസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യാൽ അടുത്തൊരാളിനെ വാഴിച്ച് മുന്നോട്ട് പോകാനുള്ള ധൈര്യം അദ്ദേഹത്തിന് അന്ന് ഉണ്ടായില്ല. അത് ചെയ്തില്ല എന്നുള്ളത് അതൊരു ദൈവഹിതമായിട്ട് ഞാൻ കാണുന്നു. കാരണം അല്ലായിരുന്നെങ്കിൽ ഇവർ ലെജിറ്റിമേറ്റ് ആയിട്ടൊരു സഭ എന്നുള്ള നിലയിൽ ഒരു ക്ലെയിം ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അപ്പം അത് സാധിക്കാതെ പോയി. അത് ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ ഒരു കൈയായിട്ട് അത് കാണുകയാണ്. അപ്പൊ അങ്ങനെ സെവറിയോസിന്റെ കാലത്ത് അപ്പൊ ഇങ്ങേപ്പുറത്ത് പിന്നെ വേറൊരു കാര്യമുണ്ട് പറയാനായിട്ട്. അതായത് അത് തന്നെ ഇപ്പൊ സെവറിയോസിന്റെ കാലഘട്ടത്തിന് ആ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങേപ്പുറത്ത് അന്ത്യോക്യയിൽ പാത്രിക്കീസ്മാർ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അന്ത്യോക്യയിലെ പാത്രിക്കീസ്മാര്, പിന്നീട് വന്ന പാത്രിക്കീസ്മാര് വളരെ ശക്തമായ, പ്രത്യേകിച്ച് സെവറിയോസിന്റെ ഈ വിഘടന പ്രവർത്തനം, സെവറിയോസ് കാരണം സഭ തന്നെ സ്പ്ലിറ്റായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ പിന്നീട് വന്ന പാത്രിക്കീസ്മാര് വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയത്. ഇപ്പൊ എഫ്രൈം, പ്രത്യേകിച്ച് എഫ്രൈം എന്ന് പറഞ്ഞ ഒരു പാത്രിക്കീസ്, അദ്ദേഹം വളരെ, അദ്ദേഹത്തെ പറ്റി ഇവർ പറയുന്നത് അദ്ദേഹം ഒരുപാട് അന്നത്തെ ഉണ്ടായിരുന്ന നോൺ കാൽസിഡോൺ വിഭാഗത്തിൽ പെടുന്ന ആളുകളെ പെർസിക്യൂട്ട് ചെയ്തെന്നാണ് പറയുന്നത്. അതായത് അന്ത്യോക്യയുടെ സെവറിയോസിന് ശേഷം വന്നൊരു പാത്രിക്കീസാണ്. അപ്പൊ എഫ്രൈം ആ പാത്രിക്കീസ് അത്ര ശക്തമായ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തിയത്. അപ്പൊ ആ എഫ്രൈം പാത്രിക്കീസിന്റെ കാലഘട്ടത്തിലാണ് ഈ തിയോഡോറയുടെ ഉള്ളില് ഈ ഒരു ഐഡിയ വരുന്നത്. അതായത് എങ്ങനെയും പുതിയൊരു ഇതിനുവേണ്ടി ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കണം എന്നൊരു താല്പര്യം ഈ തിയോഡോറയ്ക്ക് തോന്നിയത്. അതിന്